പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ഇന്നലെ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ശരീരത്തിൽ ബലഹീനതകളുണ്ടെങ്കിലും മണിക്കൂറുകൾ നിൽക്കാൻ തക്കവണ്ണം ദൈവം കൊടുക്കുന്ന കൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്തദാസൻ സജു ചാത്തന്നൂർ അവരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ പുണ്യതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന നല്ലവരും സ്നേഹിതരുമായ വലിയ കുളത്തെ ദേശനിവാസികൾ, മൗത്തുമാർന്ന സുവിശേഷ വേലയിലായിരിക്കുന്ന ദാസന്മാർ, ദാസിമാർ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഭവനാങ്കണത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരിമാർ, സഹോദരന്മാർ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയ കുഞ്ഞുങ്ങൾക്കും സന്ധ്യയെങ്കിൽ പുനരാഗമിപ്പാൻ കുതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവനൊരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരണത്തിൽ ഇവിടെ നടക്കുന്ന മുറ്റത്തെ കൺവെൻഷൻ കഴിഞ്ഞ രാത്രിയും ഈ രാത്രിയും വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വലിയകുളം, അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ടൈറ്റസ് പാസ്റ്റർ, കുഞ്ഞുങ്ങൾ, സഭാമക്കൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ചില നിമിഷങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം പറഞ്ഞ പ്രിയ ജോബിയെ ഓർക്കുന്നു. മോനെ ദൈവം കാക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അനാംസിൻ്റെ വാർഷികത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3 പ്രഭാഷണം ഞാൻ മഞ്ഞാടിയിൽ ഈ കുഞ്ഞുങ്ങളുടെ നടുവിൽ ചെയ്യുവാനിടയായി. യോഗത്തിൻ്റെ അവസാനമൊക്കെയും കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി കരം വെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കി. അനവധി മദ്യത്തിനും മറ്റ് ലഹരിക്കടിമയായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇവർക്ക് വളരെ സന്തോഷമായിരുന്നു. ദീർഘമായ സമയം ഞങ്ങൾ ആരാധിക്കുവാനിടയായി തീർന്നു. ഇവരെ എല്ലാം കരമടിച്ച് ആരാധിപ്പാനിടയായി. അങ്ങനെ അന്നായി മോനെ ഞാൻ കാണുന്നത്. അവിടെ നിന്ന് കുഞ്ഞ് ഇപ്പോൾ വളരെ വിടുതലോടെ ഇവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ പരസ്യം ഞാൻ കൊടുത്തിരുന്നത് കണ്ടിട്ട് മോൻ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ കുളം അത്രയും ഓർമ്മയല്ല. അപ്പം പറഞ്ഞു കടമനിട്ടയ്ക്ക് അടുത്ത ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് കൃപയാൽ ഒരു കാലത്ത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന കുഞ്ഞ് ഇന്ന് ഒരു സുവിശേഷ വേദിയിൽ കടന്നു വരുവാൻ മഹാദൈവം ഇടയാക്കി. ഇത് ഒരു മതപരിവർത്തനത്തിൻ്റെ വിഷയമല്ല, സമൂഹത്തിൻ്റെ വിഷയമല്ല. ഏത് മനുഷ്യൻ കഠിന പാപിയായാലും അവനെ മാനസാന്തരപ്പെടുത്തുവാൻ ക്രിസ്തുവിൻ്റെ വചനത്തിന് കഴിയും. ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പാപികൾ ദൈവം കാക്കട്ടെ. ഒന്നാമത് രാത്രി, ഇന്നലെ രാത്രി ഇപ്പോഴത്തെ ഇസ്രായേൽ സംഘർഷമായിരുന്നു. ആമോസ് 2:5 യെരുശലേമിനകത്ത് ഞാൻ തീ അയക്കും, യഹൂദിയുടെ അരമനകളെല്ലാം കത്തിച്ച് കളയും. അതിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഗാസ ഇസ്രായേൽ, ആമോസ് 1:6-7 ഏറ്റവും നിർണായകമായി ഗാസ തീഗോളമാകും. അതിൻ്റെ അതിക്രമം അന്ത്യദിനത്തിലേക്ക്. സെഫന്യാവ് 2:4-5-6 ഗാസയ്ക്ക് കഷണ്ടി വരും, ടോപ്പ് ലീഡേഴ്സ് കൊല്ലപ്പെടും. അത് കഴിഞ്ഞിട്ട് സെക്കരിയാവ് 9:5-6 ആഷ്കലോണും അഷ്തോദും ശൂന്യമാകും. ഇസ്രായേലിൽ നിന്ന് അനവധി ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോകും. അത് കഴിഞ്ഞ് വീണ്ടും നാം ചിന്തിച്ചു യിരെമ്യാ പ്രവചനം 47:5-6 സമുദ്രതീര നിവാസികൾ ഒരു വല്ലാത്ത ദിനത്തിലേക്ക് പോകുന്ന കാലം. അറബ് ലീഗ് ഇതിനെതിരെ പ്രത്യാശയ്ക്ക് വരും. അവരുടെ പങ്ങമൊക്കെ വന്നു പോകും. ഒന്ന് ഗാസ, അതിന് തൊട്ടുപുറകെ നാം ചിന്തിച്ചു ലെബനോൻ. സെക്കരിയാ പ്രവചനം 11:1 ലെബനോനെ നിൻ്റെ ദേവദാരുക്കൾ തകരും, മഹത്തുക്കൾ വീണുപോകും, ദുർഗവനം നശിച്ചിരിക്കും. ഇന്നത്തെ ലെബനോനിൽ വളരെ ശക്തമായി ആക്രമണങ്ങൾ. പുറകെ വീണ്ടും നാം ചിന്തിച്ചു യമൻ. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇന്നലെ കർത്തദാസൻ വായിച്ചു. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അതാ തേമാൻ യമൻ, അത് കത്തിച്ചു കളയും. അതാ ഇന്ന് യമനിൻ്റെ തുറമുഖമായ അൽ ഹുദൈബ തുറമുഖം മുഴുവൻ ഇസ്രയേൽ കത്തിച്ചു കളഞ്ഞു. പുറകെ സിറിയായും ലബനോനും. ഇന്നലെ നാം സിറിയായും ഇറാനും. യെശയ്യാ പ്രവചനം 17:1-2 ഞാൻ ദമശ്കേക്കിൻ്റെ മതിലുകളെ ഇടിച്ചതിനെ കൂമ്പാരമാക്കും, സിറിയയും ഡമാസ്കസും അതിനോടൊപ്പം ഇറാൻ, അരോവർ പട്ടണങ്ങൾ. ഇന്നത്തെ ഇറാൻ്റെ ടെഹ്റാൻ, അതിനോടനുബന്ധിച്ച് വരുന്ന ഫോർട്ട്, നർദീസ്, ഇതെല്ലാം പഴയ നിയമത്തിൽ പറയുന്ന അരോവർ, അതെല്ലാം ശൂന്യ കൂമ്പാരമാക്കും. അവിടെ കഴിയുമ്പോൾ ഏറ്റവും നിർണായകമായി ഇന്നലെ ഞാൻ പറഞ്ഞു, സിറിയയുടെ രാജാവ് സിറിയയിൽ നിന്ന് ഓടിപ്പോകും. ആൻറ്റി ക്രൈസ്റ്റ് വരുവാൻ വേണ്ടിയ ഇവൻ ഓടുന്നത്. അതാ ഇന്നലെ ആമോസ് 1:15 അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകും. ഇപ്പോൾ സിറിയയിലിരിക്കുന്ന രാജാവ് ഇസ്രയേലിനോടും അതുപോലെ
അമേരിക്കയോടും കൈ കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് സൗദി അറേബ്യയിൽ വന്നപ്പോൾ സിറിയക്കാരനെ വിളിച്ച് ചായ കൊടുത്തു. സിറിയ മാത്രം ഇപ്പോൾ ഇസ്രയേലുമായി കരാറൊപ്പിടുന്നു. അതിൻ്റെ പ്രത്യേകത എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. ഉൽപ്പത്തി 49:17 ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. അതുകൊണ്ട് സിറിയയും ഇപ്പോൾ അമേരിക്കയുമായി കൈ കൊടുക്കുന്നു. ഒരേകലോക ഭരണത്തിൻ്റെ ചാലുകൾ. അങ്ങനെയെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമാകുമോ? ഒരിക്കലും ആകത്തില്ല. രമ്യാപ്രവചനം 6:14 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സമാധാനം അതൊരിക്കലും ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ല. അതിൻ്റെ നടുവിൽ എൻ്റെ ജനത്തിന് ഒരു ലഘുവായ മുറിവ് വെച്ച് കിട്ടുന്നു. അതാ ട്രംപിൻ്റെ സമാധാനം ഇപ്പോൾ ഉള്ളത്. വരുന്നത് ലോകമഹായുദ്ധമാണ്, കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തത. അങ്ങനെ ഒരു യുദ്ധം നടക്കണമെങ്കിൽ അന്തിമദിനത്തിൽ ഒരു റോഡ് വെട്ടണം. അതാ ദ സിൽക്ക് കൊറിഡോർ ഓഫ് ചൈന, ചൈനയുടെ സിൽക്ക് പാത. യശയ്യാപ്രവചനം 49:12 ഇന്നലെ വായിച്ചു. ഇതാ അവർ വരുന്നു, കിഴക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിനീം ദേശത്ത് നിന്നും അവർ വരുന്നു. ചൈനയുടെ സിൽക്ക് പാത. ഈ സമയത്ത് ഇസ്രയേലായിരിക്കും. അറബ് ലീഗ് എങ്ങനെയായിരിക്കും? യശയ്യാപ്രവചനം 19:23-24 അന്നാളിൽ അശൂര്യർ മിസ്രൈമ്യരോട് ആരാധന കഴിക്കും. മിസ്രൈമ്യർ അശൂരുമായിട്ട് കൈകോർക്കും. അതിൻ്റെ പ്രത്യേകത ഏശാവിൻ്റെ മക്കൾ മുഴുവൻ ഒരുമിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഖത്തറിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടി 57 രാഷ്ട്രങ്ങൾ. അക്കാലത്ത് ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. അത്തി തളർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അവൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസവും ഇസ്രായേലിൽ ആദ്യം അയൺഡോമായിരുന്നു, ഡേവിഡ് സ്ലിങ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് താഡ് മിസൈൽ സിസ്റ്റമായിരുന്നു. അതെല്ലാം മാറി ശത്രു രാജ്യത്തു നിന്ന് ഇന്നൊരു വിമാനം ഇസ്രായേൽ കടന്നാൽ ആകാശത്ത് വരച്ച് കരിച്ചു കളയുന്ന ഏറ്റവും വലിയ ടെക്നോളജി ലോകത്തിൽ ആദ്യമായി അവതരിപ്പിച്ചു. ലേസർ ബീം. അവിടുന്ന് വരുന്ന ഒരു ഡ്രോൺ ആയാലും ഹെലികോപ്റ്റർ ആയാലും വിമാനമായാലും ആകാശത്ത് വെച്ച് ഷോർട്ട് സർക്യൂട്ടിനേക്കാളും വേഗത്തിൽ കാതോഡിക് റേസ് വഴി കരിക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജിയാണ് ലേസർ ബീം. അതുവരെ കണ്ടു. യേശു പറഞ്ഞ പ്രവചനം അത്തി തളർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതിനോടനുബന്ധിച്ച് ഈ പടയാളികൾ മുഴുവൻ വരണമെങ്കിൽ ഒരു സംഭവം നടക്കണം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റണം. ഇന്നെല്ലാ മാധ്യമങ്ങളിലും കാണുന്നു യൂഫ്രട്ടീസ് പറ്റുന്നു. തുർക്കി ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ. ബൈബിൾ അന്തിമയുദ്ധം കടന്നു വരുന്നു. വെളിപ്പാട് 16:12 ഇന്നലെ വായിച്ചു. നാലാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസിൽ ഒഴിച്ചു. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം പറ്റിപ്പോയി. അതാ ഇന്നത്തെ നിങ്ങളുടെ മാധ്യമ വാർത്ത. യൂഫ്രട്ടീസ് പറ്റുന്നു. അങ്ങനെയെങ്കിൽ ആ സൈന്യം അതിൽ കൂടി വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾക്കൊരു പ്രത്യാശയുണ്ട്. മോശയുടെ വാക്ക് കേട്ടിറങ്ങിയ പഴയ നിയമത്തിലെ തൻ്റെ ഭക്തന്മാർ ആഴമേറിയ ചെങ്കടൽ കടന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ വചനം ഏറ്റെടുത്ത് രക്ഷയുടെ പെട്ടകത്തിൽ കടന്ന കുഞ്ഞുങ്ങൾ കാന്തൻ്റെ വരവിൽ എടുക്കപ്പെടും. അതിനാസ്പദമായി ഇന്ന് ഹമാസിൻ്റെ പോരാളികളും PLOയുടെ ഏറ്റവും നിർണായകമായ മഹമ്മൂദ് അബ്ബാസും ചെന്ന് ആരോട് പറഞ്ഞു? റഷ്യയോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് മേധാവിയാകണം. എസെക്കിയേൽ 38:7 ഇന്നലെ രാത്രി വായിച്ച് സഹായിച്ചു. ഒരുങ്ങിക്കൊള്ളുക റഷ്യ, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ലാറ്റർ ഡേയ്സ് വിസിറ്റ്. നീ അവർക്ക് മേധാവിയാകും. എവിടെ നീ സന്ദർശിക്കും? വാളിനൊടിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഈ അടിയെല്ലാം വന്നു ചേരും. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ. അതായിരിക്കും ഈ രാത്രി. അങ്ങനെയെങ്കിൽ ഈ അടി ഇവിടെ നടക്കുമോ? ദൈവസഭ എടുക്കപ്പെടുമോ? ഇന്നലെ രാത്രി അവസാന ഭാഗം എസെക്കിയേൽ പ്രവചനം 21, 26, 27. യഹോവയായ കർത്താവ് എസെക്കിയേലിനോട് ഇപ്രകാരം പറയുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഭരണകൂടങ്ങൾ തകരും, കടലിൽ മുഴക്കം. ഇതെല്ലാം അന്ത്യകാലമാണ്. അതിൻ്റെ നടുവിൽ ഒരു സംഭവമുണ്ട്. അതിനങ്ങനെ ഇരിക്കേയില്ല. അതിന് ഞാൻ ഉന്മൂലനാശം. ഒന്നാം ലോക മഹായുദ്ധം 14 മുതൽ 19. വീണ്ടും എസെക്കിയേൽ 39, 45 ഉന്മൂലനാശം. വീണ്ടും വരുന്നു ഉന്മൂലനാശം. ബൈബിൾ ക്ലിയർ. അതാ മൂന്നാം ലോക മഹായുദ്ധം. അവിടെ കൊണ്ട് ആൾക്കാർ കട്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ താഴെ ഒരു നല്ല വാക്യമുണ്ട്, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ വരുന്നത് വരെ ആ ലോകമഹമ യുദ്ധം ഇവിടെ ഇല്ലാതിരിക്കും. ഇന്നലെ രാത്രി ഒന്നാം ഭാഗം, അതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് രാത്രി. ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രി വലിയ കുളത്തെ ഭവനാങ്കണത്തിൽ കുഞ്ഞുങ്ങളോടൊരു നല്ല വാക്ക് പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക്. ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ
പൂർണ്ണമായി വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കോഴഞ്ചേരി, നാരങ്ങാനം, വലിയ കുളമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. Everyone open your Bible in this evening. Give our guy Zechariah, prophecy of Zechariah chapter 12 verse 1, 2, 3. Zechariah പ്രവചനം 12, 1, 2, 3 വാക്യങ്ങൾ കർത്തൃദാസൻ വായിക്കും. എല്ലാവരും ബൈബിൾ തുറക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഈ രാത്രി നമ്മുടെ ചിന്തയിലേക്ക് 14 വാക്യങ്ങളായിരിക്കും. മധ്യാകാശത്തിലെ കമ്പാർട്ട്മെന്റ് പറയുമ്പോൾ അവസാനിക്കും. നാം യാത്ര ചെയ്യുന്നത് യെരൂശലേമിലേക്ക്. Zechariah 12, 1, 2, 3 വാക്യങ്ങൾ വായിക്കാൻ. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ഇന്ന് പത്രവാർത്ത നിറഞ്ഞു നിൽക്കുന്ന ഇസ്രായേലിനെ കുറിച്ചുള്ള അന്തിമ അരുളപ്പാടായി രാത്രി ചിന്തിക്കുന്നത്. വായിക്കാം. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. 2 വിഷയം അതിനകത്തായി. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. അടുത്തത് യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. ഖത്തർ പഴയ പറഞ്ഞു തുടങ്ങി, അറബ് രാജ്യങ്ങൾ പറഞ്ഞ് ഇസ്രായേലിനെ നിരോധിക്കണമെന്ന്. അതെല്ലാം ഈ അന്ത്യകാലത്തിന്റെ തുടക്കം. അടുത്ത വാക്ക്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഇതിന്റെ നടുവിൽ ജെറുസലേം ഒരു അന്താരാഷ്ട്ര വിഷയമാവും. 3-ാമത്തെ പ്രഭാഷണം 4. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഈ വിഷയത്തിൽ ആരൊക്കെ ഇടപെടുന്നവരെല്ലാം കരയും. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. യഹൂദനല്ലാത്തവനെ എല്ലാം വിളിക്കുന്ന ജാതികളാ. ജാതികൾ മുഴുവൻ ഇസ്രായേലിന് വിരോധമായി വരും. ആറന്മുള സ്കൂളിൽ അല്ലെങ്കിൽ കോഴഞ്ചേരി സെന്റ് തോമസിൽ ഇരിക്കുന്നത് പോലെ 5 ഭാഗങ്ങൾ സമാധാനത്തോടെ. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5 ലോകം കഠിനമായി മുറിവേൽക്കപ്പെടും. പ്രഭാഷണം അവസാനിപ്പിക്കും. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മഹത്വവാനായ ദൈവം നമ്മളെ കാത്തതിനായി കോടാനുകോടി സ്തോത്രം. എന്ന് പത്രം തുറന്നാലും അപകട വാർത്തകളും ആപത്തിൻ്റെ വാർത്തകളും നിറയുമ്പോൾ, ലോകത്തിൻ്റെ പട്ടണങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കുമ്പോൾ, കഴിഞ്ഞ രാത്രി ആരാധിച്ച് മടങ്ങി വീണ്ടും ഈ ഭവനാങ്കണത്തിൽ വരുവാൻ കരുണാമയനായ ദൈവം എന്നോട് കരുണ കാണിച്ചതിനായി നന്ദി. ബിലിവേഴ്സിനകത്ത് പലരും വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, മുത്തൂറ്റിൽ പലരും ICUവിൽ കിടക്കുമ്പോൾ, ഇന്ന് രാത്രി എൻ്റെ കാലുകൾ ചവിട്ടിക്കൊണ്ട് മുറ്റത്ത് വന്ന് അപ്പാ പിതാവ് എന്ന് വിളിക്കുക. മഹാദൈവം എന്നോട് കരുണ കാണിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിൽ വസിക്കുന്ന പ്രിയന്റെ കരം ഈ രാത്രി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദിയായി യോർദാന്റെ വക്കത്താരെങ്കിലും കാൽ ചവിട്ടിയാൽ അവരുടെ കാല് പുതഞ്ഞ് എക്കനകത്ത് വീണു പോകും. മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അവൻ്റെ പേരാ യോശുവ. മോശയ്ക്ക് വെറും കട്ടൻ ചായ ഒഴിച്ചത് കൊടുത്തവനാ യോശുവ. സ്വർഗത്തോട് പറഞ്ഞ, സ്വർഗമേ എന്നെക്കൊണ്ട് കാര്യമൊന്നും കഴിയത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വലുത്, ബിരുദമല്ല വലുത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ നിന്നെ ഉയർത്തുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 5 കാര്യങ്ങൾ അവൻ ചെയ്തു. 1 പാളയത്തിനകത്ത് വചനം, 2 വിശുദ്ധിക്ക് വേണ്ടി നിന്നു, 3-ാമത്തെ കാര്യം അവൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു, 4 ഒരു പ്രവചനദൂത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. 5-ാമത്തെ കാര്യം, നിയമത്തിൻ്റെ പെട്ടകവുമായി പുരോഹിതന്മാർ കവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് യാത്ര. നാട്ടുകാർ പറഞ്ഞു കാണും അവരുടെ കാലക്കലിനകത്ത് പോയി അവർ മരിച്ചു വീഴും. എന്നാൽ നിയമത്തിൻ്റെ പെട്ടകം തോളിൽ വഹിച്ച പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. എവിടെ? ഈജിപ്തിലെ അരാബായ്ക്കകത്ത് ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തി തൻ്റെ ജനത്തെ കടത്തിയെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി, നാളുകളായി നിന്നെ മറുകര കടത്താതെ, നിന്റെ വിഷയത്തിന് പരിഹാരം തരാതെ, ഇന്ന് രാത്രി യോർദാനെ പോലെ കലക്കമുള്ള വിഷയങ്ങൾക്കകത്ത് നിന്നെ കൊണ്ടിടുക ദൂട്ടാപിശാച് പദ്ധതി വെക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇവിടെ നീ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിന് മറുപടി തരുക. ഇസ്രായേൽ പാളയത്തിനകത്തിറങ്ങിയ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. ശംദരാധികജാന ബൗഡാരവ ശംദുരെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ, വാഴ്ചകളെയും അധികാരങ്ങളെ, അന്ധകാരത്തിൻ്റെ പോരുകളെ, കാൽവരുടെ കൊലക്ക
യുദ്ധക്കളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വെളിപ്പെടുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിനക്ക് വിടുതൽ തരുവാൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്ത. ഇന്ന് രാത്രി ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ കോടഞ്ചേരി പട്ടണത്തിൽ ഒരു ഹൈമാസ് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗാഡ് ദ സെക്കൻഡ് ഡേ ഗീവ് എ മിറക്കിൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഞങ്ങൾ കരമുയർത്തുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത്ഭുത വിടുതൽ തരുക. ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങിയ കരം ഈ രാത്രി വെളിപ്പെട്ടു വരുന്ന രാത്രിയ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ കഴിഞ്ഞ രാത്രി അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. സാറാബുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി വലിയ കുളത്ത് മുഴങ്ങുന്നതിനാൽ ദൂത സംഘം ഈ പട്ടണത്തെ കാവൽ ചെല്ലുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതെന്ന് പറയുക. ഒരു മഴ പെയ്തിറങ്ങുമ്പോൾ ചില കുറ്റിച്ചെടികൾ മുളയ്ക്കുന്നത് പോലെ ജീവന്റെ വചനം ഇന്ന് രാത്രി വലിയ കുളത്ത് ഇവിടെ പുറപ്പെടുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക, ആത്മഹത്യയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ യേശുവിനെ കാണുക, ഓൺലൈനിൽ കാണുന്നവരുടെ കരങ്ങൾ ഇന്ന് രാത്രി നാഥന് വേണ്ടി ഉയരുക. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് തടസ്സമായി ദൈവമക്കളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും എല്ലാ ദുഷ്ടന്റെ പോരുകളും എല്ലാ നാമധേയ ബന്ധനങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. മരുഭൂപ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് ആരേരങ്ങൾ പട്ടു വീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പാളയൻ രക്ഷ പ്രാപിച്ചതുപോലെ 2025 വീണ്ടും ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഈ പട്ടണത്തിനകത്ത് ഉയർത്തുമ്പോൾ ആയിരങ്ങൾ അത് കണ്ട് രക്ഷ പ്രാപിച്ച് നിത്യജീവന്റെ ഉറവയെങ്കിലേക്ക് യാത്ര ഇന്ന് രാത്രിയായി മാറട്ടെ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, സഭാമക്കൾ എല്ലാവരും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ കുളത്തെ സകല സഭകളും മക്കളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. നാനാജാതി മതസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വെളിനാട്ടിൽ ജോലിയിലായിരിക്കുന്ന മക്കൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്കട്ടെ. പ്രിയ പിതാവേ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ സംഘടനയുടെ പേരോ ബിരുദങ്ങളോ ഈ രാത്രിയും ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ആദിയോടെന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. മക്കളെ വിടുതലോടെ കടത്തിവിടും. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം അങ്ങ് കാക്കും. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. വളരെ സമാധാനത്തെ സ്കൂളിലിരിക്കുന്ന പോലെ നാം യെറൂശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ബൈബിൾ. പഴയ നിയമത്തിൽ 17 പ്രവചനങ്ങൾ. പ്രവചനങ്ങളുടെ നിരകൾ 3 ഭാഗം. വലിയ പ്രവചനങ്ങൾ എസെക്കേൽ, യിരെമ്യാവ്, യെശയ്യാവ്. 50-ൽ പരം അധ്യായങ്ങൾ. കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ. അതോടനുബന്ധിച്ച് ഭാവികാല ഇസ്രായേലും വരുംകാല സംഭവങ്ങളിൽ 4 പ്രവചനങ്ങൾ. 1 ആമോസ്, 2 ഹോശയ്യ, അത് കഴിഞ്ഞ് ദാനിയേൽ, 4-ാമത്തെ പ്രവചനം, ഇന്ന് തൊട്ട് സെഖര്യാ പ്രവചനം. അതുപോലെ തന്നെ മറ്റ് പല പ്രവചനങ്ങൾ, ചെറിയ പ്രവചനങ്ങൾ വളരെ വ്യക്തമായി കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി മീക്കായുണ്ട്, യോവേലുണ്ട്, ഹബക്കൂവുണ്ട്, നഹൂമുണ്ട്, ഓബദ്യാവുണ്ട്. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ അതിനകത്ത് വ്യക്തമായിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വായിച്ചത് സെഖര്യാ പ്രവചനം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് പിറകിൽ 550 വർഷങ്ങൾക്ക് പിറകിൽ, അല്ലെങ്കിൽ ഇന്നേക്ക് 2550 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇദ്ദോ പ്രവാചകൻ്റെ കൊച്ചുമകനായ സെഖര്യാവിൽ കൂടി എഴുതിയത് സെഖര്യാ പ്രവചനം. ഇതിൻ്റെ പ്രത്യേകത 246 വാക്യങ്ങളാണ് സെഖര്യാ പ്രവചനം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 10, 11, 12, 13, 14 വാക്യങ്ങൾ കാന്തൻ്റെ വരവ്. 10 പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് വേണ്ടി. 11 ലെബനോനിലേക്കുള്ള അതിക്രമം. 12 ജെറുസലേം ഭാരമുള്ള കല്ല്. 13 ഉറവ തുറക്കും. 14-ാമത്തെ കാര്യമാ നാഥൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അതോടുകൂടി കാന്തൻ്റെ വരവിനെ പറ്റിയായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്നത്. 5 കണ്ടൻസ് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നു. 1 ജെറുസലേം. 2 ഇതൊരു പരിഭ്രമപാത്രം. 3 എപ്പോൾ ഇതൊരു ഭാരമുള്ള കല്ലായി. 4 ജാതികൾ ഇതിനെതിരെ കൂടി വരും. 5 ഇസ്രായേലിൽ ഒരു നിലവിളി ഉയരും. അതോടായിരിക്കും ഈ പ്രഭാഷണം അവസാനിക്കുന്നത്. 1 ജെറുസലേം. ഒരു കഥയിലേക്ക് പെരിയ യാത്ര ചെയ്യാം. മുഴുവൻ നിങ്ങൾ കൺസെപ്റ്റായിട്ട് നോട്ട് ചെയ്യണമെങ്കിൽ പിന്നെ സെറാബ്സിൻ്റെ ഓൺലൈൻ നോക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും.
എവിടാ ജെറുസലേം, എവിടെ ഈ പട്ടണം ആരംഭിച്ചു? ശ്രദ്ധയോടെ ഇരിക്കണമേ. ഒരു ചെറിയ സംക്ഷിപ്ത രൂപം കഴിഞ്ഞ് നാം ഇസ്രായേലിലേക്ക് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യും. തുടങ്ങുന്നത് ഉൽപ്പത്തി. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിൻ്റെ പേര് കാസ്മോസ് അല്ലെങ്കിൽ യൂണിവേഴ്സ്. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകമായി സാദൃശ്യവും സ്വരൂപവും തേജസ് ബഹുമാനം അധികാര ജീവശാസ്ത്രം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മെനയുന്നു. ആദമിന് തക്ക തുണയായി ഹവ്വായെ കൊടുത്തു. ഏദനിൽ പാർപ്പിക്കുന്നു. അടക്കി വാഴുക, പെറ്റുപെരുക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. പാപം ചെയ്ത കുടുംബം ഹവ്വ കൊടുത്ത കായ്കനികൾ ഭക്ഷിച്ചുകൊണ്ട് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തുന്നു. 3 2 കുഞ്ഞുങ്ങൾ ഒരു കുടുംബത്തിനകത്ത്. കായീൻ ഹാബേൽ. ആരാധനയ്ക്ക് വേണ്ടി അവർ വരുന്നു. കായീൻ ഹാബേലിനെ കൊല്ലുന്നു. ദൈവം വെച്ചിരിക്കുന്നത് ഒരു ദിവസം 1000 സംവത്സരം. ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി കായീനോട് ചോദിച്ചു, നിൻ്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ അവൻ മറുതലിച്ചു, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. ആയുസിൻ്റെ നീളവും കുറഞ്ഞു. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഏറ്റവും നിർണായകമായി ഉൽപ്പത്തി 5 വരുമ്പോൾ ഒരുവന് നല്ല ആയുസ് ലഭിച്ചു. മെഥൂശലഹ്. അവൻ ആരായിരുന്നു? ഹാനോക്കിൻ്റെ മകനായിരുന്നു. മെഥൂശലഹിൻ്റെ പ്രത്യേകത, അവൻ വലിയ കൺവെൻഷന് പ്രസംഗിച്ചില്ല, പരസ്യയോഗത്തിൽ പ്രസംഗിച്ചില്ല, ഒന്നും പ്രസംഗിച്ചില്ല. അപ്പൻ തിരുവചനം എടുത്തുകൊണ്ട് വചനത്തോട് കൂടെ നടന്നതുകൊണ്ട് തലമുറകളെ ദൈവം മാനിച്ചു. 969 സംവത്സരം. പഠിക്കുന്ന PYP കുഞ്ഞുങ്ങൾ ക്രിസ്മത്സരത്തിൽ വരും. ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ് 969. മെഥൂശലഹിൻ്റെ മകനായി ലാമേക്കിൻ്റെ മകനായി ഒരുവൻ ജനിച്ചു, നോഹ. ഇവിടം തൊട്ട കർത്താവിൻ്റെ വരവിൻ്റെ കഥകളെല്ലാം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി 6 വരുമ്പോൾ ഇന്നത്തെ ലെസ്ബിയൻ ഗൈ മാരേജ് എല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ അവനിൽ സദാകാലം എൻ്റെ ആത്മാവ് അവനിൽ വർദ്ധിക്കത്തില്ല. ഉൽപ്പത്തി 6 1000 മാറ്റി ദൈവം ആയുസിൻ്റെ നാൾ എത്ര എന്നറിയാമോ? 120 സംവത്സരമായി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തുന്നു. നോഹയോട് സ്വർഗം ഒരു കാര്യം പറയുന്നു. എന്താ കാര്യം പറഞ്ഞ? നീ ഒരു പെട്ടകം പണിയണം, സകലരോട് സത്യകാര്യം പ്രസ്താവിക്കണം. എന്താ? വരാൻ പോകുന്ന പെരുമഴയെപ്പറ്റി 7 അടിസ്ഥാന ഉപദേശങ്ങൾ പെട്ടകത്തിന്. 1 300 നീളം, 2 50 വീതി, 3 30 ഉയരം, 4 ഗോഫേർ മരം, 5 3 തട്ട്, 6 കിളിവാതിൽ, 7 സൈഡ് വാതിൽ. നോഹ ഇങ്ങനെ പെട്ടകമെല്ലാം പണിഞ്ഞു. എല്ലാവരോട് സുവിശേഷത്തിൻ്റെ ധ്വനികൾ ഞങ്ങൾ പരസ്യയോഗത്തിൽ പറയുന്ന പോലെ ആ കാലത്ത് പറഞ്ഞു, മഴ വരാറായി പെട്ടകത്തിൽ കയറണം. പെട്ടകത്തിന് പെയിൻ്റ് അടിച്ചവും പോലും കയറിയില്ല. സ്വർഗം അവസാനം കുറ്റിയിട്ടു. അന്ന് ആദ്യമായിട്ട് ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ. സുനാമി 2004 ഡിസംബർ 26 നോഹയുടെ കാലത്ത് ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ തുറന്നു. അതോടൊപ്പം ആകാശത്തിൽ നിന്ന് 40 രാവും 40 പകലും മഴ പെയ്തു. അതാ ഇന്നത്തെ മഴ. പലരും പണ്ട് കോഴഞ്ചേരിയിലും നാരങ്ങാനത്തും പറഞ്ഞു, മരം മുറിച്ചാൽ മഴ പെയ്യത്തില്ല, മരം മുറിച്ചാൽ മഴ പെയ്യത്തില്ലെന്ന്. മരത്തെ തൊട്ടുപോരുതെന്ന് മനസ്സിലാകുന്നവർക്കായി. ഇന്ന് കഴിഞ്ഞ 10 വർഷമായി അച്ചായന്മാരും അമ്മച്ചിമാരും വിട്ടിരിക്കുന്നു. എന്ന് നോക്കിയാലും യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതൊരിക്കൽ നിങ്ങളോട് സയൻസ് പറഞ്ഞു തരാം. പണ്ട് മരം മുറിക്കരുതെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യത്തെ കാറ്റ് ഏലിയാവിനെ കൊണ്ടുപോയുള്ള കാറ്റാ, കോന്നി, അട്ടച്ചാക്കൽ, കടമനിട്ട് എല്ലാം അടിച്ചത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. റബ്ബറും പോയി, ലാഭം പോയി. പഞ്ചായത്തുകാർ നേരെ വന്ന് ഫയർഫോഴ്സിനെ കൊണ്ട് സകല മരവും മുറിച്ച് കളഞ്ഞ് മനുഷ്യൻ്റെ തലയിൽ വീഴാതിരിക്കാൻ. കരമുയരുന്നില്ലല്ലോ, സ്വോത്രം. ഇത് തന്നെ നോഹയുടെ കാലം. മരം മുറിച്ചാലൊന്നും മഴ വരങ്ങണമെങ്കിൽ ഒരു പ്രത്യേക സംവിധാനമുണ്ട്. 5ാമതൊരു മേഘം വരുന്നു. നമുക്ക് സമയമില്ല, അതൊരു 45 മിനിറ്റ് എടുക്കുക പ്രസംഗം. അതുകൊണ്ടാണ് ഞാനിവിടെ തൊടാത്തത്. അങ്ങനെയെങ്കിൽ ആഴിയുടെ ഭണ്ഡാരഗ്രഹങ്ങൾ തുറന്നു. അതിൻ്റെ പ്രത്യേകത, നോഹയുടെ പെട്ടകം ഇങ്ങനെ ഒലയാൻ തുടങ്ങി. ചെറുതായിട്ട് വെള്ളമൊക്കെ കയറാൻ തുടങ്ങി. ഞങ്ങളുടെ നാടൻ ഭാഷ പറഞ്ഞു, നോഹയുടെ അമ്മാമ്മ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് വെറുതെ അമ്മിക്കവരും ഗുജറാത്തിലെങ്ങാനും പോയി തകരുമെന്ന് മനസ്സിലാക്കുന്നവർക്കായി. നോഹ ഉടനെ പറഞ്ഞു, സഹോദരി പറഞ്ഞത് കർത്താവ, വിഷമിക്കേണ്ട. ആദ്യം അങ്ങനെ കയ്യിൽ കറങ്ങി നടന്നു. വെള്ളം കുറഞ്ഞു. മലങ്കാക്കയെ വിട്ടു. പോയി വന്നു വരുന്നു. പ്രാവിനെയും വിട്ടു. അവസാനം പ്രാവ് പച്ചല കൊത്തിക്കൊണ്ടുവന്നു. പിന്നെ പ്രാവ് വന്നില്ല. നോഹയുടെ പെട്ടകം അരാരാത്തിനകത്തുറച്ചു. ഇന്ന് രാത്രി ഇതൊരാത്മീയ ദൂതായിട്ട് ഏറ്റെടുക്കണം. നിന്റെ പടകിനകത്ത് അല്പം വെള്ളം കയറാം. നിന്റെ പടകിന് നേരെ ഈശാന മൂലനടിക്കാം. ഒരു പക്ഷേ പടകിലുള്ളവരും പറയും നിന്റെ പടക് തകർന്നു പോകുമെന്ന്. എന്നാൽ മാതാവേ, പിതാവേ, ഇന്ന് രാത്രി ഈ കൺവെൻഷൻ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അല്പം കറങ്ങിയാലും അല്പം കുലുങ്ങിയാലും അല്പം വെള്ളം കയറിയാലും അതിനെ അരാരാത്തിനകത്ത് ഉറപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം.
ദൂത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ വന്ന അല്പക്ലേശവും പ്രയാസവും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വചനം വിട്ടുപോകാതെ അന്ത്യം വരെ കാത്തു നിൽക്കാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിന്നെ ആരാധനകത്ത് എത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 7 അടിസ്ഥാന ഉപദേശത്തിൻ്റെ നിറവിൽ പണിഞ്ഞ പെട്ടണം ഒരിക്കലും തകരത്തില്ല. ആ പെട്ടകത്തെ ആരാധനകത്ത് ഉറപ്പിക്കും. രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും തിരുമേശയും പങ്കാളിയായി ദൈവജനം ആരാധിക്കുന്നുവെങ്കിൽ അല്പം കലക്കം എവിടെ വന്നാലും അല്പം വെള്ളം കയറിയാലും അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ഉറപ്പിക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആരാധനകത്ത് പെട്ടകം ഉറച്ചു. കുറേ നാൾ മഴയായിരുന്നു, നല്ല ചിലവായിരുന്നു. നമ്മുടെ വടശ്ശേരിക്കര പോലെ റാന്നിയുടെ വെള്ളം ഒഴുകുന്ന ഒരു നല്ല മലയായിരുന്നു. നോഗ അവിടെ ഇറങ്ങി ആദ്യം പിന്നെ നമ്മുടെ ട്രാക്ടറെല്ലാം പോയി. ഇപ്പം അത് കഴിഞ്ഞിട്ട് പരിശോധത്തിൻ്റെ ബോക്സ് എല്ലാം പോയി. നോഗ JCB വിളിച്ച് നല്ലതുപോലെ മുന്തിരിയെല്ലാം കൃഷി ചെയ്ത് ആദ്യം പത്തനംതിട്ടക്കാരും കോന്നിക്കാരും മലയാളപ്പുഴക്കാരും മേടിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ആരോ വന്നിട്ട് നോഗയോട് പറഞ്ഞു, ഇവിടെ കൊടുക്കേണ്ട ഗൂഗിൾ പേ ആയിട്ട് തരും, നല്ല ബിവറേജസിന് കൊടുക്കാൻ. നോഗയ്ക്കും ഭയങ്കര സന്തോഷമായി. ഈ ചില്ലറ പത്തനംതിട്ടയും കോന്നിയിലും കോഴഞ്ചേരിയിലും പെട്ടിക്കണക്കിന് മുന്തിരിങ്ങ കൊടുക്കാതെ നല്ല കാരവാനകത്ത് പാക്ക് ചെയ്ത് വിടാൻ തുടങ്ങി. ഓൺലൈനായിട്ട് നിന്നത്തെ കണക്ക് ഗൂഗിൾ പേ പൈസയും വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ ബിവറേജസുകാർ വന്നു. എന്നിട്ട് നോഗയോട് പറഞ്ഞ, അച്ചായൻ്റെ മുന്തിരി കിട്ടി, ഞങ്ങളുടെ കച്ചവടം പൊലിച്ചു, ഓണത്തിൻ്റെ കണക്ക് ഓഫറും കൊടുത്തു. ഉടനെ ഉണ്ട് അച്ചായന് 2-3 സാമ്പിൾ ബോട്ടിലും ബിവറേജസിൻ്റെ ഉണ്ടാക്കുന്ന നല്ല ലേറ്റസ്റ്റ് കൊടുത്തു. അച്ചായൻ പറഞ്ഞു, അയ്യോ ഞാൻ പഴയ ഉപദേശിയ, ഇത് തൊടാൻ എനിക്ക് നിയമമില്ല. അവർ പറഞ്ഞു, അച്ചായ ഇച്ചിരി കഴിച്ചോ, കുഴപ്പമില്ല. ഞങ്ങളുടെ ഉപദേശിമാർ നാരങ്ങാനക്കാരുടെ ഉപദേശിമാരുള്ളൂ, ഇച്ചിരി കഴിച്ചാട്ടോ യൂറിൻ ക്ലിയർ ആവുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. 30 അടിച്ചാൽ സ്വോത്രം. ഇന്ന് കേട്ടോ, ഇത് നോഗ ഇതുപോലെ ഉണ്ടാക്കി സ്വോത്രം. അയ്യോ അത് കേട്ടിട്ട് ലൈവ് പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പോസ്റ്റ് വരും, അതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ இந்த നാളുകളിലെ വേലപ്പാക്കാതെ ഊളിയം ചെയ്ത അരുമയാണ് ഊളിയക്കാരോട് സുവിശേഷകരോട് പറയും, നിങ്ങൾ എമിറേറ്റ്സ് കയറിയാലും ഇത്യാദി കയറിയാലും വെളിനാട്ടിൽ പോയാലും ദയവ് ചെയ്ത് എയർ ഹോസ്റ്റസ് തരുന്ന സാമ്പിൾ ബോട്ടിൽ പ്ലെയിനിൽ ഇരുന്ന് കുടിക്കരുതേ. ഓൺലൈനിൽ കാണുന്നവർ അപ്പുറത്ത് ക്യാമറയായിട്ട് ആളിരിപ്പുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി കിട്ടിയ ബാഗിലെങ്ങാനും ഇട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കുടിച്ചോണം സ്വോത്രം. അതുപോലെ കോട്ടയത്തെ ചേട്ടൻ്റെ കണക്ക് നിങ്ങൾ പെരുവഴിയാവരുത് എമിറേറ്റ്സ് കിട്ടിയതുപോലെ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് തന്നെ നോഹയ്ക്കും പറ്റിയത്. ആദ്യം 30, പിന്നെ 60, 90. കോഴഞ്ചേരിയിൽ തോമാച്ചൻ പോസ്റ്റേ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതല്ല, ദാ കിടക്കുന്ന കുടിലിനകത്ത്. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ഒരു സംഭവം, അപ്പൻ തുണി മാറിക്കിടക്കുന്നു. ഒരുവൻ ആ ഷീറ്റൊക്കെ ഇട്ട് പതപ്പിച്ചു. കെട്ടുവിട്ടുണർന്നു നോഹ. അവൻ മക്കളെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. ആദ്യത്തെ കുടുംബം വീണത് കത്തിക്കുത്തിലല്ല, ആദ്യത്തെ കുടുംബം വീണത് കൊലപാതകത്തിലല്ല, ആദ്യത്തെ ഒരു ദൈവിക കുടുംബം തകർന്നത് ദൈവത്തിന് ഹിതമല്ലാത്ത മദ്യപാനത്തിൽ. കരമുയർത്തുന്നവർക്കായി മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. മദ്യം കുടിക്കുന്നവൻ അക്കരെ നാട്ടിൽ കാണത്തില്ല. അവൻ്റെ കുടുംബത്തെ ദൈവം തീർത്ത് കളയും. മനസ്സിലാകുന്നവർക്കായി സാത്താൻ്റെ വിപത്ത് മദ്യപാന്. സ്വർഗം പറഞ്ഞവൻ നോ. കർത്താവ് ഒറ്റ പോക്ക് പോയി 1498 കിലോമീറ്റർ. എവിടാ? ആദമിൻ്റെ തലമുറ സേത്തിൻ്റെ പാരമ്പര്യമോ ആരാണെന്നറിയാമോ? കൽദേ പട്ടണമായി ഊരിൽ ഉരിയാടാത്ത ദൈവം എന്നുള്ളത് തേരകനെ വിളിച്ചു. അവനെ കിട്ടിയില്ല. അബ്രഹാമിനെ വിളിച്ചു. എഴുന്നേക്കാൻ പറഞ്ഞു. നദിക്കരയിൽ നിന്ന് വിഗ്രഹത്തിന് പെയിൻ്റ് അടിച്ചിട്ട് രക്ഷയില്ല, നീ എഴുന്നേൽക്കാ. നല്ല വാഗ്ദത്തം. ഉൽപ്പത്തി 12. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി. കൂടെ ലോത്തൂടെ കയറി. 2 പേരും വാഗ്ദത്ത കനാൻ. അബ്രഹാമിനൊരു ഭാര്യ സാറാമാമ, ലോത്തിനൊരു ഭാര്യ. ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാമിനൊരു സന്തതി ജനിച്ചു, ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ സന്തതിയായി 2 എണ്ണം വന്നു, യാക്കോബും ഏശാവും. ഇവിടെ ഇസ്രായേലിൻ്റെ കഥ ആരംഭിക്കുന്നത്. ഏശാവ് നല്ല വനവേട്ടക്കാരനും വനശാലിയും, യാക്കോബും അമ്മയുടെ ചുരിദാറിൽ കറങ്ങുന്നവൻ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യം, ഇന്നത്തെ കണക്ക് 42 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായി. ചിറ്റാറ് മലയിലും കണ്ട് ഏശാവ് വെടിവെക്കാൻ പോയി. യാക്കോബ് നല്ല പയറുപായസം ശവനപ്പെല്ലാം വെച്ചു. ഏശാവ് നല്ല സ്പീഡിൽ വന്നു. മനിയ എനിക്ക് വെള്ളവും വരണം, പയറുപായസം. അവൻ പറഞ്ഞ എല്ലാം ശരിയാകും, ജ്യേഷ്ഠാവകാശം തരണം. നമ്പർ 1 അതവൻ നഷ്ടപ്പെടുത്തി. 2 അപ്പന് കണ്ടു മങ്ങിയ സമയത്ത് പപ്പായ്ക്ക് ഇച്ചിരി വേട്ടയിറച്ചി തിന്നാൻ ഭയങ്കര താല്പര്യം. ഉടനെ ഒരു കാര്യം പറഞ്ഞു. മോനെ വിളിച്ച്, ഏശാവെ തൂക്കുമെടുത്ത് എവിടെങ്കിലും പൊക്കോളാം. മമ്മി ഇത് കൂടാരത്തിൻ്റെ വാതിക്കെ മറിഞ്ഞെന്ന് കേട്ടു. യാക്കോബിനോട് പറഞ്ഞു, മോനെ പപ്പായ്ക്ക് വിസയും ടിക്കറ്റും വരാറായി, വേണമെങ്കിൽ അനുഗ്രഹം മേടിച്ചോളാം.
മനസ്സിലാകുന്നവർക്കായി. മമ്മിയോട് പറഞ്ഞ് എന്താ കാര്യം? അപ്പം മമ്മി പറഞ്ഞ് ഞാൻ കാര്യം ശരിയാക്കി തരാം, നല്ല ക്ലിയറായിട്ട് ഒരു മൃഗസമ്പത്ത് കൊണ്ടൊന്ന് മട്ടൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ആദ്യം ഉണ്ടാക്കിയത് ചങ്ങനാശ്ശേരി ഹാർവെസ്റ്റ് ഒന്നും അല്ല, ഈ സാറാമാമയൊക്കെ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ്. അപ്പം അവനൊരു സംശയം, പപ്പ എൻ്റെ ശബ്ദം കേട്ടാലോ? അപ്പം മമ്മി പറഞ്ഞ് നീ ശബ്ദം മാറ്റണം. പിന്നെ യേശാവിൻ്റെ രോമക്കുപ്പായ ഷട്ടർ ഇടുന്നോലിട്ട് അവൻ ആദ്യം അപ്പൻ്റെ അടുത്ത് ചെന്ന് കണ്ണു വങ്ങിയിരിക്കുക കേട്ടാട്ടെ. അവിടെ ചെന്ന് പപ്പായോട് പറഞ്ഞ് ഭക്ഷണം എല്ലാം റെഡി. അപ്പം പപ്പായ്ക്ക് ഒരു സംശയം, നീ എൻ്റെ ആദ്യജാതനാന്ന് യേശാവ്. അവിടെയും കള്ളം പറഞ്ഞു, ഞാൻ ആദ്യജാതൻ. രണ്ട്, ഇത്ര പെട്ടെന്ന് ഇത് കിട്ടി. രണ്ടാമത്തെ കള്ളം കർത്താവ് തന്നു, മനസ്സിലാകുന്നവർക്കായി. അതുകൂടെ അവൻ കഴിച്ചു കഴിഞ്ഞ് എല്ലാം റെഡിയായി, അനുഗ്രഹം കിട്ടി. മമ്മി പറഞ്ഞു ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സ്ഥലം വിട്ടോളാൻ. അവൻ ദൂക്കുമായിട്ട് വരും. യാക്കോബ് വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെ പോയെന്നറിയാമോ? അവൻ പോകുന്നത് ലാബാൻ്റെ വീട്ടിലേക്കാണ്. അവൻ്റെ അന്ന് ഗൂഗിളും ഇല്ല, ഞങ്ങളുടെ കണക്ക് GPS ഇല്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു തുരുത്തി വെള്ളവും വടിയായിട്ട് വടിയെല്ലാം നഷ്ടപ്പെട്ടു, വെള്ളവും പോയി. അവനൊരു കാര്യം ചെയ്തു, രാത്രി ലൂസിൻ്റെ പട്ടണത്തിൽ ഒരു കല്ല് തലയണയായി വെച്ചു. വീട്ടിൽ പോയാൽ യേശാവ് കൈകാര്യം ചെയ്യും. GPS ലാബാൻ്റെ വീട്ടിൽ പാനില്ല. എന്നും ഗോദ്രേജിൻ്റെ AC ഇട്ട് കിടക്കുന്നവൻ അന്ന് കല്ല് തലയണയായിട്ട് വെച്ചു. അന്ന് അവൻ്റെ കണ്ണുനീര് തലയണയ്ക്കകത്ത്, കണ്ണിനകത്തുനിന്ന് കണ്ണുനീര് തലയണയിൽ ഇറങ്ങി. സ്വർഗത്തിൻ്റെ കോപണി അവന് വേണ്ടി ഇറങ്ങി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എന്ന് രാത്രി നിങ്ങളുടെ കിടക്കപ്പായ്ക്കകത്ത്, പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എന്താ വിഷയമെന്നറിയാമോ? അവൻ പറഞ്ഞു, കർത്താവ് യാത്ര എനിക്ക് അറിയത്തില്ല, എവിടെ പോകണ്ടേന്ന് അറിയത്തില്ല. നല്ല കാര്യം, യാത്രയോട് കൂടെ ഇരിക്കണം, കഴിപ്പാൻ തരണം, കുടിപ്പാൻ തരണം. പിന്നെ എൻ്റെ ഒരാഗ്രഹം, തിരിച്ച് പപ്പായുടെ വീട്ടിൽ, അപ്പച്ചൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. എന്തായാലും ഇവന് ദൈവദർശനം ഏറ്റപ്പം GPS ഗൂഗിളും ശരിയായി. നേരെ പോയി ലാബാൻ്റെ വീട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്. വഴിയരികെ വെച്ച് റാഹേലിനെ കണ്ടു. എന്തായാലും ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ പറഞ്ഞു, നിന്നെപ്പോലെ ഒരുവനെ ഞാൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അപ്പം പറഞ്ഞു, ആടുമാടുകൾ നമ്മുടെ കോന്നിയിൽ എസ്റ്റേറ്റ് എല്ലാം നിനക്ക് തരാൻ നോക്കണം. യാക്കോബ് പറഞ്ഞു, വളരെ സന്തോഷം, ഞാൻ നോക്കിക്കോളാം. യാക്കോബിനോട് ചോദിച്ചു, എന്ത് പ്രതിഫലം തരും? യാക്കോബിനോട് പറഞ്ഞു, ആദ്യം റാഹേൽ, പിന്നെ ലേയ, ബിൽഗാ, സിൽപ്പ, മക്കളെ എല്ലാം തരാം, ഇതും തരാം. റാഹേൽ ആദ്യം നമ്മുടെ നാടൻ ഭാഷ വാട്സപ്പിനകത്ത് റാഹേലിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തവൻ കാലികളെ മേയ്ക്കുന്നു, ആടിനെ മേയ്ക്കുന്നു, റബ്ബർ ടാപ്പ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു. 7 വർഷമായി. ഉടനെ പറഞ്ഞു, അങ്കിളെ കല്യാണത്തിൻ്റെ സമയം. അങ്കിൾ പറഞ്ഞു, വിഷമിക്കണ്ട, ഈ ആഴ്ച തന്നെ നടത്താം. രാത്രി കല്യാണം കഴിഞ്ഞു. അവരുടെ പഴയ കാലത്തെ കല്യാണമായിരുന്നു. രാത്രിയിൽ എന്നത്തെ കണക്ക് ജനറേറ്ററും വെട്ടമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോൾ കാണുന്നു വാട്സപ്പിലെ റാഹേലല്ല, കണ്ണു മങ്ങിയ ലേയ. മനസ്സിലാകുന്നവർക്കായി. ചൈതന്യ തിരുവല്ലയിൽ നിന്ന് ലേസർ അടിക്കുന്ന ലേയ. ഇതാ കൊടുത്താൽ കൊല്ലത്തല്ല, ഇവിടെ വലിയ കുളത്തും കിട്ടും. സ്വോത്രം. കണ്ണു മങ്ങി അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ പറ്റിച്ചു. മനസ്സിലാകുന്നവർക്കായി. അവൻ മഴക്കുണ്ടാക്കി. അപ്പം പറഞ്ഞ് 7 വർഷവും കൂടെ നെല്ല്. അന്നേരം ഉണ്ട് റാഹേലിനെ കിട്ടി, ബിൽഗയെ കിട്ടി, സിൽപ്പയെ കിട്ടി. ഇപ്പം കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല. 20 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലാബാൻ്റെ പിള്ളേർ ഇന്ന് UK പോയോലെ പലരും പോയി. മാഞ്ചസ്റ്ററിൽ, ലിവർപൂളിൽ, ലെയ്റ്റണിലും അവരും മടങ്ങി വന്നു. കോഴഞ്ചേരി ബാങ്ക് നോക്കിയപ്പോൾ ഈ യാക്കോബ് സകല FD ഡിപ്പോസിറ്റ് മാറ്റി. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് മുത്തൂറ്റുകാരുടെ വില്ല അടിച്ചു മാറ്റിയുള്ള സകല വില്ല ആരുടെ കയ്യിലായെന്നറിയാമോ? യാക്കോബിൻ്റെ കയ്യിലായി. പിള്ളേരിടയ്ക്കിടയ്ക്ക് കത്തിയും കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ലാബാൻ്റെ മുഖം പഴയതുപോലല്ല, കടന്തൽ കുത്തിയോളൂ. യാക്കോബ് വിചാരിച്ചു ഇവിടെ നിൽക്കുന്ന രക്ഷയല്ല. ഈ സമയത്ത് UK നിന്ന് വന്ന കുഞ്ഞുങ്ങൾ ഊട്ടി കൊടൈക്കനാലിൽ പോയി, ലാബാനം കണ്ട് കുരിശുമലയിലും പോയി. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അന്നേരം 2 ഇനോവയ്ക്കകത്ത് പെൺപിള്ളാരെ എല്ലാം കൂടെ കൂട്ടി നേരെ യാബോക്കിൻ്റെ കടവിൽ വന്നു. യാബോക്കിൻ്റെ കടവിൽ വന്നപ്പോൾ പെൺപിള്ളാരെ അക്കരെ കയറ്റിവിടാം, യവന് കയറാൻ പോയോ? ഭയങ്കര കുഴപ്പമാണ്. അവിടെ വന്നപ്പോഴും ഈ പാവപ്പെട്ട ലേയ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. ആരോ പറഞ്ഞ് യേശാവ് വരുന്നെന്ന്. മലയാളം. കുത്ത് കിട്ടിയ എവള് തീരട്ടെ, റാഹേൽ എൻ്റെ കൂടെ നിൽക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി. അത്ര ചതിയനായിരുന്നു ഈ യാക്കോബ്. സ്വോത്രം. അവസാനം എന്താ സംഭവിച്ചത്? യവന് പാൻ കഴിയത്തില്ല. അന്ന് സായം സന്ധ്യയിൽ ഒരു ദൂതൻ, പഴയ കാലം, അന്നത്തെ കാലം, യാബോക്കിൻ്റെ കടവില ദൂതൻ വന്നു. ഇവൻ കയറി പിടിച്ചു. മൽപ്പിടുത്തം നടന്നു ഉഷസ്സാകുവോളം. ലാസ്റ്റ് ദൂതൻ അവനോട് ചോദിച്ചു, എന്താ വിഷയം? എന്നെ അനുഗ്രഹിച്ചതല്ലാതെ നിന്നെ വിടത്തില്ല. കുഞ്ഞെ, നിന്റെ പേരെന്താ? യാക്കോബ്. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ സ്വർഗത്തോടും ദൂതനോട് മല്ല് പിടിച്ചതുകൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. അവിടുന്ന് തുടങ്ങിയ സംഭവമായി. ചാനലുകാർ കിടന്ന് അലക്കിയിട്ട് ഒരു കാര്യമില്ല. ഉൽപ്പത്തി പുസ്തകം 32:27. അവനാ ഇന്നത്തെ ഇസ്രായേൽ. ആടുമാടുകളായി കാര്യങ്ങളായി മുന്നോട്ട് വന്നപ്പോൾ അവനൊരു സന്തതി ജനിച്ചു, യോസഫ്. 1 യോസഫ് പൊട്ടക്കിണറ്റിലായി, 2 അടിമച്ചന്തയിലായി, 3 10 പേരുടെ ഭവനത്തിലായി, 4 കാരാഗ്രഹത്തിലായി, 5 അവൻ
ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രി. അപ്പനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ വിസ അവർ കൊണ്ടുവന്നു. അങ്ങനെ ആ അപ്പന് വേണ്ടി രഥങ്ങൾ എത്തിയത്. ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ അവരൊരു ജനമായപ്പോൾ അവർ അവിടെ ഫറവോൻ്റെ അധീനതയിലായി. ഒരു യഹൂദൻ അന്നത്തെ കാലത്ത് ഒരു ഇസ്രായേലുകാരൻ 10 മിസ്രൈമുകാരെ തട്ടും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള കൽപ്പന വരുന്നത്. അവരുടെ കഷ്ടത ഞാൻ നിലവിളി കേട്ടു. പഴയ നിയമത്തിൻ്റെ വിമോചകനായി മോശ എഴുന്നേറ്റു, ആഴമേറിയ ചെങ്കടൽ കടന്നു. പക്ഷേ അവർ വാഗ്ദത്ത കനാനിലെത്തിയില്ല. മോശ സ്വർഗത്തോട് മറുതലിച്ചു, കയ്യിലിരുന്ന വടിയെടുത്തടിച്ചു, പിസ്കാ കൊടുമുടിയിൽ കൊണ്ടുവന്ന് മോശയെ വാഗ്ദത്ത കനാൻ കാണിച്ചു. മോശയ്ക്ക് ശേഷം ഒരുവൻ വന്നു, യോശുവ. ഒരുവനിൽ ആരംഭിച്ചു. മിസ്രൈമിൻ്റെ പാളയത്തിൽ ഒരു ജനമായി മോശയിൽ കൂടി അവർ നടത്തപ്പെട്ടു. യോശുവയും കാലേബും മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് വാഗ്ദത്ത കനാനിനകത്തെത്തി. അവർ ഇസ്രായേൽ മക്കളായി മാറി. ജനം പെരുകി തുടങ്ങി. ഇതാ ബൈബിളും ചരിത്രവും. ജനം പെരുകി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഒരു രാജാവിനെ വേണം. ഒന്നാമത്തെ രാജാവ് കഴുതി അന്വേഷിച്ച് പോയ ശൗൽ, ഒന്നാമത്തെ രാജാവ് 40 വർഷം. അവൻ മാറി. രണ്ടാമത് കാട്ടിനകത്ത് കരമടിച്ച ഒരുവൻ ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി. അതിനുശേഷം മൂന്നാമത്തെ സംഭവമായി ദാവീദിന് ശേഷം ശലോമോൻ 40 വർഷം ഭരിച്ചു. ശലോമോന്റെ പാലനശേഷം ഒരുവൻ വന്നു, അവന്റെ പേര് രഹാബായാം. ആ കാലഘട്ടത്തിൽ ഈ രാജ്യം രണ്ടായിട്ട് വെട്ടുമുറിക്കപ്പെട്ടു. ഒന്ന് ഇസ്രായേൽ, അതിൻ്റെ തലസ്ഥാനമാ ശമരിയ. 2 യഹൂദിയ, അതിൻ്റെ തലസ്ഥാനം ജെറുസലേം. കരമുയർത്തുന്നവർക്കായി ഈ വിഷയമാ അന്താരാഷ്ട്രമായി അവസാനം വരാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ ലോകരാജ്യങ്ങൾ ചിതറി. 19 ഗോത്രങ്ങൾ ഇസ്രായേലിലും 2 ഗോത്രങ്ങൾ യഹൂദിയിലും ഒക്കെ ഭരിച്ച വളരെ ദീർഘമായ ചരിത്രമുണ്ട്, നമുക്ക് തൊടാൻ കഴിയത്തില്ല. അവർ മടങ്ങി വരുന്നു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു, കൊമ്പിള്ളതായി. അവിടം തൊട്ട് പ്രഭാഷണം. ഇന്ന് 22,770 കിലോമീറ്ററായി ഇസ്രായേൽ. ഒരിക്കൽ കൂടെ 6 ഡിസ്ട്രിക്ട്: ടെല്ലവീവ്, ജെറുസലേം, ഡിമോന, യാഫ, ഹൈഫ പ്രോവിൻസ്, ആഷ്കെലോൺ, അഷ്തോദ്. അപ്പുറത്ത് കിടക്കുന്ന പലസ്തീൻ പ്രോവിൻസ് 6780, നസറേത്ത്. അത് കഴിഞ്ഞ് വെസ്റ്റ് ബാങ്ക്, റമല്ല, PLOയുടെ കേന്ദ്രമായ ഇന്നത്തെ റമല്ല. ഇപ്പുറത്ത് കിടക്കുന്ന 271 കിലോമീറ്റർ കിഴക്കൻ ഗാസ, തെക്കൻ ഗാസ. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞു, എക്രോൻ, സഹർ, കാന്യൂനിസ്, റാഫ. ഇതാണ്. ഇതിൻ്റെ നടുവിലൊരു സ്ഥലമുണ്ട്, 673 കിലോമീറ്റർ, ജെറുസലേം. ഇത് അന്താരാഷ്ട്ര വിഷയം. 1948 ഇവിടം തൊട്ടാ കഥ തുടങ്ങുന്നത്. 1948 സ്വാതന്ത്ര്യപ്പോൾ ടെല്ലവീവ് ആരുടെ തലസ്ഥാനം? ജെറുസലേം, ഈ ഇസ്രായേലിൻ്റെ തലസ്ഥാനം. മക്കളെ, അന്ന് ജെറുസലേം ആരുടെ കയ്യിലാണ്? 1 അറബ് ലീഗ്, 2 വഖഫ് ബോർഡ്, 3 UN, ജോർദാൻ്റെ പ്രതി. ഇസ്രായേൽ ഇതിനകത്ത് കയറിയിട്ടിറങ്ങാം, അല്ലാതെ ഒരു കാര്യമില്ലായിരുന്നു. 1948 തന്നെ ഒന്നാമത്തെ അടി തുടങ്ങി. ജെറുസലേമിന് കിട്ടിയില്ല. 56 7 രാഷ്ട്രങ്ങൾ യവനുമായിട്ട് സുഖമായിട്ട് അടിക്കാൻ പോയി, കിട്ടിയില്ല. 1967 ഇതൊരു നിർണായക സംഭവം. 1967 19 വയസ്സുള്ള പയ്യനായിരുന്നു ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി കോഴയം നമ്മുടെ റാന്നി മാർത്തോമ, നമ്മുടെ തിരുവല്ല മാർത്തോമ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന 19കാരൻ. അന്ന് 6 രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ പദ്ധതി വെച്ചു. ആ ഏപ്രിൽ 14 ഒരു പെസകാവ്യാടിൻ്റെ രക്തചന്ദ്രൻ കണ്ട ദിവസം. 1967 ജൂൺ 6 6 രാജ്യങ്ങൾ ആരെ ആക്രമിക്കാൻ തുടങ്ങി? ഇസ്രയേലിനെ ആക്രമിക്കാൻ തുടങ്ങി. അന്ന് ജെറുസലേം പരിഭ്രമപാത്രമാകുന്നത്. വായിക്കാം. ആ ആക്രമണം ബൈബിളിലുണ്ടോ? കൂടെ ചരിത്രം. ഞാൻ പോയാൽ ഭാഷ പിടിക്കരുത്. സങ്കീർത്തനം 83 4 5 യെരൂശലേം പരിഭ്രമപാത്രം. സങ്കീർത്തനം 83 4 5 വായിക്കാം ഭാഷ. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. കിടക്കുന്നു ഇസ്രായേൽ ഒരു ജാതിയാകാതിരിക്കാൻ തക്കവണ്ണം അവരെ മുടിച്ചു കളയുക. അടുത്തത്, അവരുടെ പേര് ഇനിയും ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. 67 പറഞ്ഞ കാര്യ പറഞ്ഞത്. ഈജിപ്തിലെ ഏറ്റവും നിർണായകമായ ചക്രവർത്തി നാസർ പറഞ്ഞ വാക്ക, അവരുടെ പേരിനി ആരും ഉച്ചരിക്കരുത്. വായിച്ചാട്ടെ. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്തു. മതി, താഴോട്ട് രാജ്യങ്ങളുണ്ട്, വീട്ടിൽ ചെല്ലണം. 1 ഇറാഖ്, 2 ജോർദാൻ, 3 സിറിയ, 4 ലെബനോൻ, 5 ഈജിപ്റ്റ്, 6 സൗദി അറേബ്യ. ഇത്രയും രാജ്യങ്ങളാ ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇവിടെ നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് നിന്ന് കേൾക്കണം. അന്ന് ചെറിയ ഇസ്രയേലാ, അവർക്ക് 30,000 പട്ടാളേ ഉള്ളു. ഏകദേശം ഒരു 30-ൽ പരം വിമാനങ്ങളേ ഉള്ളു. ഈജിപ്തിൻ്റെ കസ്റ്റഡി വിമാനമുണ്ട്. സൗദിയുടെ ഭടന്മാർ അവിടെ കിടക്കുന്നു. സിറിയക്കാരുണ്ട്. അത് കഴിഞ്ഞ് ജോർദാൻകാരുണ്ട്. ലെബനോൻകാരോ ലിബിയക്കാരോ എല്ലാം കൂടെ ഉണ്ട്.
ആ സമയത്ത് അന്നത്തെ ഇസ്രയേലിൻ്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കമാൻഡർ കൂടായിരുന്നു. അവൻ്റെ പേര് മോശി ദാൻ. അദ്ദേഹമാ ആ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഈജിപ്തിലെ നാസർ പറഞ്ഞത് ഈ വാക്യം പാസ്റ്റർ വായിച്ചത്, 48 മണിക്കൂർ കൊണ്ട് ഇസ്രയേലിനെ ഞങ്ങൾ തീർക്കും, ലോകത്തിൽ ഇനി ഒരുത്തരും കാണത്തില്ല. എന്താ? ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ വിമാനങ്ങൾ, അപ്പുറത്ത് ലക്ഷക്കണക്കിന് പടയാളികൾ നിൽക്കുക. ഈ റാഫ ഗേറ്റിലൊക്കെ ഇങ്ങോട്ട് ഇടിച്ചു കയറാനായിട്ട്. എവിടുന്ന? ഈജിപ്തിൽ നിന്ന് ഇസ്രയേൽ പിടിക്കാനായിട്ട്. ഇവരുടെ പാളയത്തിൽ ഉറക്കമില്ല. പടയാളികളെല്ലാം ചെന്നു. അല്പ വിമാനങ്ങൾ കിടപ്പുണ്ട്. മോശിദാൻ അദ്ദേഹം ഒരു സയോണിസ്റ്റായിരുന്നു, പ്രാർത്ഥിക്കുന്നവൻ. അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയും, സാറേ 100 കണക്കിന് വിമാനം ദാ കിടക്കുന്നു, പടയാളികൾ നമ്മുടെ രാജ്യത്തെ തകർക്കുവാൻ പദ്ധതി വച്ചിരിക്കുന്നു, 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന രാഷ്ട്രമുണ്ടാകത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടെ പറയാൻ, ലക്ഷക്കണക്കിന് പടയാളികൾ, 100 കണക്കിന് വിമാനങ്ങൾ, സൈന്യം മാർച്ച് ചെയ്യാനിരിക്കുന്നു, ഗോലാനിന്നും സിറിയെന്നും ഒക്കെ ഇറങ്ങാതിരിക്കുമോ? അദ്ദേഹം കരമുയർത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഈജിപ്തിന് വിമാനം കാണും, സിറിയയ്ക്ക് പടയാളികൾ കാണും, സൗദിക്കാരൻ്റെ ആയുധങ്ങളൊക്കെ ഇവിടെ കാണും, പക്ഷേ അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിലുണ്ട്. കരമുയർത്തുന്നവർക്കായി അദ്ദേഹം പറഞ്ഞതാ. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, മോശിദാൻ കരമുയർത്തി പറഞ്ഞു, അവൻ പറഞ്ഞൊരു കാര്യമാ, അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിലുണ്ട്. ആരാ? യുദ്ധ ദിവസത്തിൽ വീരനായ യഹോവ. മനസ്സിലാകുന്നവർക്കായി ഇവിടെ മനസ്സിലാക്കണം. അദ്ദേഹം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. 3 പൈലറ്റുമാരെ വിളിച്ചു. നിങ്ങളുടെ ജീവൻ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ഇത് നിങ്ങൾ ചെയ്യണം. വെളുപ്പിന് 3 മണിക്ക് 35 മിനിറ്റ് മതി, 3 വിമാനം എടുക്കണം. 150 മീറ്റർ ഉയരരുത്. 150 മീറ്റർ ഉയർന്നാൽ റഡാറിൽ കിട്ടും. ആ സമയത്ത് ഈജിപ്തിൻ്റെ ആൾക്കാർ കടന്നുറക്കുക, പടയാളികൾ കാവൽ നിൽക്കുക, ആരും അറിയത്തില്ല. 150 മീറ്ററിൻ്റെ താഴെ വിമാനം പറത്തി ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ ഇറങ്ങണം. ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ അവരുടെ യുദ്ധവിമാനത്തിൻ്റെ മേളിൽ കൊണ്ട് ഇടിച്ചങ്ങ് തീർക്കണം. കഴിഞ്ഞ പണ്ട് ഈ ബില്ലാഡിൻ സൗദി കൊണ്ട് ടിൻ ടവറിനെ ഇടിച്ചതുപോലെ ന്യൂയോർക്കിൽ ചെന്ന് ടിൻ ടവറിനെ ഇടിച്ചോളാം. അപ്പം 3 പൈലറ്റുമാർ, ഇസ്രയേലുകാർ ഭയങ്കര ബുദ്ധിയുള്ള, അവർ പറഞ്ഞ് ഞങ്ങൾ ചെയ്യാം. 3 മണിക്ക് 3 വിമാനം ഇസ്രയേലിൻ്റെ ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ടിൽ നിന്ന് യാത്ര 150 മീറ്റർ താഴെ ഇല്ല മരത്തിനിടയ്ക്ക് കിളി പറക്കുന്ന പോലെ കയറിപ്പോയി. 3:30 ആയപ്പോൾ ഈജിപ്തിലെത്തി. എല്ലാവരും കടന്നുറങ്ങുക. ഈ വിമാനം അവിടെ കൊണ്ട് ചെന്ന് ഈജിപ്തിലെ എയർപോർട്ടിനകത്ത് ഇടിച്ചിറക്കി. 100 കണക്കിന് വിമാനം കത്തിപ്പോയി. ആ സമയത്ത് ഈജിപ്റ്റ് ഞെട്ടിപ്പോയി. ഇസ്രയേലിന്റെ സൈന്യം അവിടെ കാവൽ നിന്നത്. 1, ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്ന് വെടിവെപ്പ് തുടങ്ങി. 2, സിറിയയിലെ ഗോലാൻ കുന്ന് അവർ പിടിച്ചെടുത്തു. അന്നൊരു കാര്യം ചെയ്തു. ജെറുസലേം അറബ് ലീഗിന്റെ വക്കപ്പോടിന്റെ കയ്യിലിരുന്ന് അവരെ അവിടുന്ന് പറത്തിയിട്ട് പറഞ്ഞു, ഇനി ജെറുസലേം ഞങ്ങളുടെ കരങ്ങളിൽ. കരമുയർത്തുന്നവർക്കായി രണ്ടാമത്തെ പോയിന്റ് ഇവിടെ. നമ്പർ 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ട് യെരൂശലേം ഭാരമുള്ള കല്ല്? യഹൂദൻ ഒരു കാരണവശാലും ഈ യെരൂശലേം വിട്ടുകൊടുക്കത്തില്ല. യെരൂശലേമിനെ പറ്റി 15 ഭാഗങ്ങൾ വിശുദ്ധ ബൈബിൾ. 1, ദാവീദ് അവൻ്റെ പട്ടണമായി അംഗീകരിച്ച സ്ഥലമാണ് ജെറുസലേം. 2, 3 മതങ്ങളുടെ സംഗമഭൂമി, ക്രൈസ്തവ മതം, യഹൂദമതം, ഇസ്ലാം മതം. 3-ാമത്തെ കാര്യം ഹോളി ലാൻഡ്, വിശുദ്ധ നാട്. 4, മക്ക മദീന കഴിഞ്ഞാൽ ഇസ്ലാം സഹോദരങ്ങൾ പറയുന്ന അൽ-അഖ്സ മസ്ജിദ് അവിടെ. 6, 5-ാമത്തെ കാര്യം മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത പാറ. അവിടെ നിന്ന് ഇസ്ലാം സഹോദരങ്ങൾ പറയുന്നത് തെറ്റ്. അവർ ആ പാറയെ പറ്റി പറയുന്നത് ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തിയ പാറയാ ഇവർ പറയുന്ന ഡോം ഓഫ് റോക്ക്. അങ്ങനെ ഒരു പാറയെന്നൊന്നുമല്ല മുഹമ്മദ് നബി ഒന്നും പോയിരിക്കുന്നത്. 5-ാമത്തെ കാര്യം. 6, യേശുവിന് തൈലലേപനം എവിടെയായിരുന്നു? 7, യേശു ക്രൂശിച്ചു വന്ന കിദ്രോൻ തോട് ഇതായിരുന്നു. ആ പാത കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പിടിച്ചതാ. ഇപ്പോൾ യൂട്യൂബിനകത്ത് വരുന്നത് കിദ്രോൻ തോട് വഴി യേശു നടന്ന പാതയല്ല അവരെ കയ്യിലാക്കി. അതാ ഈ യൂട്യൂബിൽ നിങ്ങളുടെ വരുന്നത്. 7, 8-ാമത്തെ കാര്യം യേശുവിൻ്റെ കല്ലറ. ഇതിനോടനുബന്ധിച്ച് അരിമത്യക്കാരൻ്റെ യോസഫിൻ്റെ കല്ലറ. 9, യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 10-ാമത്തെ കാര്യം ഏറ്റവും നിർണായകമായി ഒരു സംഭവമുണ്ട്. എന്താ? യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് സമാധാനമെന്ന് പറഞ്ഞത് ഇതേ പട്ടണത്തിനകത്ത്. മനസ്സിലാകുന്നവർക്കായി. 11, ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം. 12-ാമത്തെ സംഭവമായി ഒരു സംഭവം നടന്നു. എന്ന് 43 പ്രാവശ്യം ജനം ഓടി. 13-ാമത്തെ സംഭവം 30 പ്രാവശ്യം മുറിവേറ്റു. 14, എല്ലാവരും കേൾക്കണം, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയ യഹൂദന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, തിയോഡർ ഹർസൻ. അവൻ്റെ കല്ലറ ജെറുസലേമിൽ അവൻ വിട്ടുകൊടുക്കത്തില്ല. 15, യഹൂദൻ്റെ ആലയം നിൽക്കുന്ന ഇതേ യെരൂശലേമിനോട് ചേർന്ന് അവിടെ വിലാപമതിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗേറ്റ് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു ഭാരമുള്ള കല്ലായി.
അതിൻ്റെ നടുവിൽ വരാൻ പോകുന്നു 3-ാം ലോക മഹായുദ്ധം. അതിനാസ്പദമായി ആ ഭാരമുള്ള കല്ലായിരിക്കുമ്പോൾ ഒരു സംഭവം ആലയത്തിന് വേണ്ടി റെഡി. ഇതാണ്ട് അമേരിക്കയിൽ വന്ന നമ്മുടെ വായാടി ട്രംപ്, എല്ലാവരും കണ്ടാട്ടെ, 1948 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യമായപ്പോൾ അതിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? ടെൽ അവീവ് ആയിരുന്നു. മിസ്റ്റർ ട്രംപ് വന്നു. ജെറുസലേം, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇസ്രയേൽ, ഇതാ കിടക്കുന്നു. ക്ലിയർ ആയിരിക്കണം. ഇതാ സക്കറിയ പ്രവചനം 2. ബാക്കിയൂടെ പറഞ്ഞുതരാം. ട്രംപിൻ്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയതാ ജാറേദ് കുഷ്ണർ. അവനാ യഹൂദൻ വ്യവസായി. ഇവൻ്റെ പാർട്ട്ണറാ ഇന്നത്തെ എലോൺ മസ്ക്. ഈ എലോൺ മസ്കുമായിട്ടും ട്രംപിൻ്റെ മരുമകനുമായിട്ടും ഏറ്റവും ബന്ധമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്ക്, മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് എലോൺ മസ്ക് അവിടെ നിന്ന് കരഞ്ഞു. ആ ചാർലി കിർക്കാ ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നിന്നത്. അതിൻ്റെ അർത്ഥം ഇന്ന് രാവിലെ ഞാൻ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇസ്രയേലുമായിട്ട് യുദ്ധം തുടങ്ങി. ഇസ്രയേലിനൊരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ലോക രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ പോകും. അതുകൊണ്ട് ഈ ട്രംപിൻ്റെ കൂടെ അന്ന് നിൽന്നതാ എലോൺ മസ്ക്. അതുപോലെ അരിസോണ, അമേരിക്കയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ്, ഞാൻ പോയിട്ടില്ല. അരിസോണയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ട്രംപിന് കിട്ടാൻ കാരണം ചാർലി കിർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രംപ് ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്. അവനെ ആരാ കൊന്നെന്നറിയാമോ? അമേരിക്കയിൽ ഏറ്റവും വലിയൊരു വിഷയമുണ്ടായിരുന്നു. എന്താ? ലെസ്ബിയൻ ഗൈ മാരേജ്. ലോകത്തിലെ ലെസ്ബിയൻ സ്വർഗ വിഭാഗക്കാരുടെ പട്ടണങ്ങളാണ് ജെറുസലേം, അതുപോലെ ന്യൂയോർക്ക്. അവിടുത്തെ നാസ്തികനായ ദൈവത്തെ അറിയാത്തൊരു ചെറുപ്പക്കാരന് ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്നു. എത്ര 22കാരൻ, നല്ലൊരു സുവിശേഷകന്, അമേരിക്കയുടെ ഭാവി വാഗ്ദാനത്തെ വെടിവെച്ചു കൊന്നു ചാർലി കിർക്ക്. അദ്ദേഹത്തിൻ്റെ മരണം നിങ്ങൾ കാണണം. അമേരിക്കയുടെ എയർഫോഴ്സും ബാക്കി എല്ലാം കൂടെ പോയത്. അന്നേരം അമേരിക്കയുടെ സെക്രട്ടറി ആരാ? അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ സെക്രട്ടറി. അവ അല്ലെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ മുഴുവൻ ട്രംപ് കഴിഞ്ഞാൽ അമേരിക്കയുടെ സെക്രട്ടറിയുടെ പേരാ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ. നിങ്ങളുടെ ചാനലിലെല്ലാം വന്നിട്ടുണ്ട്. ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ അദ്ദേഹം ഒരു സുവിശേഷം പ്രസംഗിച്ചു. കുമ്പനാട്ടല്ല, തിരുവല്ല സ്റ്റേഡിയത്തിലല്ല, മദ്രാസിലല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അറ്റ് ദ സെക്കൻഡ് ടൈം ജീസസ് ഈസ് കമ്മിങ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മാർക്ക് റൂബിയോ പറഞ്ഞ കാര്യം, അറ്റ് ദ സെക്കൻഡ് ടൈം ജീസസ് ഈസ് കമ്മിങ്, ദ മാൻ ഓഫ് ദ ഗാഡ്. അദ്ദേഹം എഴുന്നേറ്റ് വരുമെന്ന് കരമുയർത്തുന്നവർക്കായി ഒറ്റ പെന്തിക്കോസുകാരനും പറഞ്ഞില്ല. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു, ചാർലി കിർക്ക് ഈസ് കമ്മിങ് ബാക്ക് at the second coming of Jesus. The man is the man of God. അതാ ഇന്ന് നിങ്ങളുടെ പെന്തിക്കോസുകാരുടെ ചാനലിൽ തുണ്ടുപോകുന്നത്. ഉപദേശി പ്രസംഗിക്കാത്തതുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസംഗിച്ചെന്ന് കർത്താവ് മടങ്ങി വരുമെന്ന്. സ്വോത്രം. നമ്മളിന്ന് കടഭാരം മാറ്റിക്കൊണ്ടിരിക്കുക, മനസ്സിലാകുന്നവർക്കായി. വിവരമുള്ളവർക്കറിയാൻ വരുമെന്ന്. സ്വോത്രം. അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്ന വ്യക്തിയായിട്ട് എനിക്കൊരു വിഷയമില്ല, ദൈവം മാപ്പ് കൊടുക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി. അദ്ദേഹം ആ ചാർലി കിർക്ക്, ഇവരെല്ലാം ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിരുന്നു. അതാ ട്രംപിന് ഇത്രയും ദുഃഖമായത്. ഇതാ കിടക്കുന്നു ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. 3-ാമത്തെ പ്രവചനം. UN-നകത്ത് അതാ അവർ പറഞ്ഞ്, പലസ്തീൻ ഞങ്ങൾ ഒരു അതോറിറ്റി ആയിട്ടേ കൊടുക്കത്തുള്ളൂ, ഒരു രാഷ്ട്രമായിട്ട് കൊടുക്കത്തില്ല. 3 പ്രവചനം ഇവിടെ നിവർത്തിയാകുന്നു. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം. ദാ വായാടി ട്രംപ് ഭാരമുള്ള കല്ലാക്കി മകൾ എംബസി തുറന്നു. ദാ കിടക്കുന്നു ഇസ്രയേൽ ജൂതരാഷ്ട്രമെങ്കിൽ ഇന്ന് സകല യഹൂദനും മടങ്ങി വരുന്നു. അതാ ഏറ്റവും നിർണായകമായ വിഷയം. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രയേലിൻ്റെ ഇന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അമ്മ യഹൂദ സ്ത്രീ ആയിരിക്കണം, അപ്പനാരായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മടങ്ങി വരാം. ബൈബിളിൻ്റെ പ്രവചനം. യഹൂദൻ മുഴുവൻ മടങ്ങി വരുമോ? ഇസ്രയേലിൽ എന്ത് സംഭവിക്കും? എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 24-ാമത്തെ വാക്യം. ദ ലാസ്റ്റ് കാളിംഗ് ഓഫ് ജൂയിഷ് സെറ്റിൽമെന്റ് ആൾ ഓവർ ദ വേൾഡ്, ദേ വിൽ ബാക്ക് ടു ജെറുസലേം. എല്ലാവരും മടങ്ങി വരുന്നു. വായിക്കാം ബൈബിളിലെ പ്രവചനം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശത്ത് നിന്ന് മടക്കി കൊണ്ടുവന്ന് സ്വന്തം ദേശത്ത് കൊണ്ടുവരും. കരമുയർത്തുന്നവർക്കാൽ. അതുകൊണ്ടാണ് യഹൂദൻ മുഴുവൻ മടങ്ങിപ്പോയത്. ഇന്ന് കൊച്ചി മട്ടാഞ്ചേരി ചെല്ലണം, ഒറ്റ യഹൂദന്മാരുമില്ല. 2 മാസം മുമ്പ് വൈപ്പിൻ കൺവെൻഷനിൽ ഞാൻ പോയി. IPCയിലെ സെൻട്രൽ പാസ് വീട്ടിൽ നിന്ന് രാത്രി ചപ്പാത്തി കഴിച്ച് രാത്രി പോരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇവിടെ ഈ മട്ടാഞ്ചേരി സൈഡ് വീട് വല്ലതും കൊടുക്കാണ്ടോ യഹൂദൻ വിട്ടിട്ട് പോയത്? പാസ്റ്റർമാരിൽ പുള്ളി ആദ്യം എന്നോട് ചോദിച്ചാൽ കാശുണ്ടോന്ന്. സന്തോഷമില്ലല്ലോ സോദരൻ. ഞാൻ പറയും പ്രസംഗിച്ച കാശ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറയാം, പാസ്റ്റർ അവന്മാർ കൊടുക്കുന്നില്ല, ഒന്നുണ്ട് ഞാൻ മേടിച്ചേന്, എല്ലാം പൂട്ടിയിട്ടാണ് പോയേക്കുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു, ഇനി ബാബുച്ചേട്ടൻ മാത്രം ഉണ്ടെന്ന്, ബാക്കി എല്ലാം പോയെന്ന്. മനസ്സിലാകുന്നവർക്കായി. മട്ടാഞ്ചേരിയിൽ ഒറ്റ ഒരെണ്ണമില്ല, വീടെല്ലാം പൂട്ടിയിട്ടേക്ക്. ബുദ്ധിമാന്മാരാ
എന്താ വെച്ചാൽ ഓൺലൈനിൽ കരവും വെള്ളവും അടച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി അങ്കമാലിയിലില്ല, കൊരട്ടിയിലില്ല, ചാലക്കുടിയിലില്ല, ഇരിങ്ങാലക്കുടയില്ല, മൊത്തം യഹൂദന്മാരുടെ സ്ഥലമായിരുന്നു. മാള കേട്ടവർക്കായി. മാള മലയാളമല്ല, മാ ഇലാഹ, അലയുന്ന യഹൂദൻ. പണ്ട് കേക്കരനാരം മത്സരിച്ച തൃശ്ശൂരിലെ മാള യഹൂദൻ്റെ സ്ഥലം. സ്വോത്രം. അവരെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ബാക്കിയൂടെ കേൾക്കണം. വടക്കേ ഇന്ത്യ മനസ്സേ ഗോത്രമായിരുന്നു. ആസാം, മണിപ്പൂർ, ഷില്ലോങ്, മേഘാലയ, ഇവിടുന്ന് എല്ലാം നാഗാലാൻഡ് മൊത്തം യഹൂദന്മാരും പോയി. അമിത്ഷായ്ക്ക് ഹല്ലേലൂയായും കൊടുത്തിട്ട് ഞങ്ങൾ പോവുകയെന്ന്. എത്ര ക്ലിയറായി സകല യഹൂദനും മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ഓൺലൈനിൽ കാണുന്ന സുഹൃത്തുക്കൾ, ഇസ്രയേലിൻ്റെ സുന്ദരമായ എയർപോർട്ടാണ് ഡേവിഡ് ബെൻഗൂറിയോൻ. അവിടെ ഒരു ടെൻ്റ് അടിച്ചിരിക്കുന്നു, കുമ്പനാട് കൺവെൻഷൻ സ്റ്റാൾ അടിച്ചോള്. അതിൻ്റെ പേരാ റോഷ് ഹോസന്ന. ഞങ്ങളുടെ അവസാനത്തെ ശബത്തിന് വേണ്ടി ഞങ്ങൾ മടങ്ങി വരുന്നു. എത്ര ക്ലിയർ ബൈബിൾ. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേര് ഏലാ താഴ്വര. അതിന് ഇസ്രയേൽ വിളിക്കുന്നു എലാത്ത് വാലി. അവിടെ ലൈറ്റ് ഇട്ട് കേരളത്തിലെ ലൈഫ് മിഷൻ ആറന്മുള വീട് പണിയുന്ന പോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീട് പണിയുന്നു. ഇവിടുത്തെ ബഹുമാനപ്പെട്ട ടൈറ്റസ് പാസ്റ്റർ കൺവെൻഷന് വേണ്ടി ഒരു ചെറിയ ബ്ലോക്ക് അടിച്ചപ്പോൾ ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് 6500 വീടുകൾക്ക് തറക്കല്ലിട്ട് കഴിഞ്ഞു. മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി. ബൈബിൾ അത്ര ക്ലിയർ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേൽ ജനത മടങ്ങി വരുന്നു. അംശമായ കാഠിന്യം. ഇതിൻ്റെ പേര് 3-ാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവർ മടങ്ങി വരുന്നത് എന്തിനു വേണ്ടി? അങ്ങനെയെങ്കിൽ യെരൂശലേം ഒരു അന്താരാഷ്ട്ര വിഷയമാകുമോ? അതാ ഇന്നത്തെ നിങ്ങളുടെ പത്രവാർത്ത. എല്ലാ ലോകരാജ്യങ്ങളും പറയുന്നു പലസ്തീൻ ഒരു രാഷ്ട്രമായി കൊടുക്കണം. പക്ഷേ ഇന്നത് കൊടുക്കാൻ അമേരിക്ക ഒരുവൻ ഇങ്ങനെ വീറ്റോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രസംഗം. എന്താ വീറ്റോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരാം. എന്താ? അമേരിക്കയിൽ ഒരു മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ. ദാണ്ടേ നിങ്ങളുടെ അമേരിക്കക്കാരുണ്ട്, ലൈവ് കൂടെ കൊടുത്തോണം. ഇസ്രയേലിനെ ഒബാമ ചതിച്ചു. കേട്ടാട്ടെ. 2000 അദ്ദേഹം 13 കാലഘട്ടം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒബാമ ഒരു കാര്യം ചെയ്തു. UN ഒരു കത്ത് കൊടുത്തു. യെരൂശലേം അറബികൾക്ക് വിട്ടുകൊടുക്കണം. ഈ കത്ത് അവിടെ ഇരിപ്പുണ്ട്. അന്നത് ചർച്ചയ്ക്ക് വന്നില്ല. പക്ഷേ ഈ കത്ത് ചർച്ചയ്ക്ക് വന്നാൽ UN പാസ്സാവത്തില്ല. UN രക്ഷാസമിതി 5 അംഗങ്ങളാണ്. വീറ്റോ പവർ. 1 അമേരിക്ക, 2 ബ്രിട്ടൻ, 3 ഫ്രാൻസ്. യവന്മാർ 3 പേര് റഷ്യയിലൂടെ. വേറെ 2 ചേട്ടന്മാരുണ്ട്, ചൈനയും റഷ്യയും. എവരാ വീറ്റോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി UN എഴുന്നേറ്റു. 142 രാജ്യങ്ങൾ കൈ ഉയർത്തി പലസ്തീൻ രാഷ്ട്രമാക്കണം. അമേരിക്ക വീറ്റോ ചെയ്ത് അവിടെ നിൽക്കട്ടെ, പിന്നെ ആലോചിക്കാം. മനസ്സിലാകുന്നവർക്കായി. ഇതാ ഒബാമ ആരെ ചതിച്ചെന്നറിയാമോ? അമേരിക്കയെ ചതിച്ചിട്ട് പോയിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു സംഭവം നടക്കും. സാധാരണ വ്യക്തിയല്ല കത്ത് കൊടുത്തത്, ആറന്മുള MLA അല്ല കൊടുത്തത്, അമേരിക്കൻ പ്രസിഡന്റ് കത്ത് ഇന്ന് UN അങ്ങനെയെങ്കിൽ ഈ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകണം. അമേരിക്ക UN നിറങ്ങിപ്പോണം. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോന്നു. വരുമോ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം? എല്ലാവർക്കും കേൾക്കാം. ഇരമ്യ പ്രവചനം ബൈബിൾ എടുത്താട്ടെ. അതായി അമേരിക്കയുടെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്ക ഇരമ്യ പ്രവചനം 22-ാം അധ്യായം 21, 22 വാക്യങ്ങൾ പാസ്റ്റ് വായിക്കുന്ന അക്കമിട്ട് കേട്ടോണ്ട് എഴുന്നേൽക്കാവും. ജെരമ്യ ചാപ്റ്റർ 21 വേഴ്സ് 21-22 വായിക്കാം. ഇരമ്യ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അവിടെ നിന്നാട്ടെ. ഇവിടെ പണ്ടേ അവൻ തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ടേ പോകും. സ്വോത്രം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്. ഇതാ ഇസ്രയേൽ. നീ എൻ്റെ ബാല്യകാലത്ത് നിന്നോട് ഞാൻ സംസാരിച്ചു. പാസ്റ്റർ വാക്യം മാറ്റരുത്. നീ എൻ്റെ വാക്കനുസരിക്കുകയില്ല. നിന്റെ കൊച്ചുനാളിലെ ശീലം. വാക്കനുസരിക്കാത്ത എത്ര പേരുണ്ട്? 2 പേരുടെ കാര്യം പറയാം. 1 കഴുത അന്വേഷിച്ച് പോയ നല്ലൊരുത്തനുണ്ടായിരുന്നു, ശൗൽ. അവനെ പിടിച്ച് ഇസ്രയേലിൻ്റെ രാജാവാക്കി. അപ്പം ഞങ്ങളുടെ ഉപദേശമാരെ കണക്ക് വീടും കാറും കിട്ടിയപ്പം വന്ന വഴി മറന്നു, എല്ലാം മറന്നു. പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, ഒന്നുമില്ല. ശൗലിൻ്റെ ഒരു മോനുണ്ടായിരുന്നു. അവൻ്റെ പേരാ യോനാഥാൻ. പിന്നെ ശൗലിന് വളരെ വിഷയങ്ങളും ഉണ്ടായിരുന്നു. അന്നേരം പാവപ്പെട്ട ദാവീദ് ഇടയ്ക്കടുത്ത് ഗിറ്റാർ എടുത്ത് വായിച്ചുകൊണ്ടിരുന്ന നാടൻ മലയാളം. ആ സമയത്ത് യവനിലെ ദുരാത്മാവൊക്കെ വിട്ടുപോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ദാവീദിൻ്റെ പേര് കുന്തറിയാൻ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. ഗിൽബോവ പർവ്വതനിര. കേട്ടോണേ. വാക്കനുസരിക്കാത്ത ശൗൽ, അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് യോനാഥാൻ, ഇവരെല്ലാം കൂടെ പോയി ശൗലിൻ്റെ കൂട്ടരെ എല്ലാം അങ്ങ് തട്ടി പ്രിയ മകൻ യോനാഥാനെ റെഡിയാക്കി. അപ്പം ശൗൽ സാധാരണ അല്ല, ഈ ദാവീദിനെ എറിയുന്ന കുന്തമായിട്ടാണ് പോയത്. സ്വോത്രം. നാടൻ ഭാഷ, കോഴഞ്ചേരിക്കാരുടെ ഭാഷ പറഞ്ഞാൽ ശൗൽ ഇച്ചിരി അരിസ്റ്റോക്രാറ്റിക് ഫാമിലിക്കാരനായിരുന്നു. ശത്രുവിൻ്റെ വാൾ വേണ്ട. അവൻ്റെ കയ്യിലിരുന്ന കുന്തം കുത്തിയിട്ട് അത് നെഞ്ചിനകത്ത് കുത്തിക്കൊണ്ട് ഇസ്രയേലിൻ്റെ 1ാമത്തെ രാജാവ് പോയത്.
നീ വഴി വിട്ട് പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയാൽ ദൈവം നിന്നെ തീർത്ത് കളയും. ബൈബിളിൽ ഒരു നല്ല പ്രസംഗമുണ്ട്, കോഴഞ്ചേരിക്കാർ കേട്ടാൽ പിന്നെ ആരും കൺവെൻഷൻ വരത്തില്ല. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? കരമുയർത്തുന്നവർക്കായി. വന്ന വഴികൾ മറന്ന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ശൗൽ അവിടെ വീണ് പോയി. ശൗലിൻ്റെ മോനെ പറ്റി നല്ലൊരു പയ്യനായിരുന്നു യോനാഥാൻ. പക്ഷെ അവൻ കഴുക്കോലെ പിടിച്ച് നിന്ന പാരമ്പര്യത്തിൽ, അതുകൊണ്ട് ആ കുഞ്ഞ് പോയത്. എന്നാൽ പാരമ്പര്യത്തിൻ്റെ കഴുക്കോലെ പിടിക്കാത്ത ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. കോരഹിൻ്റെ മക്കൾ, മലയാളം ദാദാൻ, അബീരാം, കോരഹ്. അവർ ചർച്ചിനെതിരെ പദ്ധതി വെച്ചു, സ്വർഗം സംസാരിച്ചു, പിള്ളേരോട് പറഞ്ഞ് നിങ്ങൾ തീർന്നു പോകും. അപ്പന്മാരോട് എന്ന് പറഞ്ഞ് അയ്യോ ചാക്ക് സിമെൻറ്റ് നാട്ടുകാർ പൈസയൊക്കെ തന്ന് ഉപദേശം ഓപ്പൺ ചെയ്ത ചർച്ച ഇത് പൂട്ടിക്കാൻ നിൽക്കല്ലേ. നമ്മുടെ ചില കമ്മിറ്റിക്കാർ പറയുന്ന പോലെ ഞാൻ ചർച്ച പൂട്ട് ഉപദേശിച്ച് പെരുവഴിയാക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞതാ ദാദാൻ, അബീരാം, കോരഹ്. കുഞ്ഞുങ്ങൾ പറഞ്ഞു നെവർ, നിങ്ങളുടെ കൂട്ടത്തിലില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ കുളത്ത് പാസ്റ്റർ ഞങ്ങളെ പെയ്ത്തോമി കയറ്റിയില്ലേലും വാതിൽക്കൽ നിന്ന് കരമുയർത്തി ഞങ്ങൾ യഹോവ വിശ്വസ്തൻ എന്ന് പറയും. അവൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തണേ. യോനാഥാൻ പട്ടുപോയപ്പോൾ അപ്പൻ്റെ പാരമ്പര്യം നോക്കാതെ അപ്പന്മാരെ കുത്തിത്തിരിപ്പിനും കേസിനും പോകാതെ ഇറങ്ങി തിരിച്ചൊരു കാര്യം പറഞ്ഞു, പള്ളി കയറ്റിയില്ലേലും പുൾപിറ്റി കിട്ടിയാലും കീബോർഡ് വായിച്ചില്ലേലും കരമുയർത്തി ഹല്ലേലൂയ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണേ. ആ കുഞ്ഞുങ്ങളുടെ നാവിൽ കൂടി സങ്കീർത്തനം പകർന്നവനാ സ്വർഗത്തിലെ ദൈവം. കോരഹിൻ്റെ മക്കൾ, വചനം മനസ്സിലാകുന്നവർക്കായി. ചങ്കത്ത് വചനം കയറണം, സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. ഭൂമി പിളർന്നു. ദാദാൻ, അബീരാം, കോരഹ് പോയി. പഴയ വാക്ക് നീ അനുസരിക്കത്തില്ല. അപ്പം ഒന്നാമത്തെ രാജാവ് ശൗൽ കഴിഞ്ഞിട്ട് ഒരുവൻ വന്ന് ദാവീദ്, കാട്ടിനകത്ത് കരമടിച്ചവനെ ഇപ്പം രാജാവാക്കി, ടൊയോട്ട ഫോർച്യൂണറായി. ഇപ്പം സഭായോഗത്തിനുമില്ല, ഉപവാസത്തിനുമില്ല, ഓണത്തിൻ്റെ ഓഫറിനകത്ത് ആപ്പിളിൻ്റെ ഐഫോണും കിട്ടി. സന്തോഷമില്ലല്ലോ. രണ്ടാമത്തെ നിലയിൽ നിന്നിട്ട് വൈകിട്ട് കട്ടൻ കാപ്പി കുടിച്ചിട്ട് കറക്കായവൻ്റെ പരിപാടി മനസ്സിലാക്കുന്നവർക്കായി. നല്ലൊരു അമ്മാമയും കിട്ടി, ഊര്യാവിൻ്റെ ഭാര്യ. ഓട്ടോറിക്ഷയ്ക്കകത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു പോയി. രാവിലെ ബുക്ക് വായിച്ചപ്പോഴാണ് പാപത്തെപ്പറ്റി ഓർമ്മ വന്നത്. അമ്മാമ്മ ഗസ്റ്റ് ഹൗസിലുണ്ട്. പടയാളിയെ വിളിച്ചിട്ട് പറഞ്ഞു ഊര്യാവിനെ കൊണ്ടുവരണം, അമ്മാമ്മയുടെ ഇവിടെ താമസിക്കണം, നമുക്ക് ചെങ്ങന്നൂർ തോംസൺ ബേക്കറിയിൽ നിന്ന് നല്ല ചിക്കനൊക്കെ കൊടുക്കണം. മനസ്സിലാകുന്നവർക്കായി കേട്ടു. ഊര്യാവിൻ്റെ ഭാര്യയെ വെച്ച് ഗസ്റ്റ് ഹൗസിലാക്കി. ഊര്യാവിനെ വിളിച്ചിട്ട് ദാവീദ് പറഞ്ഞു നീ ഇവിടെ നിന്നാൽ മതി, ഭാര്യയായിട്ട് സന്തോഷമായിട്ട് കഴിക്കുക, ഞാൻ തിരുവല്ല തോംസണിൽ നിന്ന് മഞ്ഞാടി നിന്നെല്ലാം കൊണ്ടുതരാം. അപ്പോൾ ഊര്യാവ് പറഞ്ഞ് ഞാനോ എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയായിട്ട് സഹിക്കാനാണോ? അപ്പോൾ വഴിപ്പെടത്തില്ല. അവനെ അങ്ങ് കൈകാര്യം ചെയ്തു ഊര്യാവിനെ. സ്വോത്രം. അങ്ങനെ ഭയങ്കര പാപമാരായിരിക്കും ഇവിടെ. കോഴഞ്ചേരി 21 ഉപവാസം. സന്തോഷമില്ലല്ലോ. അപ്പോൾ ദാവീദ് വിചാരിച്ചു ഇതോടുകൂടി ബന്ധനമടിയും കെട്ടുകളടിയും ആരാധനയെങ്കിൽ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പഴയ വെള്ള ഉടുപ്പും വെള്ളം കൊണ്ടുപോയിട്ടൊക്കെ പോയി. നല്ല ഉപവാസം, നല്ല ദൈവദാസന്മാർ. 18 ഉപവാസം മുടിവാകത് 19, 20, 21 കടശി നാളുകളിൽ ഒരു തമിഴ്നാട്ടിൽ നിന്ന് അരുമയാന ഒരു ഊളിയക്കാരൻ വന്ന്, അവർ പേർ നാദാൻ, നല്ല ഇടിവെട്ട് പ്രവാചകൻ. മനസ്സിലാകുന്നവർക്കായി. ഇങ്ങോട്ട് വന്ന് ഭൂതശാന്തി, അത്ഭുത രോഗശാന്തി. ദാവീദ് പറഞ്ഞു ഇതോടുകൂടി ശരിയാവും. 5 സെക്ഷൻ. വെള്ളി പകല്, വെള്ളി രാത്രി, ശനി പകല്, ശനി രാത്രി, ഞായറാഴ്ച കർത്തൃമേശയോട് തീരുക. നല്ല ഇടിവെട്ട്. അന്നൊരു പാട്ട് വെക്കുന്നത് ദാവീദ് പാടി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. ഉച്ചയ്ക്ക് യോഗം മുടിഞ്ഞു. പാസ്റ്ററോട് പറഞ്ഞു, നാദാൻ പറഞ്ഞു ഞാൻ ട്രെയിനകത്ത് പോകാൻ പോവാ. ദാവീദ് പറഞ്ഞു തമിഴ് ഭാഷ, അയ്യാ നിങ്ങൾ പോകക്കൂടാതെ എൻ വീട്ടുക്കുള്ള വന്ന അരുമയാനൊരു പാടലെ പാടി എനിക്ക് ജപത്തെ കൊടുക്കെങ്കിൽ. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ഞാൻ ഈ തമിഴ് പറയാൻ കാര്യമുണ്ട്. കേരളത്തിലെ പെന്തിക്കോസുകാർ കാലെപ്പ പിടിച്ചെന്ന് നോക്കിയാൽ മതി. സന്തോഷമില്ലല്ലോ. அதுக்கு தான் இந்த நாட்களிலே உலகத்தின் முடிவு கடைசிக்கால செய்திகளும் பேசுகிறதுக்கு குமரி மாவட்டத்தில் உண்மையான செய்தியை கொடுக்குது. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പിടിച്ച് കുഴപ്പമില്ല. നമ്മളെല്ലാം വിദ്യാഭ്യാസവും കഴിഞ്ഞത്. ഇവർ അനിൽ സാറ് എത്ര പോസ്റ്റ് ഇട്ടാലും യവൻ കാല് വലിച്ചാലും ഇല്ലേ വടക്കേ ഇന്ത്യ നമ്മൾ പോയി പ്രസംഗിക്കും. കുഴപ്പമില്ല, ഒരു വിഷയവുമില്ല. തമിഴ്നാട്ടിൽ ഈ വർഷം അവസാന ഭാഗങ്ങൾ മൊത്തം നാഗർകോവിൽ, മുഴുവൻ കന്യാകുമാരി, മുഴുവൻ കൺവെൻഷനിൽ അവർ വിളിച്ചിരിക്കുക. ചെല്ലുമ്പോഴേ അവർ പറയും അയ്യാ വേറെ ഒന്നുമേ പേസക്കൂടാതെ இந்த നാളുകളിൽ ഉലകത്തിൻ മുഴുവൻ കടസിക്കാല ചെയ്തികളും പേശുகிறது അയ്യാ. സന്തോഷമില്ലല്ലോ. കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുക. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് അപ്പോൾ പിന്നെ പാസ്റ്ററോട് പറഞ്ഞു വണ്ടിക്കൂലിയൊക്കെ ഞാൻ കൊടുത്തോളാം. ഫോർച്യൂണറിൽ കയറി നേരെ ദാവീദ് അവിടെ ദാവീദിൻ്റെ വീട്ടിൽ ചെന്ന് ആരാന്നറിയാമോ? നമ്മുടെ നാദാൻ ചെന്ന് ആദ്യം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു മധുരമില്ലാത്ത ടീയൊക്കെ കൊടുക്കാൻ ഒരു പാട്ട് പാടി. നാനും എൻ വീടും എൻ വീട്ടാരനൈവരും. നല്ല പാട്ടൊക്കെ കേട്ടപ്പോൾ ദാവീദ് വിചാരിച്ചാൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. സ്വോത്രം. അടുത്ത മട്ടൻ ബിരിയാണി ഒരുക്കിയപ്പോൾ നാദാൻ പറഞ്ഞു അയ്യാ കൊഞ്ചം വെക്കാറുങ്ക ചേട്ടൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. നല്ല ഒരു കഥ.
ദാവീദിനോട് പറഞ്ഞു, ഒരു കഥ കേട്ടിട്ട് നമുക്ക് കഴിക്കാം. ഒരു രാജ്യം, ഒരു നല്ല ഭരണാധികാരി, അവൻ്റെ കീഴിൽ ഒരു ധനവാൻ്റെ കീഴിൽ പാവപ്പെട്ട ഒരുവനുണ്ട്. അവനൊരു ചെറിയ ആടുണ്ട്. അപ്പോൾ ആടിൻ്റെ പാല് കൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധനവാൻ്റെ വീട്ടിനകത്ത് വലിയൊരു വിരുന്നുകാരൻ വന്നു. വീട്ടിനകത്ത് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടം പോലെ സാധന സാമഗ്രികൾ ഉണ്ടായിട്ട് അത് പിടിക്കാതെ പാവപ്പെട്ട കർഷകൻ്റെ വീട്ടിലെ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അറത്താതിനകത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കി. ഈ ആട്ടിൻ്റെ കൂടെ കടന്ന് കരമടിച്ചവനായതുകൊണ്ട് ആട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ദാവീദ് നിന്ന് കസേരയിൽ എഴുതിട്ട്, ആരോ ആ കൊലച്ചതി ചെയ്ത്? ഞങ്ങളെപ്പോലുള്ള അച്ചായന്മാരാന്ന് പറഞ്ഞ, അച്ചായൻ ഇരിക്ക്, ഞങ്ങൾ ബാംഗ്ലൂരിൽ നാളെ ഇറക്കാൻ സഭയിൽ ആരോടും പറയല, മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് നാദാൻ നെഞ്ചത്ത് നോക്കി പറഞ്ഞു, ദാവീദേ, ആ പാതകം ചെയ്ത കൊലപാതകൻ നീയ, മനസ്സിലാകുന്നവർക്കായി. ഇതാ പ്രവചനം. അല്ലാതെ കോഴഞ്ചേരി സഭയിൽ വന്നിട്ട് കുഞ്ഞമ്മാമയുടെ തല കറക്കിയിട്ട് മേനെ തെക്കേ ഊർവശി മോനെ തെക്കേ അമേരിക്ക അയക്കാന്ന്, ഇതല്ല പ്രവചന സ്തോത്രം. അതുകൊണ്ട് ചേച്ചിമാരോട് പറയുക, പച്ചയ്ക്ക് പെന്തിക്കോസിനെ തകർത്തത് ഒരു ഭാഗം കള്ളപ്രവാചകന്മാരാണ്. സ്തോത്രം. പണ്ടത്തെ കാലത്ത് ഒരു പ്രവാചകൻ പോകുന്നെന്ന് പറഞ്ഞാൽ എന്താ, 7 ദിവസം ഉപവസിക്കും, കർത്താവിനോട് പ്രാർത്ഥിക്കും, സ്വർഗമേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാനുള്ള ദൂത് എന്നെ വെളിപ്പെടുത്തണം. സ്തോത്രം. ഇന്ന് എൻഫീൽഡിൻ്റെ ബൈക്ക് വന്നിട്ട് കുഞ്ഞമ്മാമയുടെ ചിന്നമ്മാമയുടെ തലയിട്ട് കറക്കുക. സ്തോത്രം. അവസാനം തല കറക്കി കാശ് പോയാൽ ഒരു കാര്യം ഞാൻ പറയാം, പുഷ്പഗിരി ഡൊമിനിക് ഡോക്ടർ അടുത്ത് പോയി പിന്നെ അവസാനം ഇവിടെ ക്ലിപ്പിടേണ്ടി വരും, മനസ്സിലാക്കുന്നവർക്കായി. സ്തോത്രം. ഇതൊന്നും ബൈബിളിലില്ല. എന്താ പ്രവാചകന്റെ പ്രത്യേകത? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അവനെ മരണം പിടിക്കുന്നതിനും ഒരിക്കൽ കൂടി മടക്കിക്കൊണ്ടുവന്ന നിത്യതയ്ക്ക് അവകാശമാക്കുന്ന പ്രവാചകന്മാർ, നാഥാനെ പോലുള്ള പ്രവാചകന്മാർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. അത് കേട്ടപ്പോൾ ദാവീദിൻ്റെ പാടാൻ തുടങ്ങി. അത് 51 സങ്കീർത്തന ദാവീദ് കരഞ്ഞങ്ങ് പാടി, കർത്താവേ, അങ്ങയുടെ ദയക്കൊത്തവണ്ണം ഈ പാവപ്പെട്ടവനോട് കരുണ കാണിക്കണമേ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മാറ്റരുതേ. എന്തല്ല പ്രവചനമാണ്. ഇന്നിവിടെ ടൈറ്റസ് പാസ്റ്റർ പ്രവാചകൻ വരുന്നെന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് നമ്പർ മേടിച്ച് വന്നതിന്. സ്തോത്രം. ഇത് വീഴുന്ന മൊത്തം ഒരു വിഭാഗം പെന്തിക്കോസുകാർ, ഉപദേശമാരും ഇല്ലല്ലേ, പേരൊക്കെ മാറ്റിയില്ല. ഇപ്പോൾ പപ്പറ്റ് മനസ്സിലാകുന്നവർക്കായി എല്ലാം പ്രോപ്പറ്റ്. എവിടെ നിന്ന് വന്നത്? IPC-കാരോടും പറയാം, കേക്ക്, ചാരവൻകാരോ, ചർച്ചക്കോടുകാരോ, മർത്തവൻകാരോ എല്ലാം കേട്ടോ. ആദിയിൽ പ്രവാചകനല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചന ജഡമായി കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. നാദാനെ പോലെയുള്ള പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കണം. പാപം ചെയ്ത ഒരു കുടുംബം വീഴുമ്പോൾ തളർന്നു പോകാതെ അവരെ കരം പിടിച്ചൊരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് പരിഹാരമായി മുട്ടുമടക്കി ദൈവസന്ധിയിൽ കണ്ണുനീരോടെ കരഞ്ഞ് ഒരവകാശം മേടിച്ചു കൊടുക്കുന്ന സത്യത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന പ്രവാചകന്മാർ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. പഴയ പ്രവാചകന്മാർക്ക് നല്ല ദർശനമാണ്. എവിടെയെങ്കിലും ഒരു കാര്യം വരുന്നതിന് മുമ്പ് ദൈവം അവരോട് സംസാരിക്കും. ഇന്ന് കാര്യം വന്നിട്ട് പോലും പ്രവാചകൻ അനങ്ങുന്നില്ല ഒരു ദൂതിന്. സ്തോത്രം. ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ, ഞാൻ ആരെയും വിമർശിക്കുമല്ല, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആള്. ഇന്നും പ്രവചനത്തിൽ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞാകട്ടെ, അച്ചായനാകട്ടെ, അമ്മാമയാവട്ടെ, വിരോധമില്ല. പോകുന്നതിന് 7 ദിവസം മുമ്പ് കരയണം ദൈവത്തോട്, കർത്താവേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ മറഞ്ഞിരിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി തരത്തക്കവണ്ണം ദൈവം എന്നോട് സംസാരിക്കണം. അങ്ങനെയുള്ള വിശുദ്ധന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് ഉത്തരമരളി, നീ എൻ്റെ വാക്ക് കേൾക്കയില്ല. അടുത്തത് ഇതാണ് അമേരിക്കയിലെ സാമ്പത്തിക മാന്യം. വായിക്കാം അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. അതാ കൊടുങ്കാറ്റ്, റീത്തേം കത്രീനയല്ല, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കാൻ സാമ്പത്തിക മാന്യം. അതാ ഇന്നത്തെ അമേരിക്ക. അതുകൊണ്ടാണ് H1B 88 ലക്ഷം, $1 ലക്ഷം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം UK പോയത്. എല്ലാത്തിൻ്റെയും പെർമിറ്റ് കിട്ടിയ ഒരു ഭാഗ്യന്മാർ, ബാക്കിയെല്ലാം UK നിർത്തുക. കഴിഞ്ഞ വർഷം 78,000 പേരാ പോയത്. ഫ്രാൻസ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നിന്റെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അർത്ഥം, ഇന്ന് രാത്രി ഇന്ന് ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങൾ സാമ്പത്തിക മണ്ഡലത്തിൽ തകർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയോട് വെറുക്കുന്ന കാര്യം, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അത് ഡോളർ ബേസിലല്ല, വളരെ പൈസ കുറച്ച. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ ഡോളർ സർക്കുലേഷൻ ഇല്ല. അതുകൊണ്ടാണ് മോഡി സാറിനോട് പറയുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കട്ട് ചെയ്യണമെന്ന്. സ്വത്രം, സാമ്പത്തിക മാന്ദ്യം. അതുകൊണ്ടാണ് ഇന്ന് അമേരിക്കയിൽ ടാക്സ്, മറ്റ് കാര്യങ്ങൾ, ഭയങ്കര ചെലവുകൾ, ഇതെല്ലാം. അങ്ങനെയെങ്കിൽ പൈസ പോയാൽ UN രക്ഷാസമിതിയിൽ നിന്ന് പെതിയെ
അമേരിക്കയൊക്കെ പോകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നു. ഇതാ പറഞ്ഞു, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും, നിന്റെ സ്നേഹിതന്മാർ. അടുത്ത വചനം, നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. നിന്നെ വിട്ടു തുടങ്ങുമെന്ന്. ഇപ്പൊ രണ്ടാവന്മാര് വിട്ട്, ഫ്രാൻസും വിട്ട് ബ്രിട്ടനും വിട്ട്. അവർ പറയുന്നു പലസ്തീൻ രാഷ്ട്രം വേണമെന്ന്. ഫ്രാൻസിൽ ഭയങ്കര ബഹളം, ഇസ്രായേലിന് ആയുധം കൊടുക്കരുത്. ബ്രിട്ടന് നിങ്ങൾ കണ്ടില്ലേ, 1 കോടി പേരെ കണ്ട റോഡിലിറങ്ങി ബഹളം, സ്വോത്രം, പതാകയായിട്ട് പലസ്തീന് പിന്തുണ. ഇതെല്ലാം അന്ത്യകാല സംഭവമാണ്, മനസ്സിലാകുന്നവർക്ക്. ഇപ്പൊ ആകെ ഒരു തൂണുണ്ട്, നമ്മുടെ ട്രംപ് വായാടി, മനസ്സിലാകുന്നവർക്കായി. അവനോട് വിട്ടാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യം കഷ്ടം. അതാ നിന്റെ സ്നേഹിതന്മാർ പ്രവാസം. മലയാളം നാരങ്ങാനത്ത് സൗദിയിൽ ഐസ്ക്രീം നടത്തുന്ന ഒരു ജിൻസൺ ഉണ്ടായിരുന്നു. അവൻ 1 വർഷത്തിൽ ഇടയ്ക്ക് നാട്ടിൽ വരും. നമ്മുടെ പാസ്റ്റ് ഇതിലെ ബൈക്കിൽ പോകുമ്പോൾ ജിൻസൺ എന്ന് വന്നു, എത്ര നാൾ ലീവുണ്ട്, 1 മാസം മടങ്ങിപ്പോകും. ഈ പ്രാവശ്യം 2025 വന്നു. അവൻ കോഴഞ്ചേരി ഒരു തട്ടുകട തുടങ്ങി, പ്രവാസി തട്ടുകട. അത് കഴിഞ്ഞിട്ട് നാരങ്ങാനത്ത് ഒരു പച്ച ആട്ടോയും മേടിച്ച്, ഇലക്ട്രിക് ആട്ടോ, പ്രവാസി ആട്ടോ. കേട്ടോണോ സ്വോത്രം? അപ്പോൾ 2 മാസമായിട്ടും പോയില്ല. ബഹുമാനപ്പെട്ട പാസ്റ്ററിനോട് ചോദിച്ചു, ജിൻസൺ ഇനി നീ എന്നാ പോന്ന്? പാസ്റ്റർ കണ്ടില്ലേ, എൻ്റെ ഐസ്ക്രീം കട അറബി മേടിച്ചു, എന്നെ പ്രവാസിയാക്കി. തട്ടുകട പ്രവാസി, ആട്ടോ പ്രവാസി. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. ഇനി സൗദിയിലോട്ട് പോകണ്ടാന്ന്. അതുപോലെ ഇന്ന് ഇസ്രയേലുമായിട്ട് സഖ്യം ചെയ്യുന്ന രാജ്യങ്ങൾ അവൻ്റെ പ്രവാസത്തിൽ നിന്ന് വിട്ടുപോകും. അടുത്ത വാക്ക് വായിക്കാം. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇന്ന് ലോക രാജ്യങ്ങളെ അമേരിക്കയോടെ പിന്തുണയോടെ വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ എന്താ ലജ്ജിച്ച് തല താഴ്ത്തുന്ന കാലം വരാറായി. ഈ സമയത്ത് അതാ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദാണ്ട് UN-നകത്ത് നിന്ന് അമേരിക്കയോ ബ്രിട്ടനോ പോയി കഴിഞ്ഞാൽ, ഇസ്ലാം സമൂഹത്തിന് ബന്ധമുള്ളൊരു രാജ്യം UN-നകത്ത് കയറിയാൽ, അന്ന് ട്രംപ് അല്ല, ഈ ബരാക് ഒബാമയുടെ പ്രമേയം കൊണ്ടുവരും. അവർ പറയും യെരൂശലേം അറബികൾക്ക് കൊടുക്കണം, കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ഇതാ അന്തിമ യുദ്ധം. കോഴഞ്ചേരിക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ, യെരൂശലേമേ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്ക് മനസ്സായില്ല. ഇത് എവിടുന്ന് തുടങ്ങി? പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ടെ, ഈ യുദ്ധം എവിടുന്ന് തുടങ്ങിയെന്നറിയാമോ? ഒരു വീട്ടിൽ നിന്ന് തുടങ്ങിയതാ. എവിടെ തുടങ്ങി? ഒരമ്മയുടെ ഉദരത്തിൽ. ഒന്ന് തുടങ്ങിയത് ആഗാറും പിന്നെ ഇസ്മായിലും ഇസഹാക്കും, ആഗാറിൻ്റെ പൈതൽ. 2 ഒരമ്മയുടെ ഉദരത്തിൽ 2 പിള്ളേരുണ്ടായിരുന്ന ഏശാവും യാക്കോബും. അതിൻ്റെ സെമി ഫൈനൽ നടന്നത് ഏലാ താഴ്വര, ദാവീദും ഗോലിയാത്തും. ഇനി ഫൈനൽ നടക്കാൻ പോകുന്ന യഹോശാഫാത്ത് താഴ്വര. ഇന്നത്തെ ഖത്തറിൽ കൂടി 57 രാജ്യങ്ങൾ. വടക്കൻ കൊറിയ മാഗോഗ്, റഷ്യ മാഗോഗ്, ഗോഗിൻ്റെ കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അത് വരുന്ന ചൈന. ഇവരിത്രയും കൂടി ആരെ ആക്രമിക്കും? യെരൂശലേം ഇസ്രായേൽ കൊടുക്കത്തില്ല. ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതി വെക്കും. അതിൻ്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. എസെക്കിയേൽ പ്രവചനം 38:15-16 ബൈബിൾ കൂടെ വച്ചിരിക്കണം. ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കാവും. എസെക്കിയേൽ 38:15-16 വായിക്കാൻ. പക്ഷേ എസെക്കിയേൽ 38. അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? ദാ കിടക്കുന്ന ദാണ്ട UN-നകത്തുനിന്ന് നിനക്ക് പ്രമേയം വരും, യെരൂശലേം ജാതികൾക്ക് വിട്ടുകൊടുക്കുവാൻ. അടുത്തത് വായിക്കാം. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി. റഷ്യയെ, നീയും നിന്നോട് കൂടെ ഒട്ടൊഴിയാതെ പല ജാതികളും കുതിരപ്പുറത്ത് കയറി. ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന്. റഷ്യ അതാ ഗോലാൻ കുന്ന് സിറിയ വഴി കയറി വരുമെന്നായി വായിക്കുന്നത്. നിന്റെ ദിക്കിൽ നിന്ന്, വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. വടക്കേ അറ്റത്ത് നിന്ന് വരും. അടുത്തത് ഗോഗേ, റഷ്യ. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. വായിക്കാം പാസ്റ്ററെ. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുക, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. കരമുയർത്തുന്നവർക്കായി എന്റെ ദേശത്തിന് നേരെ വരുത്ത്. ഇതാ ക്ലിയർ കട്ട് വചനം. എന്റെ ദേശത്തിന് നേരെ വരും. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, മേഘം, കാർമേഘമുണ്ട്, മിന്നലുള്ള മേഘമുണ്ട്. ആ മേഘത്തെ പറ്റിയല്ലേ പറയുന്നത്. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ. അങ്ങനെയെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, എന്നാ വിമാനം കണ്ടുപിടിച്ച്. നിങ്ങൾ നല്ലോണം പഠിക്കണം മക്കളെ. ഞങ്ങളൊക്കെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായി ഫീൽഡിൽ നിൽക്കുന്നത്. 1903 അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്. എർബിയിലും ഓർബിയിലും. ഈ നാവികസേനയുടെ വ്യോമസേനയുടെ വിമാനം നോക്കണം, അത് ചാരക്കള്ളറാ, ചാരക്കള്ളർ, മേഘത്തിൻ്റെ കള്ളറ.
അങ്ങനെയെങ്കിൽ ഹെർക്കുലിസുകാരൻ ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, അറ്റ്ലസുകാരൻ ഒരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, ഒരു ടയറും ട്യൂബും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നേക്ക് 2600 പരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതി റഷ്യയും കൂട്ടരും ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ. യഹോവയുടെ വചനത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഒരിക്കൽ ഞാൻ ഇവിടെ വരുമ്പോൾ കമ്പ്യൂട്ടറും മൈക്രോ ചിപ്പും ഇൻ്റർനെറ്റും പ്രസംഗിക്കാം. 4 ദിവസം വേണം, നിങ്ങൾ കരയും. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഹ്യൂമൻ ട്രാക്കിംഗ്, സപ്ലിമെൻ്റൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജിയൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ കരയും, ഇത്രയും ബൈബിളിലുണ്ടോ എന്ന്. അത്രയും മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ ബൈബിളിനകത്ത്. അങ്ങനെയെങ്കിൽ ഇവർ റഷ്യക്ക് നേരെ വരും. എവിടെ യുദ്ധം നടക്കും? ഇന്ത്യയിലാണോ എവിടെയാണോ നടക്കുന്നത്? വായിക്കുന്നു യോബേലിൻ്റെ പ്രവചനം 3-ാം അധ്യായം 9, 10, 11. ഈ യുദ്ധം എവിടെ നടക്കും? UN ഇടപെടും. UN ഇടപെട്ട് ഇസ്രായേലിന് നേരെ നിൽക്കുന്ന ഒരു കാലം വരാറായി. യോബേൽ 3:9. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവീൻ. യഹൂദനല്ലാത്ത ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയും. ഇത് ആ പേര് UN അവരുടെ സഖ്യരാജ്യങ്ങളോട് പറയും, നിങ്ങളെല്ലാം ഇസ്രായേലിന് നേരെ അണിനിരക്കണം, ജെറുസലേം പിടിച്ചു കൊടുക്കണം. അടുത്ത വാക്ക് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവീൻ. ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഹൈന്ദവൻ പറയത്തില്ല, ക്രൈസ്തവൻ പറയത്തില്ല, ജൈനൻ പറയത്തില്ല, ബുദ്ധൻ പറയത്തില്ല. അത് വിളിക്കുന്നത് ഇസ്ലാം സഹോദരങ്ങൾ ജിഹാദ്, കരമുയർത്തുന്നവർക്കായി. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് നേരെ അണിനിറക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ് അമ്മാമ ഈ നോട്ടീസ് അടിച്ചപ്പം ഖത്തറിൽ കണ്ടത്. മനസ്സിലാകുന്നവർക്കായി അറബ് ലീഗും 57. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പൗലോസിനോട് ചേർന്ന് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കാര്യങ്ങൾ അടുത്തുപോയി. രക്ഷ നമുക്കിപ്പോൾ ഏറെ അടുത്തുപോയി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി നമ്മുടെ കാന്തൻ ഈ തലമുറയിൽ വരാറായി. പ്രവചനങ്ങൾ മുഴുവൻ നിറവേറുന്നു. ഇത് മുഴുവൻ ജാതികളോട് വിളിച്ചു പറയും വിശുദ്ധ യുദ്ധത്തിനായി. വായിക്കാം പക്ഷേ വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ. അടുത്ത വാക്ക് സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ. അറബ് ലീഗും മൊത്തം റഷ്യയുടെ നേതൃത്വത്തിൽ ഇറങ്ങി വരുന്നു. എവിടെ യുദ്ധം നടക്കും? അടുത്ത വാക്ക് സൈന്യങ്ങൾ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടുപ്പിപ്പി. അടുത്ത വാക്ക് ദുർബലൻ തന്നെ താൻ വീരനായി മതിക്കട്ടെ. ജാതികൾ ഉണർന്ന് യഹോവ ശാപത്ത്. അടുത്ത വാക്ക് വായിച്ചാട്ട് പാസ്റ്റർ. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവി. ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന 21 രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങളാണ്. യവന്മാരെല്ലാം ഒറ്റയടിക്ക് എഴുന്നേൽക്കുക. UN കൽപ്പന. ആയുധങ്ങളുമായിട്ട് ഇറങ്ങി വരുന്നൊരു കാലം. ചുറ്റുമുള്ള സകല ജാതികളെ എഴുന്നേൽപ്പിൻ. ജാതികൾ ഉണർന്ന്. യോവേൽ വായിക്കാം. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാകട്ടെ. 3-ാം ലോകമകായിത്തം. അടുത്ത വാക്ക് ജാതികൾ ഉണർന്ന യഹോശാഫത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലിന്റെ പർവ്വതമായ യഹോശാഫത്ത് താഴ്വരയിൽ വെച്ച അന്തിമ യുദ്ധം. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു യെരുശലേമിനോട് ചേർന്ന് ഒരു അന്തിമ യുദ്ധം നടക്കും. ബൈബിൾ എടുക്കാം. ലൂക്കോസ് 20:21 KK ചെറിയാച്ചാൻ പറഞ്ഞല്ലോ, നോട്ട് എഴുതിക്കോ ചെറുപ്പക്കാരും അമ്മമാരും എല്ലാം എഴുതിക്കോ. കർത്താവിന്റെ വരെ അടുത്തുപോയി. ലൂക്കോസ് 21:20. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. കരമുയർത്തുന്നവർക്കായി സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ ഇതാ സക്കറിയ പറഞ്ഞ്, അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമ പാത്രം, അതൊരു ഭാരമുള്ള കല്ല്. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. കരമുയർത്തുന്നവർക്കായി കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ആ സംഭവം അവിടെ നടക്കുന്നതിന് പറ്റി ഇവിടെ ഒരു സംഭവം നടക്കുക. പ്രസംഗം തീർന്നില്ല, പുറകോട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കോഴഞ്ചേരിയിൽ ഒരു വീട്, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും എല്ലാവരും കേട്ടാട്ട്. ചെറുപ്പക്കാരന് 36, സഹോദരിക്ക് 34. മക്കളില്ലായിരുന്നു. അവരിവിടെ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ലാപ്രോസ്കോപ്പിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നല്ലൊരു കുഞ്ഞിനെ കിട്ടി. 2 വയസ്സാ, കറുത്ത ഒരു ആൺകുട്ടിയാ. ആ ആൺകുട്ടിയുടെ പ്രത്യേകത, സഹോദരിക്ക് ഇപ്പം 38 ആവുന്നു, ചെറുപ്പക്കാരന് 40 ആകുന്നു. ഒരു ദിവസം 3 പേര് ഉറങ്ങാൻ കടന്നു. ശ്രദ്ധയോടെ ഈ കഥ കേൾക്കണം. കോഴഞ്ചേരിയിൽ ഒരു നല്ല വീട്, 2 നില വീട്, കാറും കമ്പ്യൂട്ടറും. അതാ ഒരു ബെഡിനകത്ത് 3 പേരും കടന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞു. 3:30 ആയപ്പോൾ ചെറുപ്പക്കാരും എഴുന്നേറ്റു. കുഞ്ഞിൻ്റെ സൈഡിൽ ഒരു തെലങ്ങണ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് അല്പം തോട്ടത്തിൽ പോയി വെള്ളമടിക്കാം. ആഫ്റ്റർ ഒരു 20 മിനിറ്റ് കൊണ്ടുവന്ന് കട്ടൻ കാപ്പി ഉണ്ടാക്കാന്ന്. കുഞ്ഞിനെ അടച്ചിട്ടിട്ട് അവർ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തോട്ടത്തിൽ വെള്ളമടിച്ചുകൊണ്ടിരുന്നപ്പോൾ വീടിന് ചുറ്റും ഒരു
ബഹളം, ഒരു ജനം കൂടി, ഷോർട്ട് സർക്യൂട്ട്, വീട് കത്തുന്നു. ചെറുപ്പക്കാരി ഓടി വന്നു. നാട്ടുകാർ പറഞ്ഞു, കയറരുത്, നിങ്ങൾ കയറിയാൽ നിങ്ങൾ മരിച്ചു വീഴും. അയ്യോ, ഞങ്ങൾ എത്ര ലക്ഷം രൂപ മുടക്കി ഒരു കുഞ്ഞിതാ അതിനകത്ത് കിടക്കുന്നു. ഇവരങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരും. ആ സമയത്ത് നാട്ടുകാരെ തള്ളിക്കൊണ്ട് ചെറുപ്പക്കാരും പറയും, ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ച് കാണത്തില്ല. ചെറുപ്പക്കാരും കൈ കൊടുത്തതിന് ശേഷം വാതിൽ ഒരു ചവിട്ട് കൊടുത്തു. അകത്ത് കിടന്ന കുഞ്ഞിനെ ഓടിച്ചെന്ന് വാരിയെടുത്തു. അല്പം പൊള്ളി, ഒറ്റ ചാട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാട്ടുകാരോട് പറഞ്ഞു, അല്പം പൊള്ളിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി കോഴഞ്ചേരി നാരങ്ങാനത്തോട് വലിയ കുളത്തോട് ഞാൻ പറയുന്നു, ഇസ്രായേലിനകത്തൊരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. മുറ്റത്ത് കൺവെൻഷൻ കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമാ. ഇന്ന് രാത്രി നാരങ്ങാനമേ, കോഴഞ്ചേരിയെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരാറായി. കാലത്തിന്റെ വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം. ഇവരെല്ലാം കൂടെ വന്നാൽ ഇസ്രായേലിന് രക്ഷയില്ല. ഇന്ന് ലോകത്തിലെ 4ാമത്തെ എയർഫോഴ്സാണ് ഇസ്രായേൽ. 602 യുദ്ധവിമാനം, അവൻ്റെ ഫൈറ്റർ, ഏകദേശം 1.5 ലക്ഷം ഫോഴ്സ് ഉണ്ട്. ബാക്കി ടെക്നിക്കൽ സൈഡ് 2 ലക്ഷം പട്ടാളക്കാരുണ്ട്. 82 വാർഷിപ്പുണ്ട്. ബാക്കി ഡ്രോണുകൾ 1000ങ്ങളുണ്ട്. 21 രാജ്യങ്ങൾ തോറ്റും. റഷ്യ, അമേരിക്ക, ചൈന, ചൈന, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവന് വടക്കൻ കൊറിയ, ഇവരെല്ലാം കൂടെ വന്നാൽ നാടൻ ഭാഷ കോഴഞ്ചേരി പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയല്ലോ ആയിപ്പോൾ സ്വോത്രം. അവൻ്റെ അയൺ ഡോമും അനങ്ങത്തില്ല, അവൻ്റെ വിമാനം അനങ്ങത്തില്ല. ഈജിപ്റ്റ് അപ്പുറത്തുനിന്ന് കയറും, ലെബനോൻ ഇപ്പുറത്തുനിന്ന് കയറും, ചായ കുടിക്കുന്ന സിറിയ ഇതിലെ കൂടെ കയറും, എല്ലാം കൂടെ കയറും. അന്ന് അവനൊരു രക്ഷയില്ല. അമേരിക്കയിലെ ട്രംപിൻ്റെ വിമാനവും വരത്തില്ല. ആകാശവന്മാർ മൂടും. അമേരിക്ക എന്ന് പറയണമെങ്കിൽ 7.5 മണിക്കൂർ വേണം. അന്ന് ഇന്ത്യക്കാരുമായിട്ട് അടുപ്പ് വന്നതിൽ ഇന്ത്യ എന്നൊരു വിമാനം ടെല്ലവീവ് ഇറങ്ങണേ 6 മണിക്കൂർ പോകാൻ പറ്റത്തില്ല. ആകാശത്ത് മൊത്തം തടസ്സമാണ്. അന്ന് യഹൂദൻ്റെ അയൺ ഡോമും ഇല്ല, ലേസറും ഇല്ല. അന്ന് അവൻ നിലവിളിക്കും, ഇതാ കാന്തന്റെ വരവ്. സക്കറിയ പ്രവചനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സക്കറിയ പ്രവചനം 12:9. ഇസ്രായേൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. അതല്ലയോ നമ്മുടെ യേശു പറഞ്ഞത്, പാസ്റ്റർ വായിച്ചത്, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം കരമുയർത്തുന്നവർക്കായി. അതാ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ കൊണ്ടുവന്ന് ആ സൈന്യങ്ങളിൽ ജാതികളെ നശിപ്പിക്കാൻ നോക്കുക. അടുത്ത ഭാഗം വായിച്ചിട്ട് പക്ഷേ, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. ഇന്നവന്മാര് ലോകത്തെ എല്ലാം വിറപ്പിക്കുന്നവന്മാര് ദൈവസന്ധിയിൽ കരയാൻ തുടങ്ങാൻ രക്ഷയില്ല. ഇതാ കാന്തന്റെ വരവ്. അന്ന് അവർ വായിച്ചാട്ട്, തങ്ങൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. കരമുയർത്തുന്നവർക്കായി അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അടുത്ത വാക്ക് സകല ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത്, ഞങ്ങൾ തെറ്റിപ്പോയി, അറിയായ്മയുടെ കാലത്ത് ഞങ്ങൾ ചെയ്തു പോയി. യഹൂദനെ ദൈവം കൈവിടുമോ? ഇല്ല. അവൻ സ്വന്തം ജനത്തെ ഒരിക്കലും കൈവിടത്തില്ല. ആരാ നമ്മുടെ കർത്താവ്? അവൻ്റെ ഒലുമലയിലെ കഥ, നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ. ഇന്ന് രാത്രി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാക്കുന്നു? അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? വഴികളും വാതിലുകളും അടയി സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ആരാ നമ്മുടെ കർത്താവ്? പഴയ നിയമത്തിന്റെ വിമോചകന മോശ. എല്ലാവരും കേട്ടാട്ട്. മോശയുടെ പ്രത്യേകത എന്തായിരുന്നു? എബ്രായ കുടിലിൽ വളർന്ന വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ മോശ. അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അമ്മയും പെങ്ങളും പറവോന്റെ പട്ടാളക്കാരെ പേടിച്ചു വീട്ടിനകത്ത് അവനെ വളർത്തി. ശ്രദ്ധയോടെ വചനം. ഏകദേശം 3 വയസ്സൊക്കെ എത്തിക്കാണും, അല്ലേ 3 മാസം കഴിഞ്ഞാണ്. പിന്നെ അവൻ്റെ കരച്ചിൽ കേൾക്കുമെന്നറിയാം. അവരൊരു ഞാങ്ങണ പെട്ടിക്കകത്ത് എന്താ ചെയ്തതെന്നറിയാമോ? സ്വോത്രം. ഞാങ്ങണ പെട്ടിക്കകത്ത് മോശയെ കയറ്റി നൈൽ നദിക്കകത്ത് ഒഴുക്കി കുപ്പിപ്പാലും എല്ലാം കൊടുത്തു. എവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. അമ്മയും പെങ്ങളും ഇടിവിൽ നിന്ന് കരയുവാൻ തുടങ്ങി. നൈൽ നദിക്കകത്ത് പെട്ടകം ഇങ്ങനെ വെള്ളം കയറി കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞുണർന്നു. അവന് പുറത്തിറങ്ങാൻ വയ്യ, കരയ്ക്കാൻ തുടങ്ങി. അപ്പം സ്വർഗത്തിൻ്റെ
ക്യാമറ എവിടെ ഇറങ്ങി? പറവോന്റെ കൊട്ടാരത്തിനകത്തിറങ്ങി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നമ്മുടെ ദൈവമാര് ആരാ അവന് കൽപ്പന എഴുതിയ? പറവോൻ കൽപ്പന എഴുതിയ അവൻ്റെ പുത്രിയെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി അമ്മാമ അച്ചായ ഞാൻ ശക്തിയോടെ മുറ്റത്തെന്ന് പറയാം. പ്രസംഗിക്കുന്നവനെ ലോകം മുഴുവൻ അറിയാം, പാട്ട് പാടുന്നവനെ ലോകം മുഴുവൻ അറിയാം, സഭയുടെ പ്രസിഡന്റിനെ ലോകം മുഴുവൻ അറിയാം, കമ്മിറ്റിക്കാർ ലോകം മുഴുവൻ അറിയാം. എന്നാൽ ഇന്ന് രാത്രി മുട്ടുമടക്കി കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സാത്താൻ ഇയ്യോബിനെ ഒന്ന് സന്ദർശിച്ചു. അവൻ മേളിലോട്ട് പോയി. IPCയുടെ പ്രസിഡന്റ് മാറിയോ? കുമ്പനാട് കൺവെൻഷൻ നടന്നോ? അല്ലെ മുറ്റത്ത് കൺവെൻഷൻ നടന്നോ എന്നല്ല. എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവെച്ചോ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവനെ സെൻറ്ററുകാരൻ അറിയത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ കൂട്ടിരിക്കുന്നവൻ അറിയത്തില്ല, എന്നാൽ മുഴങ്കാൽ മടക്കുന്നവനെ അറിയുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം ഇന്ന് രാത്രി. അതുകൊണ്ട് നാളെ ഇവിടെ യോഗമില്ല, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരി എൻ സഹായം എവിടെ നിന്ന്? അവിടെ ഒരു സഹായം വരും. അവിടെ ലോക്ക്ഡൗണും ഇല്ല, ക്വാറന്റൈനും ഇല്ല. അതാണ്ട് ഈ കോഴഞ്ചേരി ചെല്ല് DDRCയിൽ ചെന്നാൽ ഇന്ന് എല്ലാം ടെസ്റ്റ് ചെയ്യും. മെഡിക്കൽ സയൻസ് സബോർഡിനേറ്റായിട്ട് ക്യാൻസർ കമ്മ്യൂണിറ്റി ഓൺകോളജി റിസർച്ച് കഴിഞ്ഞ് എനിക്കറിയാം. മുടി ടെസ്റ്റ് ചെയ്യും, പല്ല് ടെസ്റ്റ് ചെയ്യും, നഖം ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് കോഴഞ്ചേരിയിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിക്കാം. അങ്ങനെ ഒരു ലാബ് ഉണ്ട് അച്ചായ. ആ ലാബിന് ലോക്ക്ഡൗൺ ഇല്ല. ആഴ്ചയിൽ 7 ദിവസവും വർക്ക്, 24 ദിവസവും വർക്ക്, 365 ദിവസവും ഓപ്പൺ. അതുകൊണ്ടാ ദൈവസഭയെ പാടുന്നത്. എന്താ കാര്യം? എന്താ? താതൻ സന്നിധിയിൽ എനിക്ക് സദാസമയം പക്ഷപാതം. കരമുയർത്തുന്നവർക്കായി അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രയേലിൻ്റെ വിഷയത്തിനകത്ത് സ്വർഗത്തിൻ്റെ കരമിറങ്ങി വരും. പറയാം ആരാ? പറവോന്റെ പുത്രി. എവിടെ വന്നു? കുളിക്കടവിൽ വന്നു. എല്ലാവരും കേട്ടാട്ടെ. കോഴഞ്ചേരി ആറ്റിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മക്കൾ വരുമോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ മക്കൾ വരുമോ? മൻമോഹൻ സിംഗിൻ്റെ മക്കൾ വരുമോ? വരത്തില്ല. വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി അന്തപുരത്തിനകത്തിറങ്ങിയ അടകാരഗത ബൗഡാരീക അന്തപുരത്തിരിക്കുന്നവന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുക സ്വർഗത്തിലെ ദൈവം. കുളിക്കടവിൽ അയക്കുന്ന ദൈവമാ. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക. രാജാക്കന്മാരുടെ അന്തപുരങ്ങൾ കരങ്ങൾ ചലിപ്പിക്കുക. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന് കഴിയും. വിശ്വസിക്കുന്ന മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ? മോശക്കുഞ്ഞ് വാഗ്ദത്തമുള്ളവനാ. വാഗ്ദത്തമുള്ളവൻ വെള്ളത്തിൽ തീരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി യവനൊരു 40 വർഷം പറവോൻ്റെ കൊട്ടാരത്തിൽ കിടക്കണം, 40 വർഷം അമ്മായിയപ്പൻ്റെ ആടുകൾ മേയിക്കണം, 40 വർഷം ഇസ്രായേൽ ജനത്തെ വഴി നടത്തണമെങ്കിൽ ഒരു തിരമാല അവനെ കൊല്ലാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവനെ തളർത്തുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല. Something is happened in this moment. The mighty presence of Holy Spirit. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭയത്തിന്റെ ശക്തികൾ മാറട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ മാറുക. ഈ രാത്രി നിന്റെ മേൽ വാഗ്ദത്തത്തിന്റെ ശക്തി ഇറങ്ങുന്ന പകല രാത്രിയായി മാറട്ടെ. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലായത്? അതുകൊണ്ട് വാഗ്ദത്തമുള്ളവൻ. സങ്കീർത്തനക്കാരൻ എന്താ പാടി? അമ്മമ്മേ എന്താ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് കരമുയർത്തുന്നവർക്ക് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതല്ല അവൻ്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ആൻറ്റി കരമുയർത്തിയാട്ട് കോഴഞ്ചേരിയിൽ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, അച്ചായ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, പഠിക്കുന്ന മോനെ കരമുയർത്തിയാട്ട് ഇന്ന് രാത്രി ആകാശത്തിൽ കയറിയാലും അവൻ്റെ കരം നിന്നെ തേടിയെത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക ഭരിച്ചാലും അവൻ്റെ കരം തേടിയെത്ത്. കോഴഞ്ചേരി കുലുങ്ങട്ടെ. നിന്റെ വീട് വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴട്ടെ. നിന്റെ കോമ്പൗണ്ടിനകത്ത് വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്തവനാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ വാക്കുകൾ പറയും. ഗ്രൗണ്ടിനകത്ത് നാളെ ഇവിടെ യോഗമില്ല. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീട്. എന്നാൽ അതൊന്നും നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പാകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവ. സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ട്, പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. കരമുയർത്തുന്ന ദൈവമക്കൾക്ക് ആണ്ടിന്റെ ആരംഭം മുതൽ നിന്നെ കാത്ത് പരിപാലിക്കുന്ന ദൈവം കരങ്ങൾ ഉയരട്ടെ. ഒരനർത്ഥം എനിക്ക് ഭവിക്കയില്ല. ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ആരാധന മുടങ്ങട്ടെ. പിശാചിന്റെ കോട്ട നടുങ്ങട്ടെ. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്ക് അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ബാലസിംഹങ്ങൾ വിരകിട്ടാതിരിക്കും. അവനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി
മോശക്കുഞ്ഞിന് വേണ്ടി ദൈവകരം ഇറങ്ങിയെങ്കിൽ ഇസ്രയേലിൻ്റെ നിലവിളിക്ക് വേണ്ടി അന്നൊരു സംഭവം നടക്കും. ഒരു ഉറവ ദൈവം തുറക്കും. വായിക്കുന്നു സെക്കരിയ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. കിടക്കുന്ന ആ ഉറവയ നാഥന്റെ കാൽ. അവൻ സ്വന്തം ജനത്തെ ഒരിക്കലും കൈവിടുകയില്ല. ഇവരെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ വരുന്നു 6000 കിലോമീറ്റർ ഭൂമി വിണ്ടു കയറും കാന്തന്റെ വരവ്. ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. സെക്കരിയ പ്രവചനം 14:4-5. മക്കളെ ഇതെല്ലാം നോട്ട് ചെയ്യണം. ഞാനിത് കാണാൻ പറയാം. ഭാഷ കൊണ്ട് വായിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഭാഗം നോട്ട് ചെയ്യാൻ അപ്ഡേറ്റ് ക്ലാസ് എടുക്കുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ പറയുക. സെക്കരിയ പ്രവചനം 14:4-5. അവന്റെ കാൽ യെരൂശലേമിന് നേരെയുള്ള കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഇതാ 3-ാം ലോക മഹായുദ്ധം. ഇന്ന് രാത്രി ഇവിടെ ഒരു കാര്യം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ എല്ലാവരും കേൾക്കണം. പുറേ ഞാൻ പറയാൻ പോകുന്നത് 6000 കിലോമീറ്റർ ഭൂകമ്പം ഇവിടെ വരാൻ പോകുന്നത്. ഇന്ന് രാത്രി കേട്ടോണേ. ഇന്ന് രാത്രി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒലിവുമലയുടെ പ്രത്യേകത 3. 1 നാഥന്റെ ഒലിവുമല പ്രഭാഷണ അന്ത്യകാല പ്രഭാഷണം. 2 ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാരെ അനുഗ്രഹിച്ച യേശു മധ്യാകാശത്തിലേക്ക് പോയത്. ഇനി അവൻ മടങ്ങി വരുന്നത് ഒലിവുമല കരമുയർത്തുന്നവർക്കായി. ഇതാ പ്രത്യേകത. പോയതുപോലെ. അതുകൊണ്ടല്ലേ ദൂതന്മാർ പറഞ്ഞ് അവൻ പോയതുപോലെ മടങ്ങി വരും ഗലീല പുരുഷന്മാരെ. ക്ലിയറാക്കണം. ബൈബിൾ പഠിച്ചോണ്ടേ ഇറങ്ങാവും. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ ഈ 2009 ഒലിവുമലയിൽ ഇസ്രായേലിൽ ഉള്ള പലരുമുണ്ട് ഇത് കാണുന്നവർ. അവിടെ റിസോർട്ടുണ്ട്, 7 ആർച്ച് റിസോർട്ട്. 2009 ഹിൽട്ടൺ, ഷെറാട്ടൺ ഇവർ രണ്ടുപേരും വന്ന് അന്നത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ പാട്ടത്തിന് 100 വർഷം തന്നാൽ ഞങ്ങൾ റിസോർട്ട് വെക്കാം. അവർ പറഞ്ഞ് ഹിൽട്ടൺ ഷെറാട്ടനോട് തരാമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റുമായി. കോഴഞ്ചേരി ഒരു ബിൽഡിങ് പണിയാണേ, പയലിങ്. വലിയകുളത്ത് വീട് വെക്കണേ, ആശാരി JCB കല്ല് മനസ്സിലാക്കുന്നവർക്കായി. അവർ പയൽ ചെയ്തപ്പോൾ ഒരു കാര്യം, ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു. ബാക്കി പഠിക്കുന്നവർ കേൾക്കണം. ഹാൽക്രോ കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് അവരാ ഭൂമിയുടെ അടി ചെക്ക് ചെയ്യുന്നത്. ഈ യൂറോപ്പിലും ഏഷ്യയിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നും ആ കമ്പനിയുണ്ട് ഹാൽക്രോ. അവരെ വിളിച്ചു, ഇതിൻ്റെ അടിയിൽ പിളർപ്പുണ്ടോ? അവർ ക്യാമറ ഇട്ടു. ക്യാമറ ഇട്ടപ്പോൾ അടിയിൽ ഭയങ്കര മുരൾച്ച. ഹിൽട്ടനോട് ഷെറാട്ടനോടും പറഞ്ഞു അഡ്വാൻസ് കൊടുത്ത കാശ് മേടിച്ചുകൊണ്ട് സ്ഥലം വിട്ടോളാം മനസ്സിലാകുന്നവർക്കായി. കോഴഞ്ചേരി മുത്തൂറ്റി പോകുമ്പോൾ എൻഡോസ്കോപ്പി കേട്ട ആരുമില്ലല്ലോ. അയ്യോ വായി ക്യാമറയുടെ ഇടവരാ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്വോത്രം പറഞ്ഞിരുന്നാട്ടെ സ്വോത്രം. അപ്പോൾ നമ്മുടെ കടമനിട്ടയിലെ കള്ളു കുടിക്കുന്ന ആരെ കൊണ്ടുപോയെന്നറിയാമോ? രാമൻചേട്ടനെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് ഒരു സിസ്റ്ററോട് പറഞ്ഞ് എൻഡോസ്കോപ്പിക്ക് എല്ലാം ക്ലിയറാക്കി കിടക്ക്. എൻഡോസ്കോപ്പിയുടെ വയറ് സാറ് വെച്ചിരിക്കുന്ന പോലെ ലാപ്ടോപ്പിലോട്ട് നോക്കിയതാണ്. ഡോക്ടർ വയറ്റത്ത് തടവിയപ്പം അകത്ത് ലിബറിനകത്തൊന്നുമില്ല, കുഴിത്തല. കുഞ്ഞമ്മാമ കുളിച്ച തോർത്തിൻ്റെ കണക്ക് കുഴിത്തല കാണുന്നു. ഡോക്ടർ ചോദിച്ചത് നീ ജവാനാണോ അടിക്കുന്നത്, OPR ആണോ അടിക്കുന്നത്, OCR അടിക്കുന്നത്? സന്തോഷമില്ലല്ലോ, എല്ലാം കത്തിപ്പോയി. അതിൻ്റെ പേരാ എൻഡോസ്കോപ്പി മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ഹാൽക്രോ അവിടെ ഇട്ടപ്പോൾ അവിടെ അടിയിൽ മുരൾച്ചയുടെ ശബ്ദം. ഒലിവുമല കാന്തൻ്റെ കാല് ചവിട്ടാൻ മുരൾച്ച. നമ്മൾ ഇന്നും കരം പോലും അടിക്കുന്നില്ല. അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ പാടുന്നത് ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞ് പ്രാണപ്രിയൻ വരാറായി. നാഥൻ്റെ കാൽ ചവിട്ടും. 6000 കിലോമീറ്റർ earthquake started Iraq. The end is coming Mozambique. വായിക്കാം, നോട്ട് ചെയ്യ് മക്കളെ, ഇത് കേട്ടോണം. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. നാഥന്റെ കാൽ ചവിട്ടുമ്പോൾ ഏറ്റവും വലിയൊരു താഴ്വര റിഫ്റ്റ് വാലി ഭൂകമ്പത്തിൽ. അടുത്ത വാക്ക് വായിക്കാം. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അടുത്തത് വായിക്കാം. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ ഇതാ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ ഭൂമി പിളരും. 6000 കിലോമീറ്റർ ഭൂകമ്പം. പ്രസംഗത്തിന്റെ കാതലായ ഭാഗം ഇത് കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. 5 കാര്യം ഇസ്രായേലിൽ നടക്കും. നമ്പർ 1, സൈന്യങ്ങൾ യെരൂശലേമിനെ വളയും. 2, യഹൂദന്റെ നിലവിളി ഉയരും. 3, ഒരു സംഭവം, നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 4, ഭൂമി വിണ്ടു കീഴും. 5, 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം. ഇത് ഇത്രയും 5 കാര്യം ഇസ്രായേൽ നടക്കും. അതിനു മുമ്പ് കോഴഞ്ചേരിയിൽ ഒരു ശബ്ദം മുഴങ്ങും. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി.
എത്ര ക്ലിയർ ബൈബിളും പ്രവചനവും ചരിത്രവും. അതുകൊണ്ട് കോഴഞ്ചേരി TPMന്റെ വാതൊക്കെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, വായിക്കാം. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഇസ്രായേൽ, ആമോസിന്റെ പ്രവചനം 4:12 വാക്യം വായിച്ചാട്ടെ പാസ്റ്ററെ. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി കോഴഞ്ചേരി TPMന്റെ വാതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് കോഴഞ്ചേരി ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമുണ്ട്. എൻ്റെ വളരെ സ്നേഹിതനും കർത്താവിൽ ബഹുമാന്യനുമായിരുന്നു ജോസ് കാരക്കൽ സാർ. അദ്ദേഹം കോഴഞ്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അവസാന ഭാഗങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ക്ലേശമുള്ളപ്പോൾ ഞാനിവിടെ കോഴഞ്ചേരി വന്ന് കാണുമായിരുന്നു. ഞങ്ങളൊരു സമപ്രായക്കാരായിരുന്നു. ഞാൻ പറയും സാറേ ചികിത്സ എടുക്കാൻ സാർ. അന്നേരം സാജു ഞങ്ങൾ ഇരുമ്പലിയൂരിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ചികിത്സ ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ റഷ്യ ഉക്രൈൻ തുടങ്ങിയ യുദ്ധം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ശാരീരികമായി ക്ലേശമുള്ളപ്പോൾ അദ്ദേഹം എന്നോട് അന്ന് ചോദിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, സ്തോത്രം, ഇതെവിടെ തീരുമെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ഇത് തീരുന്നത് കാന്തൻ്റെ വരവില്ല. അദ്ദേഹം കാലത്തിൻ്റെ കുത്തൊഴുക്കിനകത്ത് തന്നെ ഏൽപ്പിച്ച ദൗത്യം എല്ലാവരോട് സത്യസുവിശേഷം പറഞ്ഞു ജോസ് കാരക്കൽ സാർ. എൻ്റെ സഹോദരൻ കൂടി വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പല പ്രസംഗങ്ങളും യൂട്യൂബിൽ കേട്ടിട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു, അതിപ്പോഴും ഞാൻ ഈ കോഴഞ്ചേരി വരുമ്പോൾ ഓർക്കാറുണ്ട്, ആരെ അടച്ച് കുറ്റം പറയരുതേ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച രക്ഷയുടെ സുവിശേഷം. ആ വാക്ക് ഓർക്കുമ്പോൾ ജോസ് കാരക്കൽ സാർ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ ആ റാന്നിയിൽ പോയി TPMന്റെ പൈത്തോമിനകത്ത് പ്രസംഗിച്ചത് അവർക്ക് ആ ആഴമായ ബന്ധം അവർക്ക് മനസ്സിലാകാൻ കോഴഞ്ചേരിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും അവസാനമായി അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ലേശത്തിൽ വന്നപ്പോഴും എന്നോട് ജോസ് കാരക്കൽ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എന്നിട്ട് അദ്ദേഹം എന്നോട് ആ പറഞ്ഞ വാക്ക അവസാനം കോഴഞ്ചേരിയിൽ പ്രസംഗിച്ചത്. ഞാൻ അന്ന് ശാരീരികമായി ക്ലേശമുള്ളപ്പോഴും 3 പ്രാവശ്യം കൂടൊക്കെ വന്ന് എല്ലാം പുള്ളിക്കറിയാം. എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുടെ വലങ്കര നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇന്നും കർണപടങ്ങളിൽ ജോസ് കാരക്കൽ പാസ്റ്റർ വാക്ക സഹോദരതുല്യം ഞാൻ സ്നേഹിച്ചത്. പുള്ളി അമിതമായിട്ട് ദുരുപദേശക്കാരെ പച്ചയ്ക്ക് വെട്ടുമ്പോൾ പലപ്പോഴും എന്നെ ഫോണിൽ വിളിച്ചു പറയും, മക്കളെ ഇത്രയും കടുപ്പിക്കരുതേ, ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം അത് ഓർക്കുന്നു. അതുകൊണ്ട് കോഴഞ്ചേരി പൈത്തോമൻ്റെ വാദയ്ക്ക് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യുദ്ധത്തിൻ്റെ പരിസമാപ്തി ഒരു വലിയ ഭൂകമ്പം 6000 കിലോമീറ്റർ. ബൈബിൾ തുറക്കാം. ഇവിടുത്തെ അമ്പര ചുംബികൾ ചൂള പോലെ കത്തുന്ന നാൾ വരുക, ഈ ലോകം കത്തി നശിക്കുക. വായിക്കുന്നു യെസക്കേൽ പ്രവചനം 38:19-20. ബൈബിൾ എടുത്താട്ട് അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. കരമുയർത്തുന്നവർക്കായി നാഥന്റെ കാൽ ചവിട്ടു. അടുത്തത് ബൈബിൾ പ്രസംഗം അവസാനിച്ചില്ല. അടുത്ത വാക്ക് എന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും സമുദ്രത്തിലെ മത്സ്യം അയലയും മീനും അല്ല, സകല കപ്പൽ പടകളിലും തകർന്നു പോകും ഈ ഭൂകമ്പം ഉണ്ടായാൽ. ആകാശത്തിലെ പറവ സകല വിമാനവും താഴെ വീഴും, റൺവേ മുഴുവൻ പൊട്ടിപ്പിളരും. അത് കഴിഞ്ഞ് നിലത്തിഴയുന്ന, വായിക്കാം ഭാഷ അടുത്തത്, നിലത്തിഴയുന്ന, വായിക്കാം, നിലത്തിഴയുന്ന ഇടജാതികളൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും, മലകൾ ഇടിഞ്ഞു പോകും. എന്റെ സന്നിധിയിൽ വിറയ്ക്കും. നിലത്തിടയുന്ന ഇടയാദികൾ, ചേരയും പാമ്പും അല്ല, സകല പട്ടാളക്കാരും കുഴിക്കകത്ത് വീഴും. ഈ ദിവസത്തിന്റെ പേരാ കുഞ്ഞാടിന്റെ കോപ ദിവസം. കരമുയർത്തുന്നവർക്കാൾ ഡേ ഓഫ് ലോർഡ്. അതിവിടെ നടക്കുന്നതിന് മുമ്പ് രക്ഷയുടെ ടിക്കറ്റുള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. 2 കൺക്ലൂഷൻ ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സമയത്തിൻ്റെ ലഭ്യത മൂലം പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. 1910 ഏപ്രിൽ മാസം, ഹല്ലേലൂയ, പിന്നെ 10-ാം തീയതി 12 ഏപ്രിൽ മാസം 10-ാം തീയതി ടൈറ്റാനിക്, ആരാ, ലണ്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി, ക്യാപ്റ്റൻ സ്മിത്ത്, അവർ പറഞ്ഞ 50,000 ഹോഴ്സ് പവർ. ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. എല്ലാവരും കേട്ടാട്ടെ എന്താ സംഭവിച്ചെന്നറിയാമോ? കന്നി യാത്ര, ടൈറ്റാനിക്കിനകത്ത് ആട്ടും പാട്ടോ. അറ്റ്ലാന്റിക്കിൽ പോയി ക്യാപ്റ്റൻ സ്മിത്തിനോട് ആൾക്കാർ പറഞ്ഞു, സാർ റൂട്ട് മാറ്റി മഞ്ഞുമല. അവരോട് പറഞ്ഞു, നവാർ, ആര് പറഞ്ഞു ടൈറ്റാനിക് തകരും? ദൈവം വിചാരിച്ചാലും തകരത്തില്ല. 4-ാം ദിവസം മുന്നറിയിപ്പുകളെ അവഗണിച്ച ടൈറ്റാനിക് എന്ത് ചെയ്തെന്നറിയാമോ? ആ മഞ്ഞുമലയിൽ തട്ടി തകർന്നു പോയി. വചനം ഇവിടെ ഏറ്റെടുക്കണം. അതല്ല എൻ്റെ പ്രസംഗം. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്തൊരു ഇംഗ്ലീഷുകാരൻ്റെ ബുക്ക് ഞാൻ വായിച്ച് കരഞ്ഞു. അവൻ അതിനകത്ത് എഴുതിയിരിക്കുക, ടൈറ്റാനിക്ക് തകരുന്ന സമയത്ത് അവൻ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക, മെസ്സിനകത്ത് പടപടാ കപ്പൽ പാളികൾ കുലുങ്ങുന്നു, ഇത് താഴേക്ക് പോകുമെന്നറിയാം. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. അവൻ്റെ $1,00,000 താഴെ 2ാമത്തെ നിലയിൽ
മുറിയിലിരിക്കാം. അവൻ വിചാരിച്ച് ഓടിപ്പോയി എടുക്കാമെന്ന്. താഴെ ഇറങ്ങാൻ സ്റ്റെപ്പ് എത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ആരോ ഹേമിക്കുന്നു, കുഞ്ഞ് നീ പണമെടുക്കാൻ പോയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല, ഉപ്പുവെള്ളത്തിനകത്ത് വീണ് പോകും. അപ്പോൾ അവൻ വിചാരിച്ചു, അവനോട് ആരാണ്ട് പറഞ്ഞു, കുഞ്ഞ് പണം പിന്നെയും കിട്ടും, താണ്ട് ആ ബസ്സിൽ ലൈഫ് ജാക്കറ്റ് ചൂക്കിട്ടേക്കുന്നു, ഒരെണ്ണ എടുത്ത് ചാടിയാൽ കടലിൽ കൂടെ നിന്നെ ഒരു ബോട്ട് വന്ന് കൊണ്ടുപോയി രക്ഷപ്പെടും. അവൻ ഒരു കാര്യം ചെയ്തു, 1,00,000 മറന്നു. അവൻ്റെ മുൻപിൽ കണ്ട ലൈഫ് ജാക്കറ്റിന് എടുത്ത് ഒറ്റ ചാട്ടം 15 മിനിറ്റ് അറ്റ്ലാന്റിക് കൂടെ പോയപ്പോൾ സ്പീഡ് ബോട്ട് വന്ന് രക്ഷപ്പെടുത്തി. അവൻ്റെ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. അവൻ എഴുതിയിരിക്കുക, ഞാൻ 1,00,000 വേണ്ടി താഴെ എൻ്റെ റൂമിൽ പോയി പണമെടുക്കാൻ പോയെങ്കിൽ ഉപ്പുവെള്ളത്തിനകത്ത് ഞാൻ തീർന്നേന്. എന്നാൽ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. നാളെ ഇവിടെ യോഗമില്ല. ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിന് വലിയ കുളത്ത് ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. 2000 കൊല്ലങ്ങൾക്ക് കാൽവറി മലയിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടി പരമയാഗമായി അവൻ്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിത്യജീവന്റെ ലൈഫ് ജാക്കറ്റ് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുവാൻ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 2 കാര്യം കൂടെ പറഞ്ഞു നിർത്താം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ബാക്കി മറ്റൊരിക്കൽ. അതിവിടെ വായിച്ച സഹായിച്ചതാണ് സാറേ. അന്ന് ലോകത്തിൽ എന്ത് നടക്കും? എസെക്കിയേൽ 39:14-15. അതുകൂടെ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, യുദ്ധം കഴിഞ്ഞ് ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യവൃത്തിക്കാരെ നിയമിക്കും. നിത്യപ്രവർത്തിക്കാരെ നിയമിക്കുമെന്ന് പണ്ട് ഇതൊക്കെ പ്രസംഗിച്ച് പറയും പാസ്റ്റർമാർ കള്ളം പറയുന്നെന്ന്. കോവിഡ് കാലത്ത് ശവം അടക്കം ആൾ വന്നപ്പം കുഞ്ഞമ്മാമയ്ക്ക് അവറാച്ചാനും പിടികിട്ടി. സന്തോഷമില്ലല്ലോ. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മരിച്ച ആരെങ്കിലും ഡെഡ് ബോഡി കിട്ടിയായിരുന്നോ? 6 പേര് ചൊവ്വായി പോകുന്നവരല്ലോ അനിൽ സാറ് എല്ലാത്തിനെയും കൊണ്ട് കുഴി തട്ടിയത്. സന്തോഷമില്ല. ഡെയിലി വേജസ് എത്ര ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വായിച്ചോ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ ശോധന കഴിക്കും. കോഴഞ്ചേരിയിൽ അച്ചായൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് 3 വർഷം മുത്തൂറ്റിൻ്റെ വെന്റിലേറ്റർ, എന്നിട്ട് നല്ല പാട്ടും ലോകേ ഞാൻ നോട്ടം തികച്ചു, അരുമയാണ് പാടൻ. സന്തോഷമില്ലല്ലോ. ചാത്തന്നൂരിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു അച്ചായൻ മരിച്ചുപോയി. ഷാപ്പി കത്തിക്കുത്തേറ്റ് മരിച്ചത്. മോൻ കുവൈറ്റിലായിരുന്നു. 4-ാം ദിവസം വന്ന് റോഡേ കൂടെ ഷാപ്പി കത്തിക്കുത്തേറ്റ് മരിച്ച അച്ചായൻ്റെ പാട്ട്, എന്നെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇന്ന് ക്രിസ്ത്യാനിയുടെ പാട്ട് ഇതാ, അവനെ എല്ലാം ദൈവം റെഡിയാക്കും. സ്വോത്രം. പാട്ടിട്ടുണ്ടെന്ന് നീ അക്കരെ നാട്ടിൽ പോകത്തില്ല. മര്യാദയ്ക്ക് രക്ഷയുടെ പെട്ടകത്ത് കയറിക്കോണം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി 7 മാസം. ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് അളകനന്ദ, 24 PP ജെയിംസ്, അത് കഴിഞ്ഞ് മീഡിയ 1 നിഷാദ്, അതെല്ലാം അടിക്കമ്മാമെ വീട്ടിൽ ചെന്ന് കർത്തപുത്തും ചന്ദനവഴയും കാണാതെ റഷ്യയിലെ ഉക്രൈനിലെ ശവം കിടക്കുന്നത്, ഗാസയിലെ കെട്ടിടത്തിൻ്റെ അടി ശവം കിടക്കുന്നത്, എത്ര നാൾ മുമ്പുള്ള ശവം. ഇതിനെല്ലാം പരിശോധിക്കാൻ ആൾ വരും. 7 മാസം കഴിഞ്ഞിട്ട് വേണം. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ, വായിച്ചിട്ട് സാറേ അടുത്ത വാക്യം, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ മനുഷ്യാസ്തി കണ്ടാൽ. സ്വോത്രം. ബാക്കി വായിച്ചോ. എസെക്കിയേൽ. ഈ പുസ്തകമൊക്കെ പെന്തിക്കോസുകാർ തുറന്നിട്ട് എത്ര കൊല്ലം. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യാസ്തി കണ്ടാൽ, അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. അടയാളം വെക്കും. ആരും തൊടത്തില്ല. റേഡിയേഷന് ആറ്റം പൊട്ടിയതാ. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഇസ്രായേലിനോടുള്ള ബന്ധത്തെ മതി സാറേ. ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താവും. ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുവെക്ക്. അതിൻ്റെ അർത്ഥം മണിമലയാറ്റിലോ അല്ലെങ്കിൽ പമ്പയുടെ അവിടെ മണലിലോ റാന്നി മണപ്പുറത്തോ കൊണ്ടുവെക്കുമെന്ന്. മലയാളം റേഡിയസ് കേൾക്കാതിരിക്കാതെ കേട്ടാട്ട്. ഞാൻ വരുന്നത് കൊല്ലം ചാത്തന്നൂരിൽ നിന്നാണ്. ഞങ്ങളുടെ 8 കിലോമീറ്റർ പരവൂർ. പൊട്ടിയത് തോറിയോ ലിതിയോ അല്ല, പൊട്ടാസ്യം നൈട്രേറ്റ്. 134 പേരാ ഒറ്റയടിക്ക് പോയത്. ശരീരം ചിതറി. ചിലതിൻ്റെ ഒട്ടിപ്പിടിച്ചു. ബാക്കി ചിതറിയത് എവിടെ കൊണ്ടുപോയി? സെമിത്തേരിയിലല്ല, പരവൂർ കായലിലും കടലിലും കൊണ്ട് കുത്തിത്താത്തു. കാന്തൻ്റെ വരവിൽ കൈവിട്ടാൽ. പെന്തിക്കോസുകാരെല്ലാം കൂടെ ഒന്ന് നോട്ട് ചെയ്താട്ട്. ഇന്ന് തമിഴ് പുലികളുടെ നേതാവ് വേലുപിള്ള പ്രഭാകരൻ, അവനെ ക്ലസ്റ്റർ ബോംബിൽ എറിഞ്ഞത് പട്ടിക്കോലവ. BBC കിടപ്പുണ്ട്. ഡെത്ത് ഓഫ് പ്രഭാകരൻ. മോൻ്റെ അടിച്ചു നോക്കിയാൽ തെളിഞ്ഞു വരും അമ്മാമ. എന്നിട്ട് ബൈബിൾ ഇതുകൂടെ എടുത്ത് വായിക്കണം. 6 മാസം പട്ടിക്കോലവയിൽ കടന്നു. ശരീരം പോയി എല്ലുകളായി. ഈ കൈ നമ്മുടെ പൊക്ലൈനർ വന്നിട്ട് അത് കൊണ്ടുവന്ന് ജാഫനയുടെ കടലിടുക്കി കൊണ്ടാ കുത്തിത്താത്തത്. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതെങ്കിലും കോഴഞ്ചേരിക്കാർ കേൾക്കട്ടെ. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടത്തത്തില്ല, കിടത്തി അടക്കത്തില്ല, മാർബിൾ പുതയ്ക്കത്തില്ല, RIP വരത്തില്ല, അച്ഛൻ വരത്തില്ല, തിരുമേനി വരത്തില്ല. കോവിഡ് കാലത്ത് കുത്തിത്താത്തതാ. ഇനി വഴിയരികിൽ നിന്റെ എല്ലും പല്ലും കിടക്കുന്ന ഒരു കാലം വരും. വരാനിരിക്കുന്ന കാലത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? വലിയ കുളമേ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി നാഥനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരല്ലോ കാന്തൻ്റെ വരവിൽ വീണ് പോകുക. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ നിൽക്കണോ മേലോട്ട് പോകണോ? സന്തോഷമില്ലല്ലോ.
മേളിൽ പോണ ഒരു വീടുകൂടെ പറഞ്ഞു നിൽക്കാം. 5 ഭാഗങ്ങൾ. 1 ജെറുസലേം, സെക്കൻഡ് 1 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 അറബിലേക്ക് റഷ്യയും കൂടി വരും, 5 ഇസ്രായേൽ ഭൂകമ്പം വളരെ വിഷയമായി വരും. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച മക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. അതാ ഞങ്ങളുടെ പ്രത്യാശ. അങ്ങനെ നമുക്ക് പോകാൻ ഒരു വീടുണ്ടോ? ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. യോഹന്നാൻ 14:1-2. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പൊ തന്നെ എല്ലാവരുടെയും ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുക. അമേരിക്കക്കാരുടെ ട്രംപിന്റെ കാര്യം വന്നു, അത് മലയാളിയുടെ ഖത്തറിൽ അടി വന്നു, എല്ലാം കലങ്ങിയിരിക്കുക. ഇത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് പ്രഭാഷണം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. വായിച്ചാട്ട് സാറേ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കിടക്കുന്ന ആകാശത്തിൽ വീടുണ്ടെന്ന്, മധ്യാകാശത്തിൽ അപ്പച്ചന്റെ വീട്ടിൽ വീടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സയൻസ് കൂടെ പറഞ്ഞു തരാം. യേശു പോയത് IPL കളിക്കാനല്ല, സന്തോഷമല്ലല്ലോ. അവിടെ പോയി വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് കോഴഞ്ചേരിക്കാരോട് പറയാം, ഇപ്പം ഇന്റർലോക്ക് ഇടുന്ന്, പൈപ്പ് വെക്കുന്ന, നല്ല ബദാം മരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാകുന്നവർക്കായി. പിന്നെ പവർ സപ്ലൈയും കൂടെ മതി, ബാക്കിയൂടെ കേട്ടണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ പ്രത്യേകത, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം. വലിയ കുളത്തെ ചങ്കൂറ്റത്തോടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ബാപ്പുജി, മഹാത്മജിയുടെ ശവകുടീരം, ഇന്ന് രാജീവ് ഗാന്ധി എല്ലാം രാജ്ഘട്ടിൽ കിടക്കുന്നു. വളരെ ബഹുമാനം. കാർൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടക്കുന്നു. കോഴഞ്ചേരിയിലെ ദൈവമക്കള്. അത് കഴിഞ്ഞിട്ട് ആരോ മാർക്സ്, ഏംഗൽ, നമ്മുടെ ലെനിന്, സ്റ്റാലിൻ, ഇവിടെ പിന്നെ സോവിയറ്റ് യൂണിയനിൽ ഇതാ കിടക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ, ഉത്സാഹത്തോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ കരമുയർത്താം. പടിഞ്ഞാറെ പലസ്തീനിൽ അരിമത്യക്കാരൻ്റെ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബല കാറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ കൺവെൻഷന്റെ അവസാന രാത്രി തനിക്കായി കാത്തിരിക്കുന്നവരോട് രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരൂ. താരങ്ങാനമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. അവിടെ വീട് റെഡി. സയൻസൂടെ എല്ലാവരും നോട്ട് ചെയ്യണം. മിൽക്കി വേ ഗാലക്സി, 9 ഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണോ ഗ്രഹം? സന്തോഷമില്ലല്ലോ. സ്വതന്ത്രം. കോഴഞ്ചേരി സ്കൂളിൽ പോകുമ്പോൾ മാവേലറിയാൻ നിൽക്കരുത്. ജോഗ്രഫി ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എഴുതി കാണാം കേട്ടോ. ഏതാ 9 ഗ്രഹം? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. മക്കളെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ 2 ബിരുദം എടുത്തോളൂ, ഇവിടെ ഉള്ളവർ 4 എടുക്കണം. സന്തോഷമില്ലല്ലോ. സ്വതന്ത്രം. പഠിക്കാൻ പറഞ്ഞ പിള്ളേർക്ക് സന്തോഷമില്ല. സ്വതന്ത്രം. തൊഴിലുറപ്പ് പോലും നിൽക്കാൻ പോകും. വല്ലതും പഠിച്ചിട്ട് എവിടെങ്കിലും വണ്ടി കയറിക്കോ പിള്ളേരോട് ഞാൻ പറയാം. സ്വതന്ത്രം. ദാ കിടക്കുന്നത് ദാണ്ടേ മധ്യാകാശത്തിൽ പ്ലൂട്ടോയെ വെട്ടി. മനസ്സിലാകുന്നവർക്കായി ടൈറ്റസ് പാസ് മാവും കൊമ്പും വാഴയുടെ ഇലയും വെട്ടി പോലെ 9ാമത്തെ ഗ്രഹത്തെ വെട്ടി. മോനെ ഇത് ലൈവ് ക്ലിയർ കൊടുക്കണേ, പോസ്റ്റ് ചെയ്യുക. ആൾക്കാർ നിൽക്കുക. സ്വോത്രം. IPCക്കാർ ചില അതിന് കുടയും പിടിക്കുക. അവരെല്ലാം ദൈവം പിടിക്കാൻ പോവുക. മനസ്സിലാക്കിക്കോണം. ഇതാ കിടക്കുന്നത് 6000 കോടി വാസയോഗ്യങ്ങൾ, 5 കമ്പാർട്ട്മെൻറ്റ്. 9ാമത്തത് അങ്ങ് പോയി. ജീവിക്കാൻ വേറെ 3 ഭൂമി. നാസ ആളെ വിട്ട് കഴിഞ്ഞു. അടുത്ത കാണണം. ബാക്കിയൂടെ സോളാർ പ്ലാനറ്റ് ക്ലിയർ ആയിരിക്കണം. ലൈവ് കാണണം. നിങ്ങൾ വീട്ടിൽ ചെന്ന് പടമെടുത്തോണം. ക്ഷീരപഥത്തിൽ 6000 കോടി വാസയോഗ്യങ്ങൾ. കേശവദാസപുരമായിട്ട് ബന്ധപ്പെട്ട ISRL ഒരു ഉദ്യോഗസ്ഥ എനിക്ക് എന്നിട്ട് പറഞ്ഞു, സാർ ഇത് പ്രസംഗിക്കണത്. ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റത്. ദാണ്ട് മനോരമയിൽ അവർ കൊടുത്ത 6000 കോടി വാസയോഗ്യങ്ങൾ. 6000 crores കമ്പാർട്ട്മെൻറ്റഡ് മിൽക്കി വേ ഗാലക്സി. 6000 കോടി വീട്, 5 കമ്പാർട്ട്മെൻറ്റ്. ആരൊക്കെ ഉണ്ട്? 1 മരിച്ചവരിൽ ആദിബലക്കറ്റെ ക്രിസ്തു. 2 സഭയാകുന്ന മണവാട്ടി. 3 കൈമേലും നെറ്റിമേലും വെക്കാത്ത ചിപ്പ് വെക്കാത്ത പീഡാകാല രക്തസാക്ഷികൾ. 4 2 ചേട്ടന്മാർ ഇവിടെ വരും. നമ്മൾ ലോകം കാണും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടവർ അവനെ കാണും. അവർ മരിക്കും, എഴുന്നേറ്റ് പോകും. 5 ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ, പഴയ നിയമ വിശുദ്ധന്മാർ. ഇത്രയും പേരെ പാർപ്പിക്കുവാൻ ഇന്ന് രാത്രി വീടൊരുങ്ങി. അപ്പച്ചാ ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മച്ചി ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കാന്തൻ മടങ്ങി വരാറായി. സ്വോത്രം. കൂടാരമായ ഭൗമപാനം. ബാക്കിയൂടെ കേട്ടാട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു. ഷാർപ്പ് ടൈം വൈൻഡ് അപ്പ് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും കേൾക്കണം. കോഴഞ്ചേരിക്കാർ നല്ല സ്കൂളുകളുള്ളതാണ്. നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേരും മേളിലോട്ട് പോയി. ആരാ? ഇന്ത്യക്കാർ സുനിത വില്യംസ്, കൂടെ അമേരിക്കയിലെ നാസയുടെ വില്യം ബിച്ചുമോർ. അവർ 2 പേരോട് അവിടെ ചെന്നപ്പോൾ പേടകത്തിൻ്റെ ടയർ പഞ്ചറായി. മനസ്സിലാകുന്നവർക്കായി തിരുവല്ല ബസ് സ്റ്റാൻഡിലെ സൂപ്പർ ബാസിന് ടയർ വെടി തീർന്നു. ഇനി ഒരു പേടകം വേണേ 1.5 വർഷം വേണം പണിയായി. അവിടെ ചെന്ന് ബൈഡന് ഫോൺ വിളിച്ച്, സാറേ ഞങ്ങളുടെ പേടകം ഏകദേശം പോയി, ഒരെണ്ണം വിടാൻ സാധ്യതയുണ്ടോ?
അപ്പോൾ 2 പേര്, സുനിത വില്യംസ് ഇന്ത്യക്കാരിയ, സെറ്റിൽഡ് ഇൻ അമേരിക്ക, ഗ്രീൻ കാർഡ്. മറ്റേത് വില്യം വിച്ചുമോറ. അപ്പം ഇന്ത്യക്കാരോട് ചോദിച്ചു, പേടകം വല്ലവരുമുണ്ട്. ഇന്ത്യക്കാരൻ തള്ളി. ഇവർ വാട്സപ്പ് അയച്ച് ബൈഡൻ പിന്നെ എടുക്കാതായി. ഇവരുടെ കുടിവെള്ളവും തീർന്ന്, കൊണ്ടുപോയ നട്ട്സും ഒക്കെ തീർന്നു തുടങ്ങി. മനസ്സിലാകുന്നവർക്ക് ആശോത്രം, കജൂർ നട്ട്സും ഒക്കെ തീർന്ന്. ആ സമയത്ത് അടുത്ത ഭരണാധികാരി എന്ന് നമ്മുടെ വായാടി ട്രംപ്, അവരോടനെ അവിടുന്ന് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ, ട്രംപ് ചേട്ടാ ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കും, ഒരു രക്ഷയില്ല. വായാടിയാണെങ്കിൽ ഇച്ചിരി മര്യാദയുള്ളവനാണ് പുള്ളി. നാസക്കാരനോ കാസക്കാരനെയൊക്കെ വിളിച്ചിട്ട് 2 പിള്ളേർ മേളിൽ കിടക്കുന്ന എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അവർ പറഞ്ഞു അവിടെ കിടന്ന് തീരത്തേ ഉള്ളൂ, 1.5 വർഷം വേണം ഒരു പേടകം പണിയാൻ. ഉടനെ എലോൺ മസ്കിനെ വിളിച്ചു, കുഞ്ഞെ താണ്ട നമ്മുടെ 2 പേര് മേളിൽ കിടക്കുന്നു, വല്ല രക്ഷയുണ്ടോ? അവൻ പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കാസയും വേണ്ട, നാസയും വേണ്ട. അവൻ ചുന്നരായിട്ട് കേട്ടോ, എല്ലാവരും കേട്ടോ, പെന്തിക്കോസുകാർ, എല്ലാ കോസുകാരും കേട്ടോണം. ഒരു പാരാഗ്ലൈഡർ വിട്ട് കോഴഞ്ചേരി മാവേയിരുന്ന് അണ്ണാങ്കുഞ്ഞ് തൂങ്ങി പോലെ 2 കൂടെ അതിൽ തൂങ്ങി. മനസ്സിലാകുന്നവർക്കായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ നിരീശ്വരവാദി കേൾക്കണം. ആദ്യം വില്യം വിച്ചുമോർ, പെന്തിക്കോസുകാരനല്ല, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ മടങ്ങി വന്നു. കരമുയർത്തുന്നവർക്കായി പറഞ്ഞത് കോഴഞ്ചേരിയിൽ ഉപദേശിയല്ല, നാസയുടെ തലവൻ പോയിട്ട് വന്നിട്ട് പറയും. ബാക്കി ഒരു കാര്യം കൂടെ, ഇവിടെ പലരും പറയുന്നത് കർത്താവില്ല, ദൈവം ഇല്ലെന്ന്. സ്വോത്രം. അതല്ലേ പറയുന്നത്. ഇന്ന് പച്ചയ്ക്ക് പറയാം, വിശ്വാസികളെ ഞാൻ ഒന്നും പറയത്തില്ല. പല പെന്തിക്കോസുകാരുടെ പാസ്റ്റർ മക്കളും ഇന്ന് യുക്തിവാദികളുടെ സമ്മേളനത്തിന് പോവുക. യവനെ എല്ലാം ദൈവം തീർക്ക്. സത്യം പറയാം, പെയ്ത്തോമിനകത്ത് ദശാംശവും കൊടുത്ത് കാര്യം കൊടുത്ത് കൊട്ടിപ്പാടി അവന് ഡിഗ്രി ആയപ്പോൾ സംവാദത്തിന് യുക്തിവാദിയായിട്ട്. നീ സംവാദത്തിന് യുക്തിവാദിയായിട്ട് എവിടെയെങ്കിലും കവലയിൽ നിന്ന് കരമുയർത്തി പറയടാ യേശു രക്ഷകനെന്ന്. സ്വോത്രം. എന്നിട്ട് പോരും യുക്തിവാദി. എന്താ യുക്തിവാദി? അവൻ പറയുന്ന ദൈവം ഇല്ലെന്ന്. പാമ്പ് വരുമ്പോൾ കല്ലേലുയാ പറയും, സന്തോഷമില്ലല്ലോ. സ്വോത്രം. ബാക്കിയൂടെ പറഞ്ഞുതരാം. കോഴഞ്ചേരി ക്യാൻസർ സെൻറ്റർ മുത്തൂറ്റുണ്ട്. അവിടെ ചെന്ന് ഓൺകോളജി ഡോക്ടറെ മുമ്പ് നിൽക്കണം. നിങ്ങളുടെ ബയോപ്സിയുടെ റിപ്പോർട്ട്, കീമോയുടെ റിപ്പോർട്ടും എല്ലാം കൂടെ നോക്കിയിട്ട് പറയും, ഞങ്ങളാലാവുന്നത് ചെയ്യാം, ബാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഈ ഡോക്ടറെ മുമ്പ് യുക്തിവാദിയെ കൊണ്ടുപോകണം, സ്റ്റെതസ്കോപ്പ് എടുത്ത് തലയ്ക്കൊന്ന് കൊടുക്കും. സ്വോത്രം. ഡോക്ടറിന് പറയാം, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. നെവർ വി ആർ ഗോയിങ് അവർ വർക്ക്, ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ. അതർവൈസ് കമ്മിങ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ കമ്മിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, അതാ ഒരു ദൈവം. യുക്തിവാദി പാമ്പർ. സ്വോത്രം. വില്യം വിച്ചുമോർ പറഞ്ഞ് എന്താണെന്നറിയോ? യേശു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് യൂട്യൂബിൽ പോയി നോക്കാം മാമ, രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കാതെ ഇതൊക്കെ നോക്കും. സ്വോത്രം. മാങ്കൂട്ടത്തിലും കാങ്കൂട്ടത്തിലും ഒക്കെ ഇവിടെ തീരും. നീ അക്കരെ നാട്ടിൽ കയറാനായിട്ട്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി കേട്ടാട്ടെ, കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തൻ്റെ മക്കളെ ചേർക്കുക. കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ വരാറ്. ആരെ ചേർക്കുക? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിനകത്ത് കൊണ്ടുവരും. പുരോഹിതൻ 2 മുഖം നോക്കും. അപ്പച്ചമ്മച്ചി മേധസ്സുള്ള പ്രാവിനെ മാർപ്പതക്കത്തിലെ കത്തി കൊണ്ട് തലയിറക്കും. തലയിറത്തിട്ട് അതിൻ്റെ രക്തം യാഗപീഠത്തിൽ ഒഴിക്കും. താമ്ര തൊട്ടിക്കകത്ത് നിന്ന് വെള്ളമെടുത്ത് കർമ്മകാണ്ഡാദികൾ ചൊല്ലിക്കൊണ്ട് യാഗം അവസാനിപ്പിക്കും. വളരെ സന്തോഷം. തൻ്റെ യാഗം കഴിഞ്ഞു. പിറകിലൊരു കാഴ്ചയുണ്ട്. മാതാവേ, പിതാവേ, തലയറ്റ ഒരു പ്രാവിൻ്റെ ഉടൽ രക്തം വീണത് വിറച്ചുകൊണ്ടിരിക്കുക. അവൻ കത്തി മാർപ്പതക്കത്തിലിടാൻ ശ്രമിക്കുമ്പോൾ പുറകിലെ കാഴ്ച കാണും. ഉൾപ്പൂവിളി, അന്തരംഗത്തിനകത്തൊരു ചലനം. എന്തിനാ ഇതിൻ്റെ കെട്ടുവെച്ചേക്കുന്നത്? അമ്മച്ചി ആ അറക്കുമ്പോൾ വിറങ്ങലിക്കുന്ന ഉടൽ മറിയുമ്പോൾ രക്തം വീണ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. നാളെ ഇവിടെ യോഗമില്ല. കർത്താവിന് വേണ്ടി കോഴഞ്ചേരിയിൽ ഇറങ്ങിയ അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നിന്റെ മുഖം ആരും കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന രക്തത്താൽ കഴുകൽ പ്രാപിച്ചവന്റെ മുഖം കാണാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. ഇതാ അവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ആരെ ചേർക്കാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ. അവസാനിക്കുന്നു. ആര്? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് ഹല്ലേലൂയ തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി.
ഇന്ന് രാത്രി വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. ടൈറ്റാനിക് പറഞ്ഞപ്പോൾ 2 കാര്യം 5 മിനിറ്റ് മുൻപോട്ട് പോയി. എങ്കിലും നാളെ നമുക്ക് രാവിലെ മഴയുടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. എങ്കിലും മഹാദൈവം നമ്മളെ കാത്തതിനായി ഇന്ന് രാത്രി ഒരു ചാറ്റൽ പോലും വീഴാതെ മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മക്കളെ, എന്താ ടൈറ്റാനിക്കിൻ്റെ കാര്യം എല്ലാവരും കേൾക്കണം. ഇന്നലെ രാത്രി എത്ര സാക്ഷ്യം പറഞ്ഞാൽ കോഴഞ്ചേരി തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം നടന്നു. ഓഷ്യൻ ടൈറ്റാനിക്. ആരെ കാണാൻ പോയി? പറഞ്ഞുതരാം. ഓഷ്യൻ ടൈറ്റാനിക് ദുബായ്ക്കാരൻ, കാനഡക്കാരൻ, അമേരിക്കക്കാരൻ, പാകിസ്ഥാൻകാരൻ ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പിനകത്ത് ഇറക്കിപ്പോയി. പേടകത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നു. പേടകത്തിൻ്റെ 450 മീറ്റർ പൊട്ടിപ്പോയി. ഓഷ്യൻ ടൈറ്റാനിക്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോട് തീരും. മക്കളെ, ഇത് കേൾക്ക്. ഒരമ്മ, എല്ലാവരും കേൾക്കണം, ബന്ധിക്കോസർ കേട്ടോ. 4 മക്കൾ, 14, 11, 9, 1.5 വയസ്സുള്ള ആൺകൊച്ച്. രാത്രി പോവാ പപ്പായെ തേടി. കുഞ്ഞു വിമാനം, സെസ്ന. പോയത് കൊളംബിയൻ കാട്. രാത്രി വിമാനം തകർന്നു. കേട്ടോ അമ്മമ്മേ? വിമാനത്തിൽ നിന്ന് എല്ലാം തെറിച്ചു വീണു. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു, കുഞ്ഞുങ്ങൾ ബാക്കി. ഒരു മൂപ്പനെങ്ങാണ്ടെന്ന് വന്ന കാട്ടിൽ അയാളും മരിച്ചുപോയി. പിന്നെ ആരുമില്ല. 3 ഡെഡ് ബോഡി അവിടെ കിടക്കുക. കുഞ്ഞുങ്ങൾ നടന്നു. എത്ര ദിവസം? 40 ദിവസം. ബാക്കി കേട്ടോ. 40 ദിവസം അവർ വനാന്തരത്തിൽ കൂടെ കിടന്നു. 40-ാം ദിവസം വനാന്തരത്തിൽ കൂടെ പോകുമ്പോൾ അടുത്ത് റോന്തി വിട്ടുന്ന ഏതോ പട്ടാളക്കാർ കുഞ്ഞുങ്ങളെ കണ്ടു, പിടിച്ചു, മിലിറ്ററി ആശുപത്രി കൊണ്ട്. അവിടം വരെ മനോരമ എഴുതിയിട്ടുള്ളൂ. ബാക്കി കേട്ടോ. എന്താ സംഭവിച്ചത്? ആശുപത്രി കൊണ്ട് 4 കുഞ്ഞുങ്ങൾക്ക് ട്രിപ്പ് കൊടുക്കുക. ആ ട്രിപ്പ് കൊടുക്കുമ്പോൾ ഒരു BBC-യുടെ പത്രത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. മിലിറ്ററിക്കാർ പറഞ്ഞു അവർ ഭയങ്കര ക്ഷീണിതരാ, അവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. 4 കുഞ്ഞുങ്ങളുടെ കയ്യിലും IV കയറിക്കൊണ്ടിരിക്കാം. അവസാനം എന്തോ ഇത് അവൾ പറഞ്ഞു 2 മിനിറ്റ്സ് അവയിൽ ഞാൻ ആ മൂത്ത കുഞ്ഞിനോടൊന്ന് സംസാരിക്കാമെന്ന്. അവിടെ ചെന്നിട്ട് അവളുടെ ഒരു കൈ ട്രിപ്പ് കയറും. അപ്പോൾ 14 വയസ്സുകാരി മോള ഈ കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു വരാന്തരത്തിൽ നടന്ന 1.5 വയസ്സുകാരനെ പറ്റി ആ കുഞ്ഞിനോട് ചോദിച്ച്, ലാസ്റ്റ് 14 days യു ആർ ട്രാവലിംഗ് കൊളംബിയൻ ഫോറസ്റ്റ്, ഈവനിങ് ഹെവി റെയിൻ, ആൾസോ സൈമുൾട്ടേനിയസ് സ്നേക്ക്. വൈകിട്ട് പെരുമഴ, കാട്ടി, അതിൻ്റെ ഇടയ്ക്ക് കൊത്തി വലിക്കുന്ന പാമ്പുകൾ. ഹൂ ഈസ് റൂട്ടഡ് ലാസ്റ്റ് 14 days അറ്റ് ദ ഫോറസ്റ്റ്. ആരാ നിങ്ങൾ 40 ദിവസം നടത്തിയ? ആ പെങ്കൊച്ച കിടക്കെ ട്രിപ്പ് കയറുമ്പോൾ അമ്മാമ്മ ഇത് ജീവിക്കുന്ന കർത്താവ്. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മാം, ഐ ഡോണ്ട് നോ ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിതിങ്. ഒരദൃശ്യ ശക്തി ഞങ്ങൾ 40 ദിവസം കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി ലോകത്തിലെ ധനവാന്മാർ ടൈറ്റാനിക്കിനെ കാണാൻ പോയപ്പോൾ വെള്ളത്തിനകത്ത് തകർന്നപ്പോൾ 4 കുഞ്ഞുങ്ങളെ കരം പിടിച്ച് 40 ദിവസം നടത്തുക. സ്വർഗത്തിൻ്റെ കരം ഇറങ്ങി വന്നെങ്കിൽ 2025 മിറ്റത്ത് കൺവെൻഷൻ പറയണം, ആ കരം തളർന്ന കരമല്ല, അന്ത്യം വരെ 4 കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുക. സ്വർഗത്തിൻ്റെ കരം ഇറങ്ങിയെങ്കിൽ അന്ത്യം വരെ എന്നെ വഴി നടത്തുന്ന ദൈവം. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ലുകൾ, ജാതികൾ വിരോധമായി കൂടി വരും. യഹൂദൻ്റെ നിലവിളി നാഥൻ്റെ കാൽ ചവിട്ടും. അതിനു മുമ്പ് കർത്താവിൻ്റെ ഗംഭീര നാദം. ഇസ്രായേൽ കൂട്ട നിലവിളി. ഇവിടെ ശവങ്ങൾ വഴിയരികെ കിടക്കും, അടക്കാൻ ആരും കാണത്തില്ല. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി വലത് കരം ഉയരട്ടെ. നാട്ടുകാർ കേൾക്കട്ടെ. നമ്മുടെ മുദ്രാവാക്യം ഇതേ ഉള്ളൂ: യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. കോഴഞ്ചേരി, നാരങ്ങാനം, വലിയ കുളമേ, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാവരും എഴുന്നേറ്റട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് ഇന്ന് രാത്രി വീശുക. ഇന്ന് രാത്രി രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു നാട്. പഴയ അപ്പച്ചന്മാർ കുമ്പനാട് പാടിയ ഒരു പാട്ട് പാടി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാം. മാരാമൺ മലപ്പുറത്ത് പാടിയ യേശു മഹോന്നതനെ വേഗം കാണാൻ എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം ആരാധിച്ചാട്ടെ. നാളെ ഇവിടെ യോഗമില്ല, 5 മിനിറ്റ് ആരാധിച്ചാട്ടെ. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അടിയട്ടെ. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് യെസ്. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. വിടുതലിന്റെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമവിടെ. എല്ലാ കരങ്ങളും അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു പാവനദേശം. ശക്തിയോടെ ജീവജല നദി ഉണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. എല്ലാ കരങ്ങളും അടിച്ച് മഹോന്നതനെ
മഹോന്നതനെ വേഗം കാണാൻ നൽ പ്രേമകാന്തനെ കാണാം. പ്രത്യാശയോടെ മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. എല്ലാ കരങ്ങളും രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടീതി കൊണ്ടുമരി. എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ട് മസിഹായോട് വാഴും നാട്ടിൽ ചേർന്ന് പാടി. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടീതി കൊണ്ടുമരിച്ചവരന്ന് മസിഹായോട് പാടുമനാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ നൽ പ്രേമകാന്തനെ കാണാം. പ്രത്യാശയോടെ ജനകരം അടിച്ച് മഹോന്നതനെ വേഗം കാണാ നൽ പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ മാലയവൻ എനിക്കു തരും ശുഭവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കള്ളനീരോട് മാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കും അവരുടെ നാട്ടിൽ എനിക്കായൊരുക്കിയ ആ വീട്ടിലേക്ക് നാം പോകാറായി. ഒഴിഞ്ഞിടുമേ ആയിരമാണ്ട് വസിക്കും അവരുടെ നാട്ടിൽ. ലോർഡ് ജീസസ് എനിക്കായൊരു എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ട് യേശു മഹോന്നതനെ മഹോന്നതനെ കാണാം. ചാനക ബൗഡ മനാദന വന്ദൽ ഖമന ഓ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ പകലില്ലവിടെ പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ. ശക്തിയോടെ പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ. ജീവജല നദി ഉണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം. പ്രത്യാശയോടെ നദി ഉണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം എല്ലാ കരങ്ങളും അടിച്ച് ഒരു ഭൂവനദേശം. യേശു മകൻ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി, നമ്മുടെ കഷ്ടങ്ങൾ തീരാറായി, നമ്മുടെ ദുഃഖങ്ങൾ തീരാറായി. എല്ലാ കരങ്ങളും അടിച്ചെന്ന് രാത്രി. നാളെ ഇവിടെ യോഗമില്ല, വിടുതലിന്റെ രാത്രി, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്ത നാളിൽ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് രാത്രി എന്റെ അകത്തളങ്ങൾ വിശ്വസിക്കുന്നവരുടെ അകത്ത് നിന്ന് ജീവജല നദി ഒഴുകട്ടെ, പുറപ്പാടിന്റെ നദി ഒഴുകട്ടെ, അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. മുട്ടോളമല്ല അരയോളമല്ല നീതി തുടിക്കാൻ കഴിയാത്ത ദൈവ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് വ്യാപരിക്കട്ടെ. ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ, ഇന്ന് രാത്രി ഒരു കാറ്റടിക്കുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുന്ന രാത്രി, ആയിരങ്ങൾ എഴുന്നേൽക്കുന്ന രാത്രി. കോഴഞ്ചേരിയിൽ ഒരു ഉണർവ് ആരംഭിക്കട്ടെ. മെഗാ ഇംപാർട്ടേഷൻ സ്റ്റാർട്ട് യേശുവിന്റെ നാമത്തിൽ. ചെറുപ്പക്കാർ എഴുന്നേൽക്കട്ടെ, യുവതികൾ എഴുന്നേൽക്കട്ടെ, വൃദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഈ കൺവെൻഷനിൽ കൂടി അനേകർ എഴുന്നേൽക്കട്ടെ. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവരുടെ പുരയ്ക്കകത്ത് ദൈവശക്തി ഇറങ്ങി വരട്ടെ. സാക്ഷാൽ രോഗങ്ങൾ വഹിച്ചു, വേദനകൾ ചുമന്നു അവന്റെ അടിപ്പിടരാ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എവരി ക്യാൻസേഴ്സ്, എവരി ട്യൂമേഴ്സ്, എവരി ആർത്രൈറ്റിസ്, എവരി തൈറോയിഡുകൾ കത്തി തൊടാതെ സർജറി ഞാൻ കരുത്തുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ഇന്ന് രാത്രി 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീയെ തൊട്ട് ദൈവകാര്യം. നന്ദിയപ്പ, നന്ദിയപ്പ, എന്റെ കരുണയ്ക്കായി നന്ദിയപ്പ. കൃപയേ, 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 കൃപയേ. ഒരു നിമിഷം കൂടി ഇന്നലെ രാത്രിയിൽ നമ്മൾ കാൽവറിയിലേക്ക് നോക്കി. ഇന്ന് രാത്രിയിൽ ഗെത്സമനിയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗൊത്തായിൽ പരമയാഗമായി. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ യഹൂദൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവിടം വരെ ഞങ്ങൾ പ്രസംഗിക്കും, ബറബാസ്
ആർക്കറിയാം ബറബാസിന്? ഉച്ചയ്ക്ക് വിധി കിട്ടി. ബറബാസ് ചോദിച്ചു, യേശു എവിടെ? അവർ പറഞ്ഞു, അവനെ ക്രൂശിക്കാൻ കൊണ്ട് ഓടി ബറബാസ്. ഇസ്രായേലിന്റെ ചരിത്രം എല്ലാവരും കേട്ടാട്ടെ. കാൽവറി മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ നാഥൻ തൂങ്ങിക്കിടക്കുന്നു. അവിടെ വെച്ച് അവൻ നെഞ്ചത്തിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ മരക്കുരിശ ദാ കിടക്കുന്നു അവൻ. പിന്നെ അങ്ങനെ അവന് നടക്കാൻ പറ്റിയില്ല. വെച്ച് നടന്നെന്ന ഇസ്രായേലിന്റെ ചരിത്രം. അങ്ങ് ചെന്നപ്പോഴത്തേക്ക് യേശു പ്രാണനെ വിട്ടു. ആ കാലിൽ കെട്ടിപ്പിടിച്ച ബറബാസ് കരഞ്ഞത്, അയ്യോ, ഈ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. കരമുയർത്തുന്നവർക്കായി ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം ഇന്ന് രാത്രി നിന്റെ രോഗത്തെ സൗഖ്യമാക്കുക, നിന്റെ ശാപത്തെ തകർക്കുക, നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുക. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ ശക്തി വലിയ കുളത്തെ ഈ ഭവനത്തിന്റെ അങ്കണത്തിനകത്ത് വ്യാപരിക്കുക. ബറബാസ് കെട്ടിപ്പിടിച്ചതുപോലെ ഇന്ന് രാത്രി മടങ്ങി വന്ന് കെട്ടിപ്പിടിക്കുന്നവന് വേണ്ടി അത്ഭുതം ചെയ്യുക, വിടുതൽ കൊടുക്കുവാൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. യെസ്, നിന്മരണം കൊണ്ടെന്റെ കരങ്ങൾ ഉയർത്തിയാട്ടെ കാൽവറിയിലേക്ക്. യെസ്, നിന്മരണം കൊണ്ടെന്റെ നീയകറ്റി. ഒരിക്കൽ കൂടി നിന്മരണം. യെസ്, നിന്മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി. തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എല്ലാ കരങ്ങളും കാൽവറിയിലേക്ക്. ദേവേശ് യേശു പാരാ ജീവനെ നീയായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഒരിക്കൽ കൂടി ജീവനറ്റ പാപികൾക്ക്. ജീവനറ്റ പാപികൾക്കു അപ്പാ നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചു. നിത്യജീവൻ നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചു. ഈ രാത്രിയിൽ ആ യേശുവിനെ ആർക്ക് വേണമെന്ന് ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയരട്ടെ.